Hi students, നമ്മുടെ JEE മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. By using 2, 4, 5, 7, 8, 9, how many 3-digit numbers are formed in the form x, y, z where x less than y and z less than y? A repetition not allowed. ഇതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് എല്ലാത്തിനും ഞാനൊരു ഈക്വൽ ഇമ്പോർട്ടൻസ്, അതായത് നമ്മളെല്ലാവരും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. എനിക്ക് എന്തെങ്കിലും കെയർലെസ് മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് തിരുത്താനുള്ളൊരു ഗ്യാപ്പ് ഇല്ല എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കെയർലെസ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈക്വലി റെസ്പോൺസിബിൾ ആണ് നോക്കിക്കോണം. ഞാൻ നമ്മുടെ കീ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കീയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പം നമുക്കൊരു ഈക്വൽ റെസ്പോൺസിബിലിറ്റിയിൽ പോകാം. പിന്നെ കൂടുതലായിട്ടും ക്വസ്റ്റൻസ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ. സൊല്യൂഷൻസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൊല്യൂഷൻ റെഫർ ചെയ്തതിന് ശേഷം ആ മെത്തേഡ് ക്ലിയർ ആയെങ്കിൽ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ഡിജിറ്റുകളാണുള്ളത്? നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് 1, 2, 3, 4, 5, 6 ഡിജിറ്റുകളാണുള്ളത്. അപ്പോൾ 6 ഞാനൊരു 3 ഡിജിറ്റ് എടുക്കും. കാരണം 3 ഡിജിറ്റ് നമ്മൾ സെലക്ട് ചെയ്യണമല്ലോ. അതിനുശേഷം അറേഞ്ച്മെൻറ്റിൽ ഞാൻ ഈ 3 ഡിജിറ്റുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ 3 ഡിജിറ്റുകൾ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ഈ വൈ എന്ന് പറയുന്നത് എക്സിനേക്കാളും ഇസഡിനേക്കാളും വലുതായിരിക്കണം. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ചെറിയ ഡിജിറ്റുകൾ വെക്കണം. ഈ 3 ഡിജിറ്റ് എടുത്തതിൽ ഏറ്റവും ലാർജർ ഡിജിറ്റ് എന്ന് പറയുന്ന വൈയുടെ പ്ലേസിൽ ഞാൻ ഫിക്സ് ചെയ്യും. വൈയുടെ പ്ലേസിൽ ഞാൻ ആ ഏറ്റവും ലാർജർ ഡിജിറ്റ്, അതേതാണോ ലാർജർ ഡിജിറ്റ് അത് ഞാൻ ഫിക്സ് ചെയ്യും. പിന്നെ എക്സിനും ഇസഡിനും, എക്സിൽ എത്ര ചോയ്സ് ഉണ്ട്? എക്സിന് മിച്ചം 2 ചോയ്സ് ഉണ്ട്. അപ്പോൾ എക്സിന് 2 ചോയ്സ്, വൈക്കാകെ 1 ചോയ്സ്, ഇസഡിന് 1 ചോയ്സ്. കാരണം എക്സിന് 2 ചോയ്സ് ഒന്നും റെപ്പറ്റീഷൻ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഇസഡിന് പിന്നെ 1 ചോയ്സ് ഉള്ളൂ. കാരണം എക്സിനും ഇസഡിനും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ ഒരു നമ്പർ ഇവിടെ വെച്ചു, ചെറിയ 2 നമ്പറുകളും 1ഉം 2ഉം 3ഉം ആണ് എടുത്തെങ്കിൽ 3 നടുക്ക് വെച്ചു, 1ഉം 2ഉം അപ്പുറത്ത് ഇപ്പുറത്ത് വെച്ചാൽ 2ഉം 1ഉം മാറി വെക്കാം. ആ ഒരു മാറി വെക്കുന്ന ഈ 2ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബേസിക്കലി ഇത്രയും സ്പീഡിൽ ചെയ്താൽ എൻ്റെ സമയം കടന്നു പോകും. നിങ്ങൾക്കറിയാം, ഇത്രയും സ്ലോ ആയിട്ട് ചെയ്താൽ എൻ്റെ സമയം കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഞാൻ ഇത്രയും കൂടെ സ്പീഡ് ചെയ്യുവേ. സോ 63 × 2 എന്ന് പറയുന്നത് 6 × 5 × 4 / 1 × 2 × 3 ആണ്. ഇൻറ്റു 2 ക്യാൻസൽ ആയിപ്പോയി, 6ഉം 3 ക്യാൻസൽ ആയിപ്പോയി. 2 5 4 20 20 × 4 40 എന്ന് വരും. 40 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. നമ്മുടെ കീഴിലെ ആൻസർ ഒന്ന് നോക്കിയേക്കാം. നമുക്ക് 61 ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇനി ഞാൻ മെത്തേഡുകൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡൗട്ട് ക്ലിയർസിൻ്റെ സമയത്ത് ചോദിക്കുക, അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഒന്ന് വായിച്ച് നോക്കുക ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 62 എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നോക്കിയേ. NCR = n/r × n-1c r-1 എന്ന് പറയുന്നൊരു ഫോർമുലയുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെ സമ്മേഷൻ r = 0 to 20 r × 20 - r × ഈ 20CR 2 ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 20CRനെ നമുക്ക് 20CR × 20CR എന്ന് തന്നെ വിളിക്കാം. സോ ദാറ്റ് = സമ്മേഷൻ r = 0 to 20 r × 20 - r × ഇത് 20CR തന്നെ ഇൻറ്റു ഇത് 20 - r എന്ന് വിളിക്കാം. ദാറ്റ് = സമ്മേഷൻ r = 0 to 20 r × 20 - r × ഇത് 20/r × 19CR - 1 r റിസൾട്ട് ഇൻറ്റു 20/20 - r × 19c. ഇത് -1 ചെയ്താൽ 19 - r എന്ന് കിട്ടും. സോ ഇപ്പം നമുക്ക് പ്രശ്നങ്ങളായിരുന്ന 20 - r ക്യാൻസൽ ആയിപ്പോൾ 20 × 20 400 കോമൺ വരും. സമ്മേഷൻ r = 0 to 20 19CR - 1 ഇൻറ്റു 19c 19 - r. സം ഓഫ് കോഎഫിഷ്യൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. 62 എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണെന്ന് തോന്നുന്നു. 62 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ഡി. 400 × 38d 20 38c 20 ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയാണേ. ആൽഫ ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ x² - x - 1 = 0 ആൻഡ് Sn = 2023 raised to alpha raised to n plus 2024 beta raised to n എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് S12 S11 S10 എന്ന് പറയുന്നത് 3ഉം ചേർത്തുള്ള കണക്ഷൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് S11 + S10 S11 + S10 S12 + S10 S10 + S12 ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ S11ഉം S10 ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ആദ്യം ആൽഫ + ബീറ്റ 1 എന്നും ആൽഫ ബീറ്റ -1 എന്നും ഉണ്ട്.
ഇപ്പോൾ സം ഓഫ് റൂട്ട്സ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ്. അത് മാത്രമല്ല ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ മൈനസ് 1 എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് ഇംപ്ലൈസ് ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് 1 എന്ന് പറയുന്നതും ബീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 എന്ന് പറയുന്നത് 2 റിസൾട്ടുകൾ കൂടി ഇതിനകത്ത് നിന്ന് കിട്ടും. അത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആയിരിക്കും ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടാതെ പോയത്. അപ്പോൾ ഇതിനകത്ത് S11 പ്ലസ് S10 ഞാനൊന്ന് ചെയ്യാം. ഞാനത് ഇതിൻ്റെ ഓപ്ഷൻ നോക്കിയതിന് ശേഷം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 63 ചോദ്യം. 63ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ബാക്കിയുള്ള ഞാൻ തൽക്കാലം നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ S11 പ്ലസ് S10 ഞാനൊന്ന് ചെയ്ത് നോക്കുവാണ്. S11 പ്ലസ് S10 എന്ന് പറയുന്നത് S11 എന്ന് പറയുന്നത് 2023 ഇൻറ്റു ആൽഫ റൈസ് ടു 11 പ്ലസ് 2024 ഇൻറ്റു ബീറ്റ റൈസ് ടു 11 പ്ലസ് 2023 ഇൻറ്റു ആൽഫ റൈസ് ടു 10 പ്ലസ് 2024 ബീറ്റ റൈസ് ടു 10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്നും ഞാനൊരു ആൽഫ റൈസ് ടു 10 2023 ആൽഫ റൈസ് ടു 10 കോമൺ എടുത്താൽ മിച്ചം ഒരു ആൽഫ പ്ലസ് 1 വരും. പ്ലസ് 2024 ബീറ്റ റൈസ് ടു 10 കോമൺ എടുത്താൽ ഇവിടെ ബീറ്റ പ്ലസ് 1 വരും. സിമ്പിൾ പരിപാടി. 2023 ആൽഫ റൈസ് ടു 10 ഇൻറ്റു ആൽഫ പ്ലസ് 1 എന്ന് പറയുന്നത് ആൽഫ സ്ക്വയർ ആണ്. പ്ലസ് 2024 ബീറ്റ റൈസ് ടു 10 ഇൻറ്റു ബീറ്റ പ്ലസ് 1 എന്ന് പറയുന്നത് ബീറ്റ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2023 ആൽഫ റൈസ് ടു 12 പ്ലസ് 2024 ബീറ്റ റൈസ് ടു 12 എന്ന് കിട്ടും. അത് ആക്ച്വലി S12 ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആൻസർ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സിമ്പിൾ. ഇവിടെ പിള്ളേർ ഞാനിത് അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകാനുള്ള കാര്യം, നമ്മൾ പറയുന്ന കൺസെപ്റ്റ് മെത്തേഡുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അതൊരു ഹ്യൂമൻ കൺസിഡറേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എഴുന്നേരത്ത് പറഞ്ഞാൽ മാറി എഴുതിയാൽ ആൻസർ മാറി പോകുന്നതിന് നമ്മൾ ദയവ് ചെയ്ത് അങ്ങനത്തെ ഒരു വലിയ പ്രശ്നമാകരുത്. കാരണം എന്ന് വെച്ചാൽ ഞാനും ഒരു മനുഷ്യനാണ്. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ എനിക്കിത് കറക്ഷൻ നടത്താനോ അല്ലെങ്കിൽ ഒരാളോട് റെഫർ ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എഴുതുന്നതിൽ എന്തെങ്കിലും ഒരു കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണം, കൺസെപ്റ്റ് മനസ്സിലാകണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറ്റ് വരുത്തുവാണെങ്കിൽ ഞാനൊരു അപ്പോളജി ചെയ്യുന്നതിനോട് ഒരു അപ്പോളജൈസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഇതിനകത്ത് കറക്ഷൻ നടത്തിയേക്കണമെന്നൊരു ചെറിയ റിക്വസ്റ്റ് വെക്കുവാണ്. അടുത്ത ചോദ്യം, ദ വാല്യൂ ഓഫ് ആൽഫ ഫോർ വിച്ച് ദിസ് ലൈ ഇൻ ദ ഇൻ്റർവൽ. ഇവിടെ പിള്ളേരെ ഇതിൻ്റെ ഡിറ്റർമിൻ്റ് എക്സ്പാൻഷൻ നോർമലി നടത്തിയതിന് ശേഷം ഈസിക്കൽ ടു 0 ആണെങ്കിൽ, അതായത് ആൽഫയുടെ വാല്യൂസ് ഇതിനകത്ത് കിടക്കുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും, അതിന് സോൾവ് ചെയ്തെടുത്താൽ മാത്രമേ മതി. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിൽ ഞാൻ വെറുതെ ഡിറ്റർമിൻ്റ് എക്സ്പാൻഷൻ ഇപ്പോൾ ഒരു ഫസ്റ്റ് കോളം ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സ്പാൻഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കൺവീനിയൻറ്റ് ഏതാണോ അത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ഫസ്റ്റ് റോ വെച്ചിട്ടുള്ള തന്നെയാണെങ്കിൽ 1 ഇൻറ്റു 0 മൈനസ് ആൽഫ പ്ലസ് 1/3 ഇൻറ്റു 3 ആൽഫ പ്ലസ് 1 ആണ്. മൈനസ് 3/2 ഇൻറ്റു 0 മൈനസ് ആൽഫ പ്ലസ് 1/3 ഇൻറ്റു 2 ആൽഫ പ്ലസ് 3 എന്ന് കിട്ടും. പ്ലസ് ആൽഫ പ്ലസ് 3/2 ഇൻറ്റു 3 ആൽഫ പ്ലസ് 1 ഇൻറ്റു 3 ആൽഫ പ്ലസ് 1 ഇൻറ്റു 3 ആൽഫ എന്ന് പറഞ്ഞാൽ 3 ആൽഫ പ്ലസ് 1 മൈനസ് 1/3 ഇൻറ്റു 2 ആൽഫ പ്ലസ് 3 എന്ന് കിട്ടും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒബ്വിയസ്ലി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിൻ്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ റൂട്ട് ഇതിനകത്ത് ഏത് ഇൻ്റർവെല്ലാണ് കിടക്കുന്നതെന്ന് നോക്കിയാൽ മതി. നമ്മൾ പറയുന്ന ആൻസറിൽ അത് കിടക്കുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഓപ്ഷൻ 64ൻ്റെ ഓപ്ഷൻ ബി ആണ് കിടക്കുന്നത്. നമുക്ക് കറക്ഷൻ എന്തെങ്കിലും അതിപ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്ന ആൻസർ വാല്യൂസ് എല്ലാം ആ ഒരു ഇൻ്റർവെല്ലാണ് കിടക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് ദ ആൻസർ. ഇതിനെ വെറുതെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇറാഷണൽ ആണെങ്കിൽ കൂടി കിട്ടിക്കോളും കേട്ടോ. വേറെ അതായത് ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എനി അതർ കൺസെപ്റ്റ്സ്. തന്നെ എക്സ്പാൻഡ് ചെയ്യുക, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാക്കുക, സോൾവ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് ഇതിനകത്ത് വേറെ കൺസെപ്റ്റുകളൊന്നുമില്ല. അടുത്ത ചോദ്യം, ഇത് നമ്മുടെ ഇത്തവണത്തെ JEE മെയിൻസിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ നമ്പർ 65 എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് കോമൺ ടൈംസ് ഇൻ ദ പ്രോഗ്രഷൻ 4, 9 എക്സെട്ര. പിള്ളേരെ ഇത് ചെയ്യാനായിട്ട് കോമൺ സീരീസ് എടുക്കണം. അല്ലെങ്കിൽ കോമൺ സീരീസ് അല്ല, കോമൺ സീക്വൻസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ക്ഷമ ചോദിക്കുവാണേ. കോമൺ സീക്വൻസിലെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒറ്റനോടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും 9 ആണ്. ഡി കണ്ടുപിടിക്കാനായിട്ട് രണ്ടിൻ്റെയും കോമൺ റേഷ്യോയുടെ LCM എടുത്താൽ മതി. ഇത് 5, അവിടെ 3, 3, 6, 3. ബാക്കിയുള്ളതിനെ ഞാൻ നോക്കിയില്ല. 15 എന്ന് കിട്ടും. അതായത് 5, 4, 9, 9, 4, 9, 5, 14, 14, 5, 10, 10. ഇപ്പോൾ ഇവിടുന്ന് 5 വരെ ഇവിടുന്ന് 6 ആകുമ്പോഴത്തേനും AP അല്ലാതായി പോയി. പ്രിന്റിംഗ് മിസ്റ്റേക്ക്, യു ഹാവ് ടു ക്യാൻസൽ ദ ക്വസ്റ്റൻ, നോ അതർ ഓപ്ഷൻസ്. ഞാൻ ഈ ക്വസ്റ്റൻ എനിക്ക് ഫെമിലിയർ ആയതുകൊണ്ട് ഞാനത് അങ്ങനെയാണെന്ന് വിചാരിച്ചങ്ങ് ചെയ്യുവാണ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇതിൻ്റെ 25th ടൈമാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റിൻ്റെ 25th ടൈം എന്ന് പറയുന്നത് 4 + 24 ഇൻറ്റു ഡി എന്ന് പറയുന്നത് അവിടെ 5 ആണ്. അതുപോലെ രണ്ടാമത്തെ 37th ടൈം എന്ന് പറയുന്നത് 3 + 36 ഇൻറ്റു 3 ആണ്. ഇത് 111 കിട്ടുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്കിതിന് ലെസ് ദാൻ കൊടുക്കാം. അതായത് ഇതിൻ്റെ nth ടൈം
ഇത് വലുതും ഇത് ചെറുതും കിട്ടും. ചെറിയ ടൈമിനേക്കാൾ ചെറുതായിരിക്കണം. സോ an ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 111 എന്ന് കിട്ടും. ദറ്റ് ഈസ് a പ്ലസ് a എന്ന് പറയുന്നത് 9 പ്ലസ് 15 n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്നത് 15 ഷുഡ് ബി ലെസ് ആർ ഈക്വൽ ടു 111. നമുക്ക് നേരത്തെ ഓൾറെഡി അറിയാവുന്നതുകൊണ്ടാണ് ഇത്. അതുകൊണ്ട് 124 അതാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെസ് ആർ ഈക്വൽ ടു 111 ചെയ്യുമ്പോഴത്തേന് നമുക്ക് ആൻസർ ഓപ്ഷൻ കിട്ടുന്നത് 7 ആണ്. അത് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 പോയിന്റ് സംതിങ് എന്ന് കിട്ടും. സോ യു ക്യാൻ ടേക്ക് n ആസ് 7. കാരണം 7 പോയിന്റ് സംതിങ് എന്ന് കിട്ടിയാൽ ഒരിക്കലും അതൊരു നാച്ചുറൽ നമ്പർ അല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. സോ n ലെസ് ആർ ഈക്വൽ 7 മീനിങ് ദ ഗ്രേറ്റസ്റ്റ് നാച്ചുറൽ നമ്പർ ഈസ് 7. സോ 65 ഓപ്ഷൻ സി ആണ്. സി തന്നെയാണ്. കാരണം ഞാനത് ഫെമിലിയർ ആണ്. ഈ ചോദ്യം നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. കാരണം ഇത് ഇത്തവണത്തെ 27 ഫസ്റ്റ് ഷിഫ്റ്റിലെ ആദ്യത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ചോദ്യം ഉദ്ദേശിച്ചത് ഇനിയിപ്പം ക്വസ്റ്റ്യൻ ആളുകൾ അതായത് ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് ഷഫിൾ ചെയ്താണോ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത് അറിയത്തില്ല. എന്തായാലും 27 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത 5:2 against a husband who is 65 years and living till he is 85 and 4:3 against his wife. അതായത് പ്രോബബിലിറ്റി ഓഫ് ഹസ്ബൻഡ് ലീവ് എന്ന് പറയുന്നത് ഇത് എഗനിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ടു യെസ് ആണ്. സോ ഇത് 2/7 ടോട്ടൽ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഹസ്ബൻഡ് ലീവ് എന്ന് പറയുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് വൈഫ് ലീവ്സ് ഇവിടെ പിള്ളേരെ എഗനിസ്റ്റ് എന്ന് പറയുമ്പോൾ നോട്ട് ഫേവറബിൾ ടു ഫേവറബിൾ ആണ്. സോ ഫേവറബിൾ ടു ടോട്ടൽ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഹസ്ബൻഡ് ലീവിന്. പ്രോബബിലിറ്റി ഓഫ് വൈഫ് ലീവ് എഗനിസ്റ്റ് എന്ന് പറയുമ്പോൾ 4:3 ഇതിൽ നോട്ട് ഫേവറബിൾ ടു ഫേവറബിൾ ആണ്. ഇപ്പോൾ ഫേവറബിൾ 3 ആണ്. ടോട്ടൽ എന്ന് പറയുന്നത് 7 ആണ്. 3/7 അല്ലേ? അതെ നോക്കട്ടെ. 2/7 2/7 പ്രോബബിലിറ്റി ഓഫ് ഹസ്ബൻഡ് വൈഫ് ലീവ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഹസ്ബൻഡ് നോട്ട് ഈ ക്വസ്റ്റൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അല്ലേ? 5/7 പ്രോബബിലിറ്റി ഓഫ് ഡബ്ല്യു കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 4/7 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇഫ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം will be alive for 20 years is k. At least one of them will be alive for 20 years എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഹസ്ബൻഡ് ബാർ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് വൈഫ് ബാർ. രണ്ടുപേരും മരിച്ചു പോകുമെന്നുള്ളതാണല്ലോ 1 മൈനസ് ദാറ്റ് കോംപ്ലിമെൻറ്റ്. എടാ ഇതിൻ്റെ ലിറ്ററൽ പ്രോബ്ലംസ് എനിക്കറിയത്തില്ല. ഐ എക്സ്പ്ലെയിൻഡ് ഇൻ ബിറ്റ്വീൻ. കാരണം ലീവിങ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് അങ്ങനത്തെ കാര്യമായിട്ട് കൺവേർട്ട് ചെയ്ത് പറയുന്നത് സാറേ അങ്ങനെ ലീവ് ചെയ്താൽ ഇങ്ങനെ അങ്ങനെ ദർ മേ ബി മെനി പ്രോബ്ലംസ്. അപ്പോൾ ഞാൻ ജനറലി പറയുന്ന ഒരു കാര്യം ഞാൻ കൺവേ ചെയ്യുന്നേ ഉള്ളൂ. ദിസ് ഇസ് ഈക്വൽ ടു കെ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടുപേരും ജീവനോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ 1 മൈനസ് രണ്ടുപേരും രണ്ടിൽ ആരെങ്കിലും ഒരാൾ അല്ലേ? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം എന്ന് പറയുമ്പോഴത്തേന് യൂണിയൻ ആണ്. എന്ന് പറയുന്നത് 1 മൈനസ് രണ്ടുപേരും മരിച്ചു പോവുക എന്നുള്ളതാണ്. സോ ഹൗ ക്യാൻ ഐ എക്സ്പ്ലെയിൻ ദീസ് തിങ്സ് റൈറ്റ്? രണ്ടുപേരും മരിച്ചു പോകാൻ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. സോ ദറ്റ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഹസ്ബൻഡ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 5/7 ഇൻറ്റു 1 മൈനസ് വൈഫ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 4/7 ഈക്വൽ ടു കെ എന്ന് കിട്ടും. സോ വി ക്യാൻ ഫൈൻഡ് 49k. ഐ തിങ്ക് ഇറ്റ്സ് 29 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ആൻസർ അതാണോ എന്ന് കൺഫേം ചെയ്ത് നോക്കിയേക്കണേ. ജസ്റ്റ് സെയിങ്. ഓക്കെ അടുത്തത് ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേഷൻ്റെ മെത്തേഡ് പറഞ്ഞുതരാം. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇൻ്റഗ്രൽ sec x - 1 dx. ഇൻ്റഗ്രൽ ഇതിനെ റൂട്ട് 1/cos x - 1 dx എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 മൈനസ് cos x അണ്ടർ ദ റൂട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് cos x എന്ന് കിട്ടും dx. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 മൈനസ് cos x അണ്ടർ ദ റൂട്ട് ഡിവൈഡഡ് ബൈ ഇതിനകത്ത് ഞാനൊരു റൂട്ട് ഓഫ് cos x പ്ലസ് 1 മൈനസ് 1 dx ചേർക്കും. 1 മൈനസ് cos x ഇതിനകത്ത് ഞാൻ cos x ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ x/2 ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 cos സ്ക്വയർ x/2 മൈനസ് 1 ഉണ്ട്. സോ എനിക്ക് ഈ 1 മൈനസ് cos x എന്ന് പറയുന്നത് 1 മൈനസ് cos x എന്ന് പറയുന്നതിന് അണ്ടർ ദ റൂട്ട് ഓഫ് 2 സൈൻ സ്ക്വയർ x/2 വെച്ച് എനിക്ക് റീപ്ലേസ് ചെയ്യാം. ഡിവൈഡഡ് ബൈ cos x പ്ലസ് 1നെ എനിക്ക് 2 cos സ്ക്വയർ x അണ്ടർ ദ റൂട്ട് ഓഫ് 2 cos സ്ക്വയർ x/2 പിന്നെ അവിടെ ഒരു -1 അഡീഷണൽ കിടപ്പുണ്ട് dx. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇത് റൂട്ട് 2 സൈൻ x/2 കിട്ടും. ഇതിങ്ങനെയാണ് ഇത് പറയുന്നത്. ഡിവൈഡഡ് ബൈ അണ്ടർ ദ റൂട്ട് ഓഫ് 2 cos സ്ക്വയർ x/2 മൈനസ് 1 എന്ന് കിട്ടും. ഈ cos x/2നെ ഒരു t കൊടുത്താൽ dt ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ x/2 ഇൻറ്റു 1/2 എന്ന് കിട്ടും. ഓക്കെ അങ്ങനെ തന്നെയല്ലേ കിട്ടുന്നതെന്ന് നോക്കിക്കോട്ടെ.
യെസ് അല്ലേടാ പിള്ളേരെ? അതെ, റൂട്ട് 2 cos x/2. അതായത് ആടെ പിള്ളേർ ഒരു ചെറിയ വ്യത്യാസം ഞാൻ കാണിച്ചു. നമുക്ക് 2 cos x/2 ടി എന്നല്ല, റൂട്ട് 2 cos x/2 നമ്മൾ ടി എന്ന് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിനകത്ത് മൈനസ് റൂട്ട് 2 ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഇത് ടി സ്ക്വയർ എന്ന് വരത്തില്ല. സോ ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് റൂട്ട് 2 ഇൻറ്റു മൈനസ് സൈൻ x/2 ഇൻറ്റു മൈനസ് സൈൻ x/2 ഇൻറ്റു 1/2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി ഓർ സൈൻ x/2 റൂട്ട് 2 സൈൻ x/2 ഡി എക്സ് എന്ന് പറയുന്നത് 2 dt എന്ന് കിട്ടും, മൈനസ് 2 dt. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് 2 dt ഡിവൈഡഡ് ബൈ അണ്ടർ ദ റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് 1/√ ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, സോറി എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, സിമ്പിൾ തിങ്. അത് നോക്കിയിട്ട് വെരിഫൈ ചെയ്തേക്കണേ. ഇതിൽ ആൻസർ പറയുന്നത് 67C ആണ് പറയുന്നത്. എഴുതി നോക്കിയതിന് ശേഷം ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. അടുത്തത് ഇതിലെനിക്ക് ഇത്ര കോൺഫിഡൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് IN is equal to integral 0 to pi/4 tan raised to nx dx ആണെങ്കിൽ IN plus IN minus 2 എന്ന് പറയുന്നത് 1/n minus 1 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് എന്നിന് 6 കൊടുത്തതിന് ശേഷം 1/5 എന്ന് പറയുന്ന ഒരു ആൻസർ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു ചെറിയ വിഷയം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന വേരിയബിൾ എക്സ് മൈനസ് ബോക്സ് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. അപ്പോൾ അത് ഡിഫറൻഷ്യബിൾ, അതായത് ഇപ്പം ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു വേരിയബിൾ ഇടാവും എന്നുള്ളൊരു കാര്യത്തിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റിലാണിത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞ് നിർത്തുവാണ്. സോ ഇത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് അതിനകത്ത് കിടക്കുന്നത്. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിമിറ്റ് 0 തൊട്ട് π/4 വരെയാണ്. 0 തൊട്ട് π/4 വരെ എന്ന് പറയുമ്പോൾ 0 തൊട്ട് 3.14 ഡിവൈഡഡ് ബൈ 4, അതുകൊണ്ട് ഡെസിമൽ പോർഷനിൽ തന്നെ കിടക്കുന്നുണ്ട്. യു ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ എക്സ്. സോ നമുക്ക് എന്ത് ചെയ്യാം, 1/5 തന്നെ എഴുതാം. നോ പ്രോബ്ലം വിൽ ബി ദെയർ. ഞാൻ പറഞ്ഞ മനസ്സിലായി. അതായത് ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എവിടെ എഴുതുന്ന ഫ്രാക്ഷണൽ പാർട്ട് ആകുമ്പോഴത്തേനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു പ്രശ്നമാണ്. ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ട്, അപ്പം നോർമലി എഴുതാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ ലിമിറ്റിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കും. ലിമിറ്റ് എന്ന് പറയുന്നത് 0 തൊട്ട് π/4 എന്ന് പറയുന്നത് 3.14 ഡിവൈഡഡ് ബൈ 4 ആണ്. ഇൻ ദിസ് ഏരിയ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് വിൽ ബി സെയിം ആസ് എക്സ്. നോ ചേഞ്ച് വിൽ ബി ദെയർ. സോ അപ്ലൈയിങ് ദിസ് കൺസെപ്റ്റ് ദറ്റ് വിൽ ബി 1/5. ഇതറിയാമല്ലോ അല്ലേ? tan raised to nx എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? tan square x into tan raised to n minus 2x dx എന്ന് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ വേരിയബിൾ ഡിഫറൻഷ്യബിൾ, അതായത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ളൊരു വേരിയബിൾ പോർഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ള രീതിയിൽ വരും. അതിനെ ഞാൻ ക്ലിയർ ആയി കാണും, ഞാൻ പറഞ്ഞ കത്തിയല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ വളരെ dy/dx + 1 sin 2y = x³ cos² y എന്നുള്ളതാണ് നമ്മുടെ അടുത്തത്. നമുക്കിതിനെ എല്ലാ സൈഡിലും ഒരു cos² y വെച്ച് ഡിവൈഡ് ചെയ്താൽ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ cos² y. cos² y വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് sec² y ഇൻറ്റു dy/dx എന്നാണ്, പ്ലസ് 1/x ഇൻറ്റു ഇവിടെ വളരെ അതിനകത്തൊരു ചെറിയ പ്രിൻറ്റിങ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് sin 2y അല്ല sin² y ആണ്. ഒരുപക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കറക്ഷൻ നടത്തിയിട്ടുണ്ടാവാം. ഓക്കെ, നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ sin² y/cos² y എന്ന് പറയുന്നത് tan² y എന്ന് കിട്ടും. അല്ലേടാ പിള്ളേരെ? സോറി എൻ്റെ കറക്ഷൻ നടത്തിയിരിക്കുന്നത് അങ്ങനല്ല. അങ്ങനെ ഒരു കണക്ഷൻ നടത്തിയാൽ നമുക്ക് tan y എന്ന് കിട്ടത്തില്ല. കാരണം tan y അവിടെ കിടന്നെങ്കിലല്ലേ sec² y എന്ന് നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ sin 2y തന്നെയാണ് കേട്ടോ. കറക്ഷൻ ഒന്നും നടത്തണ്ട, sin 2y തന്നെ എഴുതിയാൽ മതി. അതെൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ആദ്യം ഓർത്തപ്പോഴത്തേനും ശരിയാണ് sin² y/cos² y എഴുതിയെങ്കിലല്ലേ tan² y വരുള്ളൂ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചാണ്. ഇപ്പം തോന്നിയത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. കാരണം അവിടെ sin 2y എന്ന് പറയുന്നതിന് നമുക്ക് 2 sin y ഇൻറ്റു cos y എന്ന് എഴുതാം. sin 2y എന്ന് പറയുന്നത് ആക്ച്വലി 2 sin y cos y ആണ്. ഇതിനെ cos y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും ഇൻറ്റു 2 tan y എന്ന് വരും. ഓക്കെ, 2 tan y എന്ന് വരും. ഇപ്പോൾ കറക്റ്റാണ്. ഈക്വൽ ടു റൈറ്റ് സൈഡ് x³ എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ tan yക്ക് ഒരു u എന്ന് കൊടുക്കും. പുട്ട് u ഈസ് ഈക്വൽ ടു tan y. tan yക്ക് u എന്ന് കൊടുക്കുമ്പോൾ du/dx എന്ന് പറയുന്നത് sec² y ഇൻറ്റു
ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഡി എക്സ് ക്യാൻസൽ ആയി പോയിട്ട് ഡി യു ഡിവൈഡർ ബൈ ഡി വൈ ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ വൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് അയ്യോ ഡി യു ബൈ ഡി വൈ അല്ലല്ലോ വേണ്ടത്, നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് അല്ലേ, ശരിയല്ല. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഡി യു ബൈ ഡി വൈ എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ വൈ എന്ന് കിട്ടും. ആ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ഞാൻ കൊടുക്കും. സീക്ക് സ്ക്വയർ വൈക്ക് പറയുന്നത് എന്ത് എടുക്കണം, ഡി യു ബൈ ഡി വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സിക്സ് സ്ക്വയർ വൈക്ക് ഡി യു ബൈ ഡി വൈ കൊടുത്തു, ക്യാൻസൽ ആയി പോയിക്കോളൂ. 1/x ഇൻറ്റു യു ഈക്വൽ ടു എക്സ് ക്യൂബ്. ഡി വൈ ഡി വൈ ക്യാൻസൽ ആയി പോയാൽ ഡി യു ബൈ ഡി എക്സ് പ്ലസ് യു ഇൻറ്റു 2 പോയി അല്ലേ, 2/x ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് കിട്ടും. ഇത് ലീനിയർ അല്ലേ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കിക്കോട്ടെ. അതെ, ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് 2/x ഇൻറ്റു യു ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിനകത്ത് പി എന്ന് പറയുന്നത് 2/x ക്യൂ എന്ന് പറയുന്നത് എക്സ് ക്യൂബും സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സും സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് y ഇൻറ്റു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആണ്. ഇതിൽ വൈക്ക് പകരം യു കൊടുക്കാനെന്ന് ഓർത്തണം. ഡി വൈ ബൈ ഡി എക്സ് അല്ല, പകരം ഡി യു ബൈ ഡി എക്സ് ആണ്. സോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ. സോ ക്വസ്റ്റ്യൻ നമ്പർ 69 ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 69ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കെയർലെസ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 70. If f of x is equal to x cube plus 4x square plus lambda x plus 1 is monotonically decreasing function of x in the largest possible interval -2 -2/3. ഇവിടെ വളരെ ലാർജസ്റ്റ് പോസിബിൾ ഇൻ്റർവൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 8x പ്ലസ് ലാംഡ. എനിക്കിതൊക്കെ എഴുതുമ്പോഴാണ് എനിക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ കെയർലെസ് മിസ്റ്റേക്കിൻ്റെ സാധ്യത വരുന്നത്. ഇവിടെ ദിസ് ഇസ് ലെസ് ദാൻ 0 ഓർ മോണോട്ടോണിക്കലി ഡിക്രീസിങ് എന്നാണ് പറഞ്ഞത്. ലെസ് ദാൻ 0 ഇൻ -2, -2/3 implies what? f dash x is equal to 0 at x is equal to -2 and x is equal to -2/3. അപ്പം നിങ്ങൾ ചോദിക്കും സാറേ അത് എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ, ലാർജസ്റ്റ് പോസിബിൾ ഇൻ്റർവൽ ഇതാണെങ്കിൽ ഈ ഇൻ്റർവെലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഈ സംഗതി എന്തല്ല, ലെസ് ദാൻ 0 അല്ല. അപ്പോൾ ഈ രണ്ട് പോയിന്റിലും ഈക്വൽ ടു 0 വരണം, എങ്കിൽ മാത്രമേ ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആണ്. എവിടെയൊക്കെ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആണ്? -2ലും -2/3ലും. അപ്പോൾ അതിനുശേഷം ഇത് ഇൻക്രീസിങ് ആയിരിക്കണം, ഇപ്പുറത്തും ഇത് ഇൻക്രീസിങ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷനാണിത്. അപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷനിൽ -2ലും -2/3ലും ഒബ്വിയസ്ലി ആ സാധനത്തിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. സോ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് 0. ഈ രണ്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡയുടെ വാല്യൂ കിട്ടും. രണ്ട് ഇക്വേഷൻ കിട്ടത്തില്ല പിള്ളേരെ. നമുക്ക് എന്ത് മാത്രം മതി? ലാംഡയുടെ വാല്യൂ മാത്രം പോരെ. ലാംഡയുടെ വാല്യൂ തന്നെ നമുക്ക് ആദ്യം ഒരു പോയിന്റ് ഇട്ട് കൊടുത്ത് നോക്കി ഞാനൊന്ന് വെരിഫൈ ചെയ്ത് നോക്കട്ടെ. -2 ഇട്ട് കൊടുത്താൽ 3 × 4 -8 × 2 -16 പ്ലസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ലാംഡ ഈസ് ഈക്വൽ ടു 4 3 12 -16 എന്ന് പറയുന്നത് എത്രയാണ് വളരെ? -4 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 4 എന്ന് കിട്ടും. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഇതിനകത്തില്ലേ നോക്കട്ടെ. ആൻസർ 4 ആണ്. 4 എന്ന് പറയുന്നത് ആക്ച്വലി പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് തന്നെയാണ്. -2 × -2/3 എന്ന് പറയുന്നത് ഈശ്വര അല്ലേ? പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് അല്ല, ഒരു /3. ലാംഡ /3 ആണ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. അപ്പം 4/3 തന്നെ കിട്ടും. കാരണം ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മുടെ സൊല്യൂഷൻ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഇത് കോൺസ്റ്റന്റ് ടൈം /3 ലാംഡ/3 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആണല്ലോ. സോ -2 × -2/3 എന്ന് പറയുന്നത് 4 തന്നെ. സോ 4 ആണ്. 4 എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്. നമ്മുടെ കീയിൽ എ ടൈപ്പ് ചെയ്തേക്കുന്നത് നോക്കിക്കോട്ടെ. ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ പോയോ? ക്വസ്റ്റ്യൻ നമ്പർ 70 എന്ന് പറയുന്നത് എ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സമയം പോകുന്നുണ്ട്. ദ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to -1 plus 2 divided by 2x square plus 1. ഇവിടെ പിള്ളേരെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് എന്ന് പറയുന്നത് ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം ഒബ്വിയസ് ആണ്. കാരണം x² എന്നാണ് കൊടുത്തിരിക്കുന്നത്. എക്സ് കൊടുത്താലും -x കൊടുത്താലും സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ മൊത്തം വാല്യൂവിൻ്റെ മാക്സിമം ആണ്. അതെന്ന് പറയുന്നത് 2x² + 1 എന്ന് പറയുന്നത് മിനിമം ആകുമ്പോഴാണ്. ഇതിൻ്റെ മാക്സിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിനെ മിനിമൈസ് ചെയ്യാന്നുള്ള. ഇത് മിനിമം ആകുന്നത് എക്സിന് 0 കൊടുക്കുന്നതാണ്. കാരണം എക്സിന് 0 അല്ലാതെ ബാക്കി എന്ത് കൊടുത്താലും 2ൻ്റെ എല്ലാ പവറുകളും പോസിറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ.
അപ്പോൾ പിന്നെ 2ന് ഫ്രാക്ഷണൽ പവർ കൊടുത്താൽ ചെറുതാവും. ഫ്രാക്ഷണൽ പവർ കൊടുത്ത് ഏറ്റവും ചെറുതാവുന്ന എപ്പോഴാണ് 2⁻0 വരുമ്പോഴാണ്. 2⁻0 എന്ന് പറയുന്നത് 1 ആണ്, ശരിയല്ലേ? അല്ലാതെ പവറുകൾ ഏത് കൊടുത്താലും 1നേക്കാൾ മേളിലേ നിൽക്കത്തുള്ളൂ. x = 0 കൊടുക്കുമ്പോഴത്തേനും 2/1 കിട്ടും. 1 - 2 എന്ന് പറയുന്നത് 1 അല്ലേടാ പിള്ളേരെ. 71ൻ്റെ ആൻസർ ഓപ്ഷൻ ഏതാ കൊടുത്തിരിക്കുന്നത്? അത് 0 ആണ് അവർ കൊടുത്തിരിക്കുന്നത്. 0 ഒക്കർ ചെയ്യാനായിട്ട് അതിന് 0 ഒക്കർ ചെയ്യാനായിട്ടുള്ളൊരു പ്രൊവിഷൻ നമുക്ക് 2 കൊടുത്താൽ പോരെ. 2 കൊടുക്കുന്നത് 0² 2² 1 ആണ്, ശരിയാണ്. എക്സിന് 0 കൊടുക്കുമ്പോഴത്തേനും ഇത് 1 + 1 2 ആണല്ലോ. ഞാൻ എന്താ ആലോചിച്ചെന്നറിയോ, ഇത് മൊത്തം 0 ആയി പോകുമെന്നാണ് പ്രതീക്ഷിച്ചത്. 0 ആയി പോകില്ല. 2⁻0 1 വരും. 1 + 1 എന്ന് പറയുന്നത് 2 വരും. 2/2 എന്ന് പറയുന്നത് 1 വരും. -1 + 1 എന്ന് പറയുന്നത് 0 വരും. ഓവർ തിങ്കിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. എടാ ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഞാൻ പറയല്ലോ ഒരു എഗനിസ്റ്റ് ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. അടുത്ത 72. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു ചോദ്യമാണ്. ഇത് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 - അല്ലേ? എക്സ്റ്റെൻസ് 0 - 0യുടെ തൊട്ട് പുറകിലുള്ള നമ്പറാണ്. ഇപ്പോൾ ബോക്സ് എക്സ് എന്ന് പറയുന്നത് -1 ആണെന്ന് നമുക്കറിയാം. മോഡ് എക്സ് എന്ന് പറയുന്നത് -x ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്കിത് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 x ഇൻറ്റു ബോക്സ് എക്സ് എന്ന് പറയുന്നത് -1. 0 - 1 എന്നാൽ 0യുടെ തൊട്ട് പുറകിലുള്ള നമ്പർ. അതിൻ്റെ തൊട്ട് പുറകിലെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ എക്സ് ആണ്. ഇൻറ്റു ഇത് എക്സ് ഇൻറ്റു ആണല്ലേ. ഇത് -1 - x ഇൻറ്റു സൈൻ -1 ഡിവൈഡഡ് ബൈ -x എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -x ക്യാൻസൽ ആയിപ്പോയിട്ട് ഒരു മൈനസ് വരും. സോ x ടെൻഡിങ് ടു 0 എടുത്താൽ -1 ഇൻറ്റു സൈൻ -1 എന്ന് വരും. സൈൻ -1 - സൈൻ 1 ആണ്. സോ സൈൻ 1 എന്നാകും. സൈൻ 1 ഓപ്ഷനിലുണ്ടോ? സൈൻ 1 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ഡി ഉണ്ട്. നോക്കിക്കോട്ടെ. 72. അയ്യോ, ഒരു മൈനസിൻ്റെ വ്യത്യാസം എവിടെ? സോറി, താഴെ ഒരു മൈനസ് കൂടെ ഉണ്ട്. അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ഈ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, -1 ഉണ്ട്, മൈനസ് ഉണ്ട്, പിന്നെ ഒരു മൈനസ് ഉണ്ട്. കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കേരള മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന്. കേട്ടോ? ഡി ആ കറപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഡി അല്ല എ. ഒരു മൈനസ് ഉണ്ട്. സോറി. അടുത്ത് പിള്ളേർ, ഇതിന് സൊല്യൂഷൻ്റെ മെത്തേഡിനോട് എനിക്ക് അത്ര താല്പര്യങ്ങളില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടില്ലേ? ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് ആണ് ഒബ്വിയസ്ലി. ഇപ്പോൾ 3 ഇട്ട് കൊടുത്താൽ k × √3 + 1 വിൽ ബി സെയിം ആസ് m × 3 + 2. അതുകൂടാതെ 2 ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം ഇക്വേറ്റ് ചെയ്താലും മതി. ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സൊല്യൂഷനിൽ നമ്മുടെ ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഡെഫിനേഷൻ എടുത്തുകൊണ്ട് കൊടുത്തിരിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ആ ഒരു മെത്തേഡ് നമുക്ക് എടുക്കാത്തത്. അപ്പോൾ അതിനകത്ത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറയുക. k+m എന്ന് പറയുന്നത് ഇവിടെ 2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയതിന് ശേഷം k+m 2 ആണോ എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഇക്വേറ്റും കൂടെ ചെയ്ത് നോക്കുക കേട്ടോ. അതാണ് മെത്തേഡ്. സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. അത് നിങ്ങളതിൻ്റെ കറക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോണം കേട്ടോ. 74. ആൽഫ ബീറ്റ ഗാമ ആർ 3 റിയൽ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആൽഫ + ബീറ്റ + ഗാമ എത്രടാ? ആൽഫ + ബീറ്റ + ഗാമ എന്ന് പറയുന്നത് 3p ആണ്. ആൽഫ ബീറ്റ + ബീറ്റ ഗാമ + ആൽഫ ഗാമ എന്ന് പറയുന്നത് -3q വരും. പിന്നെ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് 1 വരും. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് കൊടുക്കണ്ട. -b/a c/a -d/a. അങ്ങനെ നോക്കുമ്പം നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ലാംഡയുടെ ചോദ്യത്തിനകത്ത് ഞാൻ എഴുതിയത് മൈനസ് കൂട്ടാതെയാണോ എഴുതിയതെന്നൊന്ന് നോക്കിക്കോണം കേട്ടോ പിള്ളേരെ. ഇല്ല, കുഴപ്പമില്ല, അത് പ്രശ്നമില്ല, ശരിയാണ്. -b/a c/a -d/a. ഓക്കെ, അപ്പം നമുക്ക് ഈ 3 വാല്യൂ ഉണ്ട്. ഇത് സെൻട്രോയിഡ് എന്ന് പറയുന്ന ആൽഫ + ബീറ്റ + ഗാമ ഡിവൈഡഡ് ബൈ 3, 1/α + 1/β + 1/γ ഡിവൈഡഡ് ബൈ 3. ഇതാ ആൽഫ + ബീറ്റ + ഗാമ ഡിവൈഡഡ് ബൈ 3 പ്ലസ് ഇത് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ പ്ലസ് ആൽഫ ബീറ്റ ഡിവൈഡഡ് ബൈ 3. 3 വാല്യൂ കൊടുത്തിട്ടുണ്ട് അല്ലേ? 2 വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 3 അല്ല, 3 ആൽഫ ബീറ്റ ഗാമ. LCM എഴുതാൻ പറഞ്ഞത്, സോറി, ഇട്ട് കൊടുത്താൽ മതി. കാര്യം ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം. ക്ലിയർ അല്ലേടാ പിള്ളേരെ? അതെ, PQ ആണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 2 സർക്കിൾസ് whose radii are equal to 4 and 8. സിമ്പിൾ ചോദ്യം. ഇൻ്റർസെക്ട് അറ്റ് റൈറ്റ് ആംഗിൾസ്. അതായത് ഇപ്പുറത്തേക്ക് നമുക്ക് മാറി നിൽക്കാം. അല്ല, ഞാൻ എൻ്റെ ബോർഡിൻ്റെ ഒരു പരിധി വരെയുള്ള പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഒരു സംഗതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് പോകാത്ത കേട്ടോ. 2 സർക്കിൾ ഓർത്തോഗണൽ എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ
നമുക്ക് 2 സർക്കിളുകൾ വരയ്ക്കാം. ഒരെണ്ണത്തിൻ്റെ റേഡിയസ് ഇത്തിരി വലുതാണല്ലോ, അതെ, 4ഉം 8ഉം ഇൻ്റർസെക്റ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് പറയുമ്പോഴാണ് പിള്ളേരെ ഇത്രയാണ് നമുക്ക് വരയ്ക്കേണ്ട പടങ്ങൾ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എ ബിയുടെ ലെങ്താണ്. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 4ഉം ഇത് 8ഉമാണ്. അതെ, ഇതിനെ നമുക്ക് ചുമ്മാ തീറ്റ എന്ന് വിളിച്ചാൽ, ഇത് ഡി എന്ന് വിളിച്ചാൽ, നമുക്ക് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ബി എന്ന് പറയുന്നത് 2 ടൈംസ് എ ഡി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് C1 എന്നും ഇത് C2 എന്നും വിളിച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ആണ് നമ്മുടെ C1 C2 എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ വളരെ എ ഡി എന്ന് പറയുന്നത് നമ്മുടെ സൈൻ തീറ്റ എന്ന് പറഞ്ഞത്, സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എ ഡി ഡിവൈഡഡ് ബൈ 4 ആണ്. അതെ, പിന്നെ ടാൻ തീറ്റ എന്ന് പറഞ്ഞേ, ടാൻ തീറ്റ എന്ന് പറയുന്നത് AC2 ഡിവൈഡഡ് ബൈ AC1 ആണ്. അതെന്നാ ഇടപാടാണെന്ന് നിങ്ങൾ ചോദിക്കും. അതായത് ആദ്യം ഇത് 90 ഡിഗ്രിയാണേ, അറിയാമല്ലോ. ആദ്യം കണ്ടുപിടിച്ച ട്രയാങ്കിൾ ഇതാ, സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എഴുതി ഞാൻ ഇതാ. ഇപ്പം ഞാൻ പറയുന്നത് തീറ്റ, ടാൻ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് എടുത്തത് ഇതേ ഡിവൈഡർ ബൈ ഇതാ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, കാരണം സർക്കിൾ ഇൻ്റർസെക്ട് ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിളാണെന്ന് പറഞ്ഞിട്ടില്ലേ, ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഐഡിയ വെച്ച് നോക്കുമ്പോൾ എനിക്കിടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് 8 ഡിവൈഡർ ബൈ 2 അപ്പം നമുക്ക് ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ട് ഇത് തീറ്റയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് 2ഉം അഡ്ജസ്റ്റൻറ്റ് സൈഡ് 1 ആണെങ്കിൽ ഇത് √4 + 1 √5 എന്ന് കിട്ടും. ശരിയാണോ? സോ സൈൻ തീറ്റ എന്ന് പറയുന്നത്, ഇവിടുത്തെ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 2 ഡിവൈഡർ ബൈ √5 എന്ന് എനിക്ക് കിട്ടിയാൽ സൈൻ തീറ്റ ഈക്വൽ 2 ഡിവൈഡർ ബൈ √5 ആണെങ്കിൽ എ ഡി എന്ന് പറയുന്നത് 8 ഡിവൈഡർ ബൈ √5 എന്ന് എനിക്ക് കിട്ടിയാൽ ഇവിടെ 2 × 8 ഡിവൈഡർ ബൈ √5 എന്ന് എഴുതിയാൽ എനിക്ക് 16 ഡിവൈഡർ ബൈ √5 എന്ന് കിട്ടുന്നതിനകത്ത് കെയർലെസ് മിസ്റ്റേക്ക് വരാൻ സാധ്യത ഇഷ്ടം പോലെയാണ്. 16 ഡിവൈഡർ ബൈ √5 പക്ഷേ ഓപ്ഷനിലുണ്ട്. 16 ഡിവൈഡർ ബൈ √5 ഓപ്ഷൻ ആണെന്ന് നോക്കിക്കോട്ടെ. എത്രാമത്തെ ചോദ്യം ആയിരുന്നു വളരെ? 75 എ. കണ്ടോ, ഞാനങ്ങനെ ചെയ്യുമ്പോഴത്തേനും പൊതുവെ മിസ്റ്റേക്ക് ഒന്നും വരത്തില്ലെന്നേ. പക്ഷേ കണ്ടോ, ഇത്രയും സ്പീഡിലൊക്കെ എഴുതുമ്പോഴത്തേനും മിസ്റ്റേക്ക് വരും. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വരരുത് കേട്ടോ. ഞാനിങ്ങനെ ഈ ഒരു ലൈറ്റിനകത്തും ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേനും നമുക്ക് പിന്നെ ഓവർ തിങ്കിങ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ മിസ്റ്റേക്ക് വരുന്നത്. സോ സോറി. അടുത്ത എത്രാമത്തെ ക്വസ്റ്റൻ ആടാ പിള്ളേരെ? 76. The equation of the parabola whose vertex is 1 - 2 and focus is 1 - 1. വെർട്ടെക്സ് എന്ന് പറയുന്നത് HK യും ഫോക്കസ് എന്ന് പറയുന്നത് H, K + A യും കിട്ടുന്നത്. H, K + A എന്ന് പറയുന്നത് 1, -1. സോ H1 K - 2 K + A എന്ന് പറയുന്നത് -1. ജനറൽ പരാബോളയാണ്. x - h² = 4a × y - k. x - 1² = 4 × a എന്ന് പറയുന്നത് എത്രയാണ് വളരെ? k - 2. അപ്പോൾ a എന്ന് പറയുന്നത് 2 കിട്ടും, a എന്ന് പറയുന്നത് 1 കിട്ടും. സോ 4 × y + 2. x - 1² = 4 × y + 2 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണോ ആൻസർ നോക്കിക്കോട്ടെ? 76 ഓപ്ഷൻ എ. കാരണം വെച്ചാൽ ഞാൻ അത്രയും സ്പീഡിൽ എഴുതുന്നുണ്ട്. സിമ്പിൾ കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ. S1 S2 be foci and of an ellipse whose major axis of length 10 units, 2a is equal to 10 ആണ്. And P is any point on the ellipse. P any point ആണെങ്കിൽ PS1 + PS2 എന്ന് പറയുന്നത് 10 ആണ്, 2a ആണ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് തന്നെയാണ്. സം ഓഫ് ഡിസ്റ്റൻസസ് ഫ്രം any point on the ellipse to the two foci. And ആ ട്രയാങ്കിൾ PS1 S2 എന്ന് പറയുന്നതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് PS1 + PS2 + S1 S2 ആണ്. = 15 എന്ന് പറഞ്ഞിട്ടുണ്ട്. PS1 + PS2 എന്ന് പറയുന്നത് 10 ആണ്. പ്ലസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ എന്ന് പറയുന്നത് 2c = 15 എന്നറിയാം. സോ 2c = 5 എന്ന് കിട്ടും. c എന്ന് പറയുന്നത് 5/2 ആണ്. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് c/a ആണ്. a എന്ന് പറയുന്നത് 5 കിട്ടിയിട്ടുണ്ട്. സോ എക്സെൻട്രിസിറ്റി 1/2 എന്ന് കിട്ടും. 1/2 എന്ന് പറയുന്നത് 0.5. ആൻസർ ഓപ്ഷൻ എ ആണ്. സിമ്പിൾ. ദ കോർഡിനേറ്റ്, അത് ഇത്തിരി സ്പെഷ്യൽ ചോദ്യമായിരുന്നു. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വേർ ദ ലൈൻ മീറ്റ്സ് ദ പ്ലെയിൻ. പ്ലെയിൻ എന്ന് പറയുന്ന വേർഡ് നമുക്ക് ചോദിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പക്ഷേ ദിസ് ലൈൻ മീറ്റ്സ് ദിസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്ലെയിൻ്റെ കൺസെപ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം പ്ലെയിൻ ഐ എം റെസ്പോൺസിബിൾ ഫോർ വാട്ട് ഐ എം സെയിങ്, നോട്ട് ഫോർ വാട്ട് യു അണ്ടർസ്റ്റാൻഡ്. അതെൻ്റെ ഒരു ക്ലീശേ ഡയലോഗാണേ. എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട് ആ ഡയലോഗ് എന്ന് പറഞ്ഞത്. ഞാനത് പറയുന്നതിൻ്റെ കാര്യം, ഇത് ചെയ്യാൻ പ്ലെയിൻ്റെ കൺസെപ്റ്റുകളൊന്നും ആവശ്യമില്ല.
അപ്പോൾ അയ്യോ സാറേ ഇതിനകത്ത് പ്ലെയിൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കിടന്ന് കരയരുത്. മനസ്സിലായോ പറഞ്ഞത്? ഇത് ചെയ്യാൻ പ്ലെയിൻ്റെ കൺസെപ്റ്റുകളൊന്നും ആവശ്യമില്ലാത്തടത്തോളം കാലം നമ്മൾ അയ്യോ സാറേ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് പറഞ്ഞിട്ട് കരയരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചെയ്യാനായിട്ട് ദിസ് ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് കൊടുക്കാം. സോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ പ്ലസ് 6 ആണ്. വൈ ഈസ് ഈക്വൽ ടു 0 മൈനസ് 1 ആണ്. ഇസഡ് ഈസ് ഈക്വൽ ടു 4 ലാംഡ മൈനസ് 3 ആണ്. ഇതെവിടെ ഇട്ട് കൊടുത്താൽ മതി? എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു 3 ഇട്ട് കൊടുത്താൽ ലാംഡയുടെ വാല്യൂ കിട്ടും. ആ ലാംഡയുടെ വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ എക്സും വൈ ഇസഡും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടും. ദാറ്റ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. കിട്ടിയേക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് 5 മൈനസ് 1 1 ആണ്. 5 മൈനസ് 1 1 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിയേക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. 79 അല്ലായിരുന്നോ പിള്ളേരെ? 79 എന്ന് പറയുന്നതിൻ്റെ ഓപ്ഷൻ ബി ആണെന്ന് തോന്നുന്നു. എൻ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 n ആണ്. ഞാനൊന്ന് വെരിഫൈ ചെയ്തോട്ടെ. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് mean of first n natural numbers where n is odd is n square minus 1 divided by 4 and there is answer option B. ഓക്കെ, അത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോണം. അടുത്ത ചോദ്യം ഏതാ? 80. ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് ത്രീ സൈൻ തീറ്റ പ്ലസ് 4 കോസ് തീറ്റ will lie between മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും. എ സൈൻ തീറ്റ, എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അണ്ടർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും മിനിമം വാല്യൂ എന്ന് പറയുന്നത് മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറുമാണ്. സോ ഇത് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, ഇത് മൈനസ് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് കിട്ടും. സമയം നമ്മുടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂട്ട് ഓഫ് 9 പ്ലസ് 16 25 മൈനസ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിനെ ഞാനൊരു കെ എന്ന് വിളിക്കുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. സോ ഐ നീഡ് ടു ഫൈൻഡ് 1 ബൈ ഒരു +2 ചെയ്താൽ -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ +2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. മടിയാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം. റെസിപ്രോക്കൽ എടുത്താലത്തെ പ്രശ്നം, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിനെ ചാടിക്കറി റിവേഴ്സ് ഇടാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ -1/3 തൊട്ട് 1/7 വരെ എന്നിട്ടാൽ ഇതിനിടയ്ക്ക് ഒരു 0 വരും. അതുകൊണ്ട് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ +2ഉം കെ +2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7ഉം വരുന്നുണ്ട്. നെഗറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഇത് പോസിറ്റീവ് ആവുകയോ നെഗറ്റീവ് ആവുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. കെ +2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുമ്പോഴത്തേനും ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേനും ശരിയാണ്. കെ എന്ന് പറയുന്നത് ലെസ് ദാൻ -1 ആകുമ്പോഴത്തേനും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ കീ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുക. അല്ലാണ്ട് ചാടിക്കറി നെഗറ്റീവ് എടുക്കരുത്. 80യുടെ ആൻസർ സി ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിയാണ്. കാരണം വെച്ചാൽ ഇതാ സി ആണ് നമ്മുടെ ആൻസർ. കാരണം ഇത് എടുക്കുമ്പോഴത്തേനും -1/3 ഇവിടെ വരും. ഇവിടെ വരുന്നത് 1/7 വരുന്നത്. അപ്പോൾ നമ്മൾ -∞ തൊട്ട് -1/3 തൊട്ട് 1/7 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേന് ഇവിടെ നമുക്ക് ഒബ്വിയസ്ലി എഴുതാം 1/k +2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/7 എന്ന് എഴുതാം. അതുപോലത്തെ കൺസെപ്റ്റ് ഇവിടെ വരുമ്പോഴത്തേനും k +2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/7, അതായത് നെഗറ്റീവ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാണ്ട് ചാടി കയറി ഇത് ആൻസർ കറപ്പിക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി പറഞ്ഞത്? റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേനും റിവേഴ്സ് ചെയ്യും. പിന്നെ 0 ഉണ്ട്, അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചോണം. അടുത്തത് 81. നല്ല ചോദ്യമാണേ. ന്യൂമറിക്കലാണ്. നമുക്ക് ന്യൂമറിക്കൽ ഒരു 5 ചോദ്യം ചെയ്താൽ മതി, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഈ കണ്ടുപിടിക്കേണ്ട സംഗതിയല്ലേ ഈസ് ഈക്വൽ ടു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈസ് ഈക്വൽ ടുവിൽ തുടങ്ങാം. നോക്കും, എൻ്റെ പേനയൊന്ന് മാറാം, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ സുഖമാകുന്നില്ല. ഈസ് ഈക്വൽ ടു ഇതിനകത്ത് ഞാൻ Z1 Z2 Z3 ഇൻസൈഡ് ദ മോഡുലസ് വെളിയിലെടുത്താൽ മോഡുലസ് ബാക്കി ഒരു 8/Z1 ഉണ്ട്, പ്ലസ് 27 ഡിവൈഡഡ് ബൈ Z2 ഉണ്ട്, പ്ലസ് 64 ഡിവൈഡഡ് ബൈ Z3 ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/Z എന്ന് പറയുന്നത് Z ബാർ ഡിവൈഡഡ് ബൈ മോഡ് Z സ്ക്വയർ ആണ്. അപ്പോൾ ഇത് മോഡുലസ് ഓഫ് Z1 മോഡുലസ് ഓഫ് Z2 മോഡുലസ് ഓഫ് Z3 ഇൻറ്റു മോഡുലസ് ഓഫ് 8 ഇൻറ്റു Z1 ബാർ ഡിവൈഡഡ് ബൈ മോഡ് Z1 എന്ന് പറയുന്നത് എത്രയാണ്? വളരെ 2 സ്ക്വയർ 4 കിട്ടും, പ്ലസ് 27 ഡിവൈഡഡ് ബൈ 27 Z2 ബാർ ഡിവൈഡഡ് ബൈ മോഡ് Z2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? വളരെ മോഡ് Z2 സ്ക്വയർ എന്ന് പറയുന്നത് 9 പ്ലസ് Z3 64 Z3 ബാർ ഡിവൈഡഡ് ബൈ മോഡ് Z3 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? വളരെ 16. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് Z1 മോഡ് Z2 മോഡ് Z3 ഇൻറ്റു മോഡുലസ് ഓഫ് ഇത് 2Z1 പ്ലസ് 3Z2 പ്ലസ് 4Z3 ദ ഹോൾ ബാർ ഉണ്ട്. ഹോൾ ബാർ ഇടുന്ന കാര്യമില്ല. മോഡ് Z1 പ്ലസ് മോഡ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ.
സ്പീഡിൽ എഴുതുമ്പോഴത്തേന് ഹാൻഡ് റൈറ്റിംഗ് പോകുന്നുണ്ട് കേട്ടോ വളരെ. മോഡ് Z1 പ്ലസ് ഇൻറ്റു മോഡ് Z2 ഇൻറ്റു മോഡ് Z3 ഇൻറ്റു ഇത് മോഡ് 2Z1 പ്ലസ് 3Z2 പ്ലസ് 4Z3 ആണ്. അതിനാണ് വളരെ കാര്യം. കാരണം ഇസഡ് ബാർ മോഡ് Z ഇസിക്കൽ ടു മോഡ് Z ബാർ. ബാർ എടുത്തൊരു കാര്യമൊന്നുമില്ല. മോഡ് Z ബാർ ഇസിക്കൽ ടു മോഡ് Z തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ബാറുകളെല്ലാം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നത്. അത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചോദ്യമായിരുന്നേ. ആൻസർ നോക്കിക്കണം കേട്ടോ. അടുത്ത് ഇതും ഒരു ക്ലാസ് ചോദ്യമാണ്. ഞാൻ കുറേ വട്ടം നീളം ആലോചിച്ചൊരു ചോദ്യമാണ്. പിന്നെയാണ് ഒരു കൊച്ചു റിസൾട്ട് ആലോചിച്ചത്. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമ്മട്രിക്കും എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സ്ക്യൂ സിമ്മട്രിക്കുമാണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും സ്ക്യൂ സിമ്മട്രിക് തന്നെയാണ്. ആ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് വിത്ത് ഓഡ് ഓർഡർ, അതായത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഓർഡർ ഓഡ് നമ്പർ ആണെങ്കിൽ 3 5 7 ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സാണ്. അതിൻ്റെ ഓർഡർ 3 0 0 0 പ്ലസ് 0 0. ആ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് വിത്ത് ഓഡ് ഓർഡർ വിൽ ബി 0. 5 എടുത്ത് പുറത്തിടാമെന്ന് നമുക്കറിയാമല്ലോ. ഡിറ്റർമിനൻറ്റ് ഓഫ് എ റൈസ് ടു 5 എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ റൈസ് ടു 5 ആണ്, അറിയാമല്ലോ. അടുത്ത് ഇത് 0 വെട്ട് കളിക്കുന്ന ഒരു ചോദ്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. R1 എന്ന് പറയുന്നത് R2 എന്ന് പറയുന്നത് നിങ്ങളങ്ങ് എഴുതിയാൽ മതി. R1 എന്ന് പറയുന്നത് എ ബി ബി ഈസ് ഡിവിസിബിൾ ബൈ എ ആയിരിക്കണം. 1 1 1 2 1 3 1 3 എക്സെട്രാ എന്ന് പറഞ്ഞ് എഴുതി പോവുക. R2 എന്ന് പറയുന്നത് എ ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 1 1 2 1 3 1 തിരിച്ചെഴുതാനുള്ള എല്ലാം എഴുതുക. എന്നിട്ട് R1 മൈനസ് R2 സബ്ട്രാക്ട് ചെയ്ത് നോക്കിയിട്ട് എത്രയാണോ നോക്കിയാൽ മതി. സിമ്പിൾ. നിങ്ങളെല്ലാവരും ചെയ്ത് കാണും. ഇത്ര ഇൻ്റഗ്രേഷൻ്റെ ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് കിട്ടുമെന്ന് പണ്ട് എനിക്ക് പ്രതീക്ഷകളില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇത് പക്ഷേ നല്ല ക്ലാരിറ്റി ഉള്ളൊരു ചോദ്യം കേട്ടോ വളരെ. ഇൻ്റഗ്രേഷൻ്റെ ഭയങ്കര ക്ലാരിറ്റി ഉള്ളൊരു ചോദ്യങ്ങളിൽ പെടുന്നൊരു ചോദ്യമാണ്. എൻ്റെ കാര്യം എന്താണെന്നറിയോ, ഇത് ഓപ്പൺ അപ്വേർഡ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം y സ്ക്വയർ ഇസിക്കൽ 4ax എ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ് ഓപ്പൺ അപ്വേർഡ് വരുന്നത്. റൈറ്റ് സൈഡ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. അപ്പോൾ y സ്ക്വയർ ഇസിക്കൽ 4ax എന്ന് പറയും. y സ്ക്വയർ ഇസിക്കൽ 4ax എന്ന് പറയുന്ന പരാബോള മേലേക്ക് തിരിഞ്ഞല്ല ഇരിക്കുന്നത്. ഐ എം സോറി, എക്സ് സ്ക്വയർ ഇസിക്കൽ 4ab ആണ് മേലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ y ഇസിക്കൽ ടു ലാംഡ എക്സ് എന്ന് പറയുന്നത് അത് കുഴപ്പമില്ല. അതെന്നാ വരക്കലല്ലേ വരച്ചത്. നല്ല ചോദ്യമാണ്. മേലോട്ട് ഓപ്പൺ അപ്പോർഡ് എന്നൊക്കെ പറഞ്ഞ് സോറി ഏട്ടാ. ഇത് എക്സ് ഇത് വൈ ഓപ്പൺ ടു ദ റൈറ്റ്. വൈ സ്ക്വയർ ഈസിക്കൽ ടു 4ax റൈറ്റ് സൈഡ് പോസിറ്റീവ് ആണെങ്കിൽ ഓപ്പൺ ടു ദ റൈറ്റ്. അതിൽ ലാംഡ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് സ്ലോപ്പാണ്. പോസിറ്റീവ് സ്ലോപ്പ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഇൻക്രീസിങ് ഗ്രാഫാണ് വരുന്നത്. അതിന് വേണ്ടിയും കൂടെ കൂടിയാണ് ഇവർ ഇത് വരച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ഫംഗ്ഷൻ, സോറി ദിസ് ഇസ് ദ ഏരിയ. ഇത് തന്നെയല്ലേ ഏരിയ എന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഏരിയ ആണ്. അപ്പോൾ ഇതിനകത്ത് y എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 4 ലാംഡ എക്സ് ആണ്. സോ ഇൻ്റഗ്രൽ 0 ടു എവിടം വരെയാണ് പിള്ളേരെ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യണമെങ്കിൽ വൈക്ക് പകരം നമ്മൾ ലാംഡ എക്സ് ഇട്ട് കൊടുക്കണം. സോ ലാംഡ എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ലാംഡ എക്സ് എന്ന് കിട്ടും. ശരിയല്ലേ? സോ ലാംഡ എക്സ് കോമൺ എടുത്താൽ ലാംഡ എക്സ് മൈനസ് 4 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ലാംഡ എക്സ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 0 ഒന്ന് കിട്ടി. പിന്നെ എക്സ് ഈക്വൽ ടു 4 ബൈ ലാംഡ. 4 ബൈ ലാംഡ തന്നെയല്ലേ? അതെ, 4 ബൈ ലാംഡ. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് 4 ബൈ ലാംഡ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ ലാംഡ ആണ്. ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 4 ആണ് കിട്ടുന്നത്. ശരിയല്ലേ? 4 അല്ലേടാ കിട്ടുന്നത്. അതെ, 4 × 4 16 ലാംഡ അല്ലേ കിട്ടുന്നത്. ഇവിടുത്തെ y കണ്ടുപിടിക്കാനായിട്ട് എക്സ് എന്ന് പറയുന്നത് 4 ബൈ ലാംഡ ഇട്ട് കൊടുത്താൽ പോരെ. 4 ബൈ ലാംഡ ഇട്ട് കൊടുത്താൽ 4 ബൈ ലാംഡ 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 ക്യാൻസൽ ആയി പോയി 4 എന്ന് കിട്ടും. ശരിയല്ലേ? ഇതിൻ്റെ കൂടെ ക്യാൻസൽ ആയി പോകുന്നത് 4-നകത്താണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ 4 കൊടുത്താൽ ഇത് 16 ലാംഡ എന്ന് കിട്ടും. 4 റൂട്ട് ലാംഡ എന്ന് കിട്ടും. ആണോ നോക്കണം കേട്ടോ, വെരിഫൈ ചെയ്തോണേ. സോ ദിസ് ഇസ് 4 ബൈ ലാംഡ. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഏരിയ 0 ടു 4 ബൈ ലാംഡ. ഇതിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറയുന്നത് y dx ആണ്. y എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 4 ലാംഡ എക്സ് ഡി എക്സിൽ നിന്നും മൈനസ് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ഈ ഏരിയ, ഈ ട്രയാങ്കിളുടെ ഏരിയ 4 ബൈ ലാംഡ ഇൻറ്റു 4 എന്ന് പറയുന്നത് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. ലാംഡ എക്സ് എന്ന് പറയുന്ന ഒരു കർവിൻ്റെ അടിയിലുള്ള ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഏരിയ അവർ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? 1/9.
ഓൺ സിംപ്ലിഫൈങ് ലാംഡയുടെ വാല്യൂ കിട്ടിയോളും. ഇത്തിരി ലെങ്തി ആയിരുന്നു, 24 ആണെന്ന് തോന്നുന്നു. പൊട്ട ചോദ്യമാണ്. പൊട്ട ചോദ്യം എക്സ് ഇസ് ഈക്വൽ ടു അങ്ങനെയല്ല, ഐ മീൻ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുത്താൽ എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 2f ഓഫ് 0 മൈനസ് എഫ് ഓഫ് 1 കിട്ടും. ദാറ്റ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 2 ആണ്, മൈനസ് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 3. ഇനി എക്സിന് 1 കൊടുക്കണം, എക്സിന് 2 കൊടുക്കണം, എക്സിന് 3 കൊടുത്ത് പോയാൽ നമുക്കൊരു മൊമെൻറ്റിൽ എഫ് ഓഫ് 5 കിട്ടും. എഫ് ഓഫ് 5 എന്ന് പറയുന്നത് 13 ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ചെയ്യുമ്പോഴത്തേനും ചെയ്യുന്നതും നിങ്ങൾ ചെയ്യുന്നതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊരു കറക്ഷനായിട്ട് പറഞ്ഞാൽ മതി. ഞാനിവിടെ അങ്ങനെ പറയാൻ കാര്യം, ഞാൻ ഒരിക്കലും ഫൈനൽ വേർഡ് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. മെത്തേഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് എനിക്ക് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 86. 85 കൊണ്ട് നിങ്ങൾ നിർത്തി കാണുക, കാരണം അതിനകത്ത് ആ ഇൻ്റഗ്രേഷൻ്റെ ഒരു ചോദ്യം മാത്രമേ ഇത്തിരി പാടുള്ളൂ. 86 നിങ്ങൾ ചെയ്തോന്ന് എനിക്കറിയാൻ പാടില്ല. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു if g is the inverse of f, g is the inverse of f എന്ന് പറഞ്ഞാൽ f of x is equal to, or g of f of x is equal to x എന്നും f of g of x is equal to x എന്നും എഴുതാൻ സാധിക്കും. നമുക്ക് 64g-2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 64g-2 എന്ന് പറയുന്നത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ g dash of f of x into f dash of x is equal to 1 എന്ന് കിട്ടും. നമുക്ക് f of xന് 2 കൊടുക്കണം. 2 കൊടുത്താൽ x cube plus x raised to 5 is equal to 2 കിട്ടുന്നത് x is equal to 1 കൊടുക്കുമ്പോൾ കിട്ടും. സോ നമുക്ക് xന് 1 കൊടുത്താൽ g dash of f of 1 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി 2 ആണ്, ഇൻറ്റു f dash of 1 is equal to 1 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് g dash of 2 is equal to 1 divided by f dash of 1. നിങ്ങൾ പറയും സാറേ ഇതിന് 2 കിട്ടാൻ വേറെയും വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാകുമായിരിക്കാം. എനിവേസ് 1 കൊടുക്കുമ്പോൾ 2 കിട്ടും. സോ എനിക്ക് 1 കൊടുക്കാം. f dash of 1 എന്ന് പറയുന്നത് f dash of x എന്ന് പറയുന്നത് 3x² plus 5x raised to 4 ആണ്. സോ f dash of 1 എന്ന് പറയുന്നത് 3 plus 5 8 ആണ്. സോ g dash of 2 എന്ന് പറയുന്നത് 1/8 is equal to 8 എന്ന് കിട്ടും. അടുത്ത ചോദ്യം 87. The value of a for which the image of the point a minus 1 with respect to the line 3x plus y is equal to 6a. ഇവിടെ a, minus 1 ആണ്. is the point a² plus 1a. അതെന്നാ ചോദ്യമാണ് അല്ലേ? ഇമേജ് ഒന്നും കണ്ടുപിടിക്കുക പോലും വേണ്ട എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക പോലും വേണ്ട. ഇത് 3x plus y is equal to 6a ആണ്. ഈ പോയിന്റ് a, minus 1 ആണ്. അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് a² plus 1, a ആണ്. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം ക്ഷമിക്കുക. ഈ പോയിന്റ് എന്ന് പറയുന്നത് a plus a² plus a plus 1/2, a minus 1 plus a 2a minus 1 divided by 2. ഇത് ലൈനിൽ ഇട്ട് കൊടുത്താൽ മതി. 3 into a² plus a plus 1 divided by 2 plus y എന്ന് പറയുന്നത് 2a minus 1 divided by 2 is equal to 6a. സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതാണ്? കോമൺ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് 2 minus 1 കിട്ടും. പിന്നെ അവർ ഒന്നുകൂടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്ലോപ്പ് ഇല്ലേ, എ ബി, സ്ലോപ്പ് ഓഫ് എ ബി 2 വാല്യൂ കിട്ടുന്നുണ്ട്. സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഏതാണ്? സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1/3. അപ്പോൾ 3 ഇക്വേറ്റ് ചെയ്യണം അല്ലേ? ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1/3 അല്ല, -3/1 ആയിരുന്നു. സോ ആ സം ഓഫ് ഫ്രൂട്ട്സ് കണ്ടുപിടിക്കുന്നല്ലേ, -3/1. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലേ വളരെ -3 divided by 1. അപ്പോൾ നമുക്ക് -3 ഇൻറ്റു ഇതെന്ന് പറയുന്ന -1 കിട്ടും. സോ 1/3 ഇക്വേറ്റ് ചെയ്യണം. അതും കൂടെ സെയിം ആവുന്നത് a is equal to 2 പറയാം. ഓക്കെ, അടുത്തത് വെക്ടർ 88. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. a cross b cross c is equal to lambda a plus mu b, then lambda plus mu is equal to സിയും തന്നിട്ടുണ്ട്. പിള്ളേരെ a cross b കണ്ടുപിടിക്കാൻ അറിയാം. നിങ്ങൾക്ക് വെക്ടർ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സംഗതി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിനെ a.c ഇൻറ്റു b മൈനസ് b.c ഇൻറ്റു a is equal to lambda a plus mu bയോട് a.cയും b.cയും കണ്ടുപിടിച്ചതിന് ശേഷം ഈ വെക്ടറുകൾ രണ്ടും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇക്വേറ്റ് ചെയ്താൽ ലാംഡയും മ്യൂവും കിട്ടും.
ഐയുടെ കമ്പോണൻറ്റ്, ജെയുടെ കമ്പോണൻറ്റ്, കെയുടെ കമ്പോണൻറ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. അതൊരു പക്ഷേ ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻസ് എന്നാണ് നമ്മുടെ സൊല്യൂഷനിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. കിട്ടും. ആൻസർ എന്ന് പറയുന്നത് 0 ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കേരള എന്തെങ്കിലും ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഇത് വളരെ ഫെമിലിയർ ആവുന്ന ഒരു ചോദ്യമാണ്. അതായത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ സമ്മേഷൻ i = 1 to 5 xi - 10 = 5 ആൻഡ് സമ്മേഷൻ i = 1 to 5 xi - 10 the whole square = 25. Then standard deviation of the observations is xi - 10 5 എന്നും xi - 10 എന്ന് പറയുന്നത് 10 the whole square എന്ന് പറയുന്നത് 25 കിട്ടും. നമുക്ക് കിട്ടിയിരിക്കുന്നത് x1 x2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x1 x2 എക്സെട്ര x5ൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ xi square divided by n minus x bar the whole square under the root ആണ്. That will be same as sigma xi minus 10 the whole square divided by n minus ഇത് sigma xi minus 10 divided by n the whole square under the root. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ചേഞ്ച് ഓഫ് ഒറിജിൻ. എല്ലാത്തിനും ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്താലും സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. സോ ദാറ്റ് ഈസ് അണ്ടർ ദ റൂട്ട് ഓഫ് സിഗ്മ xi സ്ക്വയർ മൈനസ് 10 എന്ന് പറയുന്നത് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. 25 ഡിവൈഡഡ് ബൈ 5 മൈനസ് 5 അല്ലടാ പിള്ളേരെ, സിഗ്മ x 5 ആണ്. 5 ഡിവൈഡഡ് ബൈ 5 1 ആണ്. 25/5 5 മൈനസ് 1 4 2 ആണ് കിട്ടുന്നത്. നമുക്ക് 7 ആഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ചേഞ്ച് ഒന്നും വരില്ല. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ചേഞ്ച് അതിനകത്ത് വരും. 2 × 2 എന്ന് പറയുന്ന ആൻസർ 4 കിട്ടും. 4 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് 7 ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല. പക്ഷേ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിപ്പെൻഡ് ഓൺ ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കാര്യം മനസ്സിലാവും. നമ്മുടെ എന്തെന്നാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 7ൻ്റെ എഫക്റ്റ് ഇതിനകത്ത് വരുന്നില്ല എന്ന് ഞാൻ ഇതിനൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞു പോയ പോലെ അല്ലേ, സെൻസ് ഔട്ട് ആയി പോകുന്നത്. ഞാൻ അടുത്ത ക്വസ്റ്റിനെ കുറിച്ചൊക്കെ ആലോചിച്ച് പോകുന്നതായിരിക്കും. ആൻസർ 4 ആണ് പറഞ്ഞിരിക്കുന്നത്. 89 അല്ലടാ പിള്ളേരെ, 89ൻ്റെ ആൻസർ 4 ആണെന്ന് നോക്കിയോടെ. എനിക്കിത് കിട്ടിയതാണല്ലോ, അപ്പോൾ ഞാൻ നോക്കണല്ലോ. 89 4 അതിനറിയാം. ഇതിനകത്ത് ഇവിടെ ചെയ്ത് കാണിക്കുന്നതിൻ്റെ ആൻസർ അത് തന്നെയാണെന്ന് കൺഫേം ചെയ്യണല്ലോ. ലാസ്റ്റ് NCERT എവിടെ കിടക്കുന്നത് അറിയോ? ഈ സെയിം ചോദ്യം കിടക്കുന്നില്ല, പക്ഷേ ഇതുപോലത്തെ ചോദ്യം കിടക്കുന്നുണ്ട്. 13π/4 നമ്മൾ എന്ത് ചെയ്യും? ഇത് സൈൻ 13π/14 π മൈനസ് π/14 ഇത് π മൈനസ് 3π/14 ഇത് π മൈനസ് 5π/14. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ ഈ ആൻസർ ഏതാ കിട്ടുന്നത്? 1/64. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് സിംപ്ലിഫിക്കേഷൻ കംപ്ലീറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ റിസൾട്ട്സ് ഇത് എഴുതിയതിന് ശേഷം സ്പെഷ്യൽ റിസൾട്ട് കോസിലേക്ക് ആക്കിയതിന് ശേഷം നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ സ്പെഷ്യൽ റിസൾട്ട്സ് അപ്ലൈ ചെയ്താൽ മതി. 1/64 എന്ന്, പക്ഷേ അത് നമുക്ക് ആൻസറിൽ കൊടുക്കാൻ പറ്റില്ല. 128 എഴുതിയതുകൊണ്ട് കുഴപ്പമില്ല. × 2 ചെയ്താൽ മതി. സോ 128 × 2 അല്ലേടാ പിള്ളേരെ. സോ 64 × 2 ആണ് 128. അപ്പോൾ നമുക്ക് 2 എന്ന് പറഞ്ഞ് ആൻസർ കിട്ടും. 90യുടെ ആൻസർ 2 ആണ്. ആ സിമ്പിൾ ചോദ്യമായിരുന്നു. ഈ ഒരു സ്റ്റൈലിലുള്ള ചോദ്യ പേപ്പറുകൾ നമുക്ക് ഇത്തവണ JEE മെയിൻസിനെ പ്രതീക്ഷിച്ചാൽ മതി. കാരണം മെജോറിറ്റി ചോദ്യങ്ങളും ഇങ്ങനത്തെ ഒരു കൺസെപ്ഷ്യൽ ചോദ്യങ്ങളാണ് കൂടുതലും, വലിയ ട്വിസ്റ്റ് ഒന്നും ഇല്ലാത്ത. അപ്പോൾ ഈ ചോദ്യ പേപ്പർ ഒന്നുകൂടെ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ചോദ്യ പേപ്പർ നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കറക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കണം. സോ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഈസ് വൈൻഡിങ് അപ്പ്. താങ്ക് യു. ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ട് പരിചയമുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതൊന്ന് വെക്ടർ ഫോമിൽ എഴുതണമെന്നേ ഉള്ളൂ. എ ബോഡി ഓഫ് മാസ് m അറ്റ് റസ്റ്റ് എക്സ്പ്ലോഡ്സ് ഇൻ ടു പീസസ് ഇൻ ദ റേഷ്യോ ഓഫ് മാസസ് 2:2:1. Two bigger pieces fly off perpendicular to each other with a velocity 30 and 40 meter per second. The velocity of third piece എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുണ്ട്? ഒരു ബിഗർ മാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ബോംബാന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ അവൻ്റെ മാസം എന്ന് പറയുന്നത് എത്രയാണ്? അവൻ്റെ മാസം എന്ന് പറയുന്നത് m ആണ്. അവൻ എന്ത് ചെയ്തു? അവൻ 3 പീസസ് ആയിട്ട് എക്സ്പ്ലോഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ റേഷ്യോ എന്ന് പറയുന്നത് 2:2:1 ആണ്. അതായത് ഇവൻ്റെ മാസം നമ്മൾ സ്മാൾ എം എന്നെടുത്താൽ ഇവൻ്റെ മാസം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? സ്മാൾ 2m ആയിരിക്കും. ഒപ്പം ഇവൻ്റെ മാസം എത്ര തന്നെ ആയിരിക്കും? സ്മാൾ 2m ആയിരിക്കും. എന്നാലേ മാസസിൻ്റെ റേഷ്യോ 2:2:1 വരത്തും. ദ ടു ബിഗ്ഗസ്റ്റ്
bigger pieces fly off perpendicular with velocity 30 and 40 meter per second. അപ്പോൾ അതിൽ ബിഗർ പീസ് എന്ന് പറയുന്ന 2m ആണല്ലോ. ബിഗർ പീസ് എന്ന് പറയുന്ന 2m മാസുള്ളതാണ്. അവന്മാർ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നീങ്ങുന്നത്. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നു ഒരാൾ ഇങ്ങോട്ട് നീങ്ങുന്നു, ഒരാൾ ഇങ്ങോട്ട് നീങ്ങുന്നു. അതിലൊരാൾ 30 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് നീങ്ങുന്നത്. അതിലൊരാൾ 30 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് നീങ്ങുന്നത്. ഓക്കെ. അതിൽ മറ്റേയാളെന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് നീങ്ങുന്നത്. മക്കളെ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ തേർഡ് പീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ തേർഡ് പീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇനിഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം ആയിരിക്കും. കാര്യം ഇവിടെ എക്സ്പ്ലോഷന് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇനിഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം ആയിരിക്കും. ഇനിഷ്യലി ബോംബ് റസ്റ്റിലായതുകൊണ്ട് ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആണ്. ഫൈനൽ മൊമെൻറ്റം എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം, പലതും പല ഡയറക്ഷനിലായതുകൊണ്ട് എന്താ വെക്ടർ ഫോമിൽ എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ മാസ് എന്ന് പറയുന്ന 2m ആണ്. ദെൻ വെലോസിറ്റി എന്ന് പറയുന്നത് 30 ആണ് അല്ലേ. അപ്പം അവൻ്റെ മൊമെൻറ്റോ എന്ന് പറയുന്നത് 2m × 30 j ക്യാപ്പ് എന്ന് കിട്ടും. 2m × 30 j ക്യാപ്പ്. അടുത്ത എന്താണ്? മാസ് എന്ന് പറയുന്നത് 2m ആണ്. അവൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 40 ആണ്. സോ ദാറ്റ് ഈസ് എലോങ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ 2m × 40 i ക്യാപ്പ് എന്ന് കിട്ടും. ദെൻ ഇവൻ്റെ മാസ് m ആണ്. അവൻ്റെ വെലോസിറ്റി നമുക്ക് അറിയത്തില്ല. അവൻ്റെ വെലോസിറ്റി നമുക്ക് വല്ല v വെക്ടർ എന്ന് എടുക്കാം. അപ്പോൾ എല്ലാത്തിൽ നിന്നും ആര് ക്യാൻസൽ ആയി പോകും? m ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണെന്ന് കിട്ടും? ഇത് ലെഫ്റ്റിലോട്ട് വന്നാൽ -60 j ക്യാപ്പ് -80 i ക്യാപ്പ് എന്ന് കിട്ടും. -60 j ക്യാപ്പ് -80 i ക്യാപ്പ് ഈസ് ഈക്വൽ ടു v വെക്ടർ എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് v ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് നോക്കിയാൽ മതി. മാഗ്നിറ്റ്യൂഡ് എടുത്ത് നോക്കിയാൽ ആൻസർ എത്രയാണെന്ന് കിട്ടും? 100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എടുത്ത് നോക്കിയാൽ 100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എ സോളിഡ് സ്ഫിയർ ഓഫ് മാസ് 1 kg ആൻഡ് റേഡിയസ് ആർ റോളിംഗ് വിത്ത് ആംഗുലർ സ്പീഡ് ഒമേഗ ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൂവ്മെൻറ്റ് ഓഫ് ദ സോളിഡ് സ്പിയർ എബൌട്ട് ഒറിജിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ അപ്പോൾ ഇതൊരു സോളിഡ് സ്പിയർ ആണ് അല്ലേ. അപ്പോൾ സോളിഡ് സ്പിയർ ആണ്. അപ്പോൾ അവന് ലീനിയർ മോഷനും ഉണ്ട്, റൊട്ടേഷണൽ മോഷനും ഉണ്ട്. അപ്പോൾ അവൻ്റെ ലീനിയർ വെലോസിറ്റി ഞാൻ v എന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എന്താണ് ആക്സി എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഇതാണ് ആക്സി എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തായിരിക്കും? r ആയിരിക്കും. എക്സ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് r ആയിരിക്കും. അപ്പോൾ ലീനിയർ മോഷൻ കാരണമുള്ള ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് എത്രയാണ്? mv × r ആണ്. mv × r സ്ഥാനത്ത് r പെർപെൻഡിക്കുലർ ആണ്. r പെർപെൻഡിക്കുലറിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ R വരും. ഇനി അവന് റൊട്ടേഷണൽ മോഷൻ ഉണ്ട്. എബൌട്ട് ഇറ്റ്സ് ആക്സിസ് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് നമുക്ക് i ω എന്ന് എടുക്കാം. ഓക്കെ. അപ്പോൾ എബൌട്ട് ഒറിജിനിലെ ആംഗുലർ മൊമെൻറ്റം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവ എന്ത് ചെയ്യുന്നുണ്ട്? ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗുലർ മൊമെൻറ്റം mv r പെർപെൻഡിക്കുലർ ആണ്. വേർ r പെർപെൻഡിക്കുലർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R ആണ്. ഇനി പറയൂ, അവൻ എബൌട്ട് ഇറ്റ്സ് ആക്സിസ് റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഈക്വൽ ടു i ω ആണ്. പ്യുവർ റോളിംഗ് ആയതുകൊണ്ട് തന്നെ വിക്ക് എന്ത് കൊടുക്കാം? പ്യുവർ റോളിംഗ് ആയതുകൊണ്ട് തന്നെ വിക്ക് r ω എന്ന് കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പ്യുവർ റോളിംഗ് ആയതുകൊണ്ട് തന്നെ വിക്ക് എന്ത് കൊടുക്കാം മക്കളെ? വി ക്യാൻ ബി റിട്ടൺ ആസ് r ω. ദെൻ വാട്ട് ഈസ് i? i എന്ന് പറഞ്ഞാൽ സോളിഡ് സ്ഫിയർ അല്ലേ. സോളിഡ് സ്ഫിയർ ആണ്. സോളിഡ് സ്ഫിയറിൻ്റെ i എന്ന് പറഞ്ഞാൽ 2/5 mr² ആണ്. അപ്പോൾ സോളിഡ് സ്ഫിയറിൻ്റെ i എന്ന് പറയുന്നത് 2/5 mr² ആണ്. പിന്നെ ആരും കൂടെ വരും? ഒരു ഒമേഗയും കൂടെ വരും. ഓക്കെ. അപ്പോൾ mr² ഒമേഗ കോമൺ എടുത്താൽ ആൻസർ 7/5 mr² ഒമേഗ എന്ന് വരും. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ 7/5 mr² ഒമേഗ എന്ന് വരും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആൻസർ 7/5 r² ഒമേഗ എന്ന് വരും. അപ്പോൾ അവർ എ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ. അപ്പോൾ എയുടെ വാല്യൂ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ സിലിണ്ടർ ഓഫ് ഫിക്സ്ഡ് കപ്പാസിറ്റി ഓഫ് 44.8 ലിറ്റർ കണ്ടെയ്ൻസ് ഹീലിയം ഗ്യാസ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് നീഡഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഇൻ ദ സിലിണ്ടർ വിൽ ബി 40 ഡിഗ്രി സെൽഷ്യസ്. മക്കളെ ഇത് 44.8 ലിറ്റർ ആണ്. അപ്പോൾ ഒരു മോൾ കണ്ടെയ്ൻസ് 22.4 ലിറ്റർ ആണ് അറ്റ് STP. അപ്പോൾ 44.8 ലിറ്ററിൽ എത്ര മോൾസ് ഉണ്ടായിരിക്കും മക്കളെ? 2 മോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ 44.8 ലിറ്ററിൽ എത്ര മോൾസ് ഉണ്ടായിരിക്കും? 2 മോൾസ് ഉണ്ടായിരിക്കും അല്ലേ. അറ്റ് STP 1 മോൾ 22.4 ലിറ്റർ ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പോൾ 44.8 ലിറ്ററിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? സിലിണ്ടർ ഓഫ് ഫിക്സ്ഡ് കപ്പാസിറ്റി ആണ്. അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ പ്രോസസ്സ് ചെയ്തെന്ന് നോക്കുവാണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. കാര്യം വോളിയം കൂടാനും പറ്റത്തില്ല, കുറയാനും പറ്റത്തില്ല. ഹീറ്റ് ചെയ്യുമ്പോൾ വോളിയം കൂടാനും പറ്റത്തില്ല, കുറയാനും പറ്റത്തില്ല. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്താ മക്കളെ? കോൺസ്റ്റന്റ് ആണ്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്കറിയാം NC ∆T
എന്താണ് ഫോർമുല അല്ലേ? ഫോർമുല എന്ന് പറയുന്നത് എന്താ മക്കളെ? എൻ സി ഡെൽറ്റ ടി ആണ്. ക്യൂവിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എൻ ഇൻറ്റു സി ഇൻറ്റു ഡെൽറ്റ ടി. സി ഇസ് ദ മോളാർ ഹീറ്റ് കപ്പാസിറ്റി. കോൺസ്റ്റന്റ് വോളിയം ആയതുകൊണ്ട് സിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? സി വി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സി വി എത്രയാണെന്ന് കിട്ടും മക്കളെ? സി വിക്ക് നിങ്ങളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. സി വിക്ക് F/2R എന്ന് പറയുന്ന ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. വേർ എഫ് ഈസ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഹീലിയം ഗ്യാസ് ആണ്. ഹീലിയം ഗ്യാസ് ആകുമ്പം ഗ്യാസ് ഏതാണ് മക്കളെ? മോണോ അറ്റോമിക് ആണ്. മോണോ അറ്റോമിക് ആകുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ അതെന്തെന്ന് കിട്ടും? 3/2 ഇൻറ്റു R എന്ന് പറയുന്നത് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിച്ചു. സി വിക്ക് എന്ത് കൊടുത്താൽ മതി മക്കളെ? 3/2 ഇൻറ്റു R എന്ന് കൊടുത്താൽ മതി. ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെന്റ്. One is labeled as assertion and other is labeled as reason. Photoelectric effect does not take place if energy of incident photon is less than work function. നടക്കത്തില്ലല്ലോ, ശരിയാണ്. എനർജി ഓഫ് ഫോട്ടോൺ ഗ്രേറ്റർ ദാൻ വർക്ക് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കത്തുള്ളൂ അല്ലേ? അപ്പോൾ എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വർക്ക് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ മക്കളെ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കത്തുള്ളൂ. അപ്പോൾ എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വർക്ക് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കത്തുള്ളൂ. കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഈസ് 0 ഇഫ് എനർജി ഓഫ്, അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അസർഷൻ ശരിയാണ്. അടുത്ത കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഈസ് 0 ഇഫ് എനർജി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ. അതും ശരിയാണ്. കാര്യം എന്താ? കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് H⁻⁻5 എന്നാണ്. അപ്പോൾ H⁻ ആണ് എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ഓഫ് ഫോട്ടോണും വർക്ക് ഫംഗ്ഷനും ഈക്വൽ ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്ത് കിട്ടും മക്കളെ? 0 കിട്ടും. പക്ഷേ ഇതാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അസർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസർഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആൻസർ എന്തെടുക്കേണ്ടി വരും? ആൻസർ ഓപ്ഷൻ 2 എടുക്കേണ്ടി വരും. മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 500 gram ഈസ് മൂവിങ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് വെലോസിറ്റി b is equal to x⁵5/2 എന്നുണ്ട്. ഇത് ഇവിടെ പ്രിന്റിങ് വന്നിട്ടില്ല. ഇവിടെ ഒരു x⁵5/2 എന്ന് പറയുന്ന സാധനമുണ്ട്. A particle of mass of 500 gram is moving in a straight line with a velocity v is equal to b into x⁵5/2. The work done by the net force during its displacement from x equal to 0 to x equal to 4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? x equal to 4 to x equal to 0 to x equal to 4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറയോക്കളെ, അപ്പോൾ എന്താണ് വർക്ക് ഡണ്ടെ ഫോർമുല എന്ന് പറഞ്ഞാൽ? നമുക്ക് എല്ലാവർക്കും അറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണോ? വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയാം. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയാം. സോ വാട്ട് ഈസ് എ ഫോർമുല ഫോർ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എന്താണ്? v² എന്നാണ്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഹാഫ് ഇൻറ്റു എം ഇൻറ്റു v² എന്നാണ്. സോ നമുക്ക് ആദ്യം ഫൈനൽ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പോട്ട് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി എത്ര മക്കളെ? വി എന്ന് പറഞ്ഞാൽ bx⁵5/2 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ b² അല്ലേ? b² x⁵ എന്തെന്ന് വരും? b² x⁵5 എന്ന് വരും. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ b² x⁵5 എന്ന് വരും അല്ലേ? ഒന്നുകൂടെ അത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്താൽ വിച്ച് മീൻസ് ദാറ്റ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പറ ഹാഫ് ഇൻറ്റു മാസ് ഓഫ് ദ ബോഡി എത്ര? മാസ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ 500 gram ആണ്. 500 gram എന്ന് പറഞ്ഞാൽ ഹാഫ് കിലോഗ്രാം ആണ്. 500 gram എന്ന് പറഞ്ഞാൽ ഹാഫ് കിലോഗ്രാം ആണ്. ഇനി പറയോക്കളെ, ബി എത്രയാണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ബീൻ്റെ വാല്യൂ 0.5 ആണ്. അപ്പോൾ b 1/2 ആണ്. അപ്പോൾ b² ആകുമ്പോൾ അവിടെ എന്ത് വരും? 1/4 വരും ആണോ? ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? ഇൻറ്റു x⁵5 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈനൽ പൊസിഷനിൽ എക്സ് എന്ന് പറയുന്ന 4 ആണ്. അപ്പോൾ ഇതെത്ര വരും മക്കളെ? 1/16 എന്ന് വരും ആണോ? അപ്പോൾ ഇതെത്ര വരും എന്ന് വെച്ചാൽ 1/16 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ 4 ആണ്. ഫൈനൽ സിറ്റുവേഷനിൽ എക്സിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 4/5 എന്ന് വരും. അപ്പോൾ ഇത് 4³ എന്ന് പറയുന്നത് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 64 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 64 എന്ന് പറയുന്നത് കിട്ടും. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഇനിഷ്യൽ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 1/16 ഇൻറ്റു ഇനിഷ്യലി എക്സിൻ്റെ വാല്യൂ എത്ര മക്കളെ? 0 ആണ്. അപ്പോൾ 0/5 എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി എത്രയാണ്? ഫൈനൽ കൈനറ്റിക് എനർജി 64 ആണ്. ഇനിഷ്യൽ കൈനറ്റിക് എനർജി എത്രയാണ്? ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ എത്രയാണെന്ന് കിട്ടും മക്കളെ? വർക്ക് ഡൺ എന്ന് പറയുന്നത് 64 ജൂൾ എന്ന് പറയുന്നത് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. എ ബ്ലോക്ക് ഓഫ് മെറ്റൽ വെയിങ് 2 kg റസ്റ്റ് ഓൺ എ ഫ്രിക്ഷൻലെസ് പ്ലെയിൻ. ഇറ്റ് ഈസ് സ്ട്രക്ക് ബൈ എ ജെറ്റ് റിലീസിംഗ് വാട്ടർ at the rate 2 kg per second and at a speed 10 meter per second. The initial acceleration of the block.
പറയല്ലേ? അപ്പോൾ ഈ ജെറ്റിൽ നിന്ന് കിട്ടുന്ന ഫോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ജെറ്റിൽ നിന്ന് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് V/dm/dt ആണ് അല്ലേ? അപ്പോൾ ജെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് V/dm/dt. അപ്പോൾ അതിൻ്റെ പ്രൂഫൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ലോസ് ഓഫ് മോഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ജെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് V/dm/dt ആണ്. അപ്പോൾ V എന്ന് പറയുന്നത് എത്ര മക്കളെ? V എന്ന് പറയുന്നത് 10 ആണ്. ആ വാട്ടർ ജെറ്റ് പുറത്തേക്ക് വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 10 ആണ്. അവൻ്റെ റേറ്റ്, മാസ് പുറത്ത് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 2 kg/s ആണ്. അങ്ങനെയാണെങ്കിൽ ആ വാട്ടർ ജെറ്റ് ആ ബ്ലോക്കിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 20 N ആണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ആക്സലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഏത് സർഫസാണ്? ഫ്രിക്ഷൻലെസ് പ്ലെയിനാണ്. അപ്പോൾ ഫ്രിക്ഷൻലെസ് പ്ലെയിൻ ആണെങ്കിൽ ഈ ഫോഴ്സ് അവന് ഡയറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫോഴ്സ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം മക്കളെ? മാസ് ഇൻറ്റു ആക്സലേഷൻ എന്ന് എഴുതാം. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഫോഴ്സ് എന്ന് പറയുന്നത് 20 ആണ്. മാസ് എന്ന് പറയുന്നത് എത്രയാണ്? മാസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ആക്സലേഷൻ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആക്സലേഷൻ ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്നത് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 വെക്ടേഴ്സ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ ഹാവ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് അല്ലേ? അപ്പോൾ എ വെക്ടറിനെയും ബി വെക്ടറിനെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് എ വെക്ടർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി വെക്ടർ ആണോ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 4 times മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി. ഓക്കെ, അതായത് എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് 4 times മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ മൈനസ് ബി വെക്ടർ ആണ്. ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി നമുക്ക് എല്ലാവർക്കും അറിയാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് √(a² + b² + 2ab cos θ ആണോ? അതേ കണക്കാ 4 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് √(a² + b² -2ab cos θ -2ab cos θ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും അങ്ങ് എന്ത് ചെയ്യുന്നു മക്കളെ? രണ്ട് സൈഡും അങ്ങ് സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്താൽ a² + b² + 2ab cos θ എന്ന് വരും. a² + b² + 2ab cos θ എന്ന് വരും. അപ്പോൾ 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ 16 × a² + 16 × എന്തെന്ന് വരും? b² -16 × 2 എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ 32ab cos θ എന്ന് വരും. അപ്പോൾ 32ab cos θ എന്ന് വരും. ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട് എയുടെ മാഗ്നിറ്റ്യൂഡും ബിയുടെ മാഗ്നിറ്റ്യൂഡും എന്താ മക്കളെ? സെയിം ആണ്. അപ്പോൾ ഇതെന്ത് വരും മക്കളെ? 2a² വരും ആണോ? പ്ലസ് ഇതും എത്ര വരും? 2a² cos θ എന്ന് വരും. കാര്യം a = b ആണ്. മോഡുലസ് ഓഫ് a = മോഡുലസ് ഓഫ് b ആണ്. അപ്പോൾ ഇതെത്ര വരും? ഇത് 32a² എന്ന് വരും. ഇത് 32a² - 32a² cos θ എന്ന് വരും. അപ്പോൾ എല്ലാത്തിൽ നിന്നും ആര് ക്യാൻസൽ ആയി പോവും? എല്ലാത്തിൽ നിന്നും a² ക്യാൻസൽ ആയി പോവും. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 2 cos θ + 32 cos θ എന്ന് പറഞ്ഞാൽ 34 cos θ ആണ്. അപ്പോൾ 34 cos θ ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? 30 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ cos θ എന്ന് പറയുന്ന 15/17 എന്ന് കിട്ടും. അപ്പോൾ cos θ എന്ന് പറയുന്നത് 15/17 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ θ എന്ന് പറഞ്ഞാൽ cos ഇൻവേഴ്സ് 15/17 എന്ന് കിട്ടും. അപ്പോൾ θ എന്ന് പറഞ്ഞാൽ cos ഇൻവേഴ്സ് 15/17 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എന്തായിരിക്കും? ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആയിരിക്കും. അടുത്ത എ ട്രക്ക് ആൻഡ് കാർ മൂവിംഗ് വിത്ത് സെയിം കൈനറ്റിക് എനർജി ആർ ബ്രോട്ട് ടു റസ്റ്റ് ബൈ അപ്ലൈയിങ് ബ്രേക്സ് വിച്ച് പ്രൊവൈഡ് ഈക്വൽ റിട്ടാർഡിംഗ് ഫോഴ്സ് ബോത്ത് കം ടു റസ്റ്റ് ഇൻ ഈക്വൽ ഡിസ്റ്റൻസ്. A truck and car moving with the same kinetic energy are brought to rest by applying brakes which provide equal retarding forces. Both come to rest in equal distance. Both come to rest in equal distance. പറയട്ടെ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് u²/2a. So that's equal to u²/2 ഇൻറ്റു ആക്സലേഷൻ ഫോഴ്സ് ബൈ മാസ് എന്ന് എഴുതാം. അപ്പോൾ മാസ് അങ്ങ് മുകളിച്ചല്ല അല്ലേ മക്കളെ? ആക്സലറേഷന് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് എന്ന് എഴുതാം. അപ്പോൾ മാസ് അങ്ങ് മുകളിച്ചല്ല. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇത് ½ × m × u² ഡിവൈഡഡ് ബൈ f എന്ന് വരത്തില്ലേടാ പിള്ളേരെ? ½ × m × u² ഡിവൈഡഡ് ബൈ f എന്ന് വരും. അപ്പോൾ ½ × m × u² ആണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ f എന്ന് പറയുന്ന റിട്ടാർഡിംഗ് ഫോഴ്സാണ്. അപ്പോൾ രണ്ടുപേരുടെ എന്ത് സെയിം ആണ്? രണ്ടുപേരുടെയും കൈനറ്റിക് എനർജി സെയിം ആണ്. പിന്നെ എന്ത് സെയിം ആണ്? ഈക്വൽ റിട്ടാർഡിംഗ് ഫോഴ്സുമാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഡെഫിനറ്റ്ലി എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ടുപേരുടെയും കൈനറ്റിക് എനർജി സെയിം ആണ്. രണ്ടുപേരിലും ഈക്വൽ റിട്ടാർഡിംഗ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം രണ്ടുപേരുടെയും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ത് തന്നെ ആയിരിക്കും? രണ്ടുപേരുടെയും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും.
അടുത്തേ എ കാർ മൂവിങ് ടുവാർഡ്സ് ഈസ്റ്റ് ടേക്സ് എ ടേൺ മൂവ് ടുവാർഡ്സ് നോർത്ത് സ്പീഡ് റിമൈൻസ് അൺചേഞ്ച്ഡ് ആക്സിലേഷൻ ഓഫ് ദ കാർ ഈസ് 0 എന്ന് പറയുന്ന തെറ്റല്ലേ? കാര്യം എന്താ? ഡയറക്ഷൻ മാറുന്നുണ്ട്, അപ്പോൾ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്, അപ്പോൾ ആക്സിലേഷൻ ഉണ്ട്. ആക്സിലേഷൻ ഓഫ് ദ കാർ 0 എന്ന് പറയുന്ന തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോൾസ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. കാര്യം എന്താണ്? എ കാർ മൂവിങ് ടുവാർഡ്സ് ഈസ്റ്റ് ടേക്സ് എ ടേൺ ആൻഡ് മൂവ് ടുവാർഡ്സ് നോർത്ത്. അപ്പോൾ കാറിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്, ഡയറക്ഷൻ മാറിയ വെലോസിറ്റി മാറുന്നുണ്ട്, വെലോസിറ്റി മാറിയാൽ ഡെഫിനറ്റ്ലി ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ ആക്സിലേഷൻ 0 എന്ന് പറയുന്ന തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ മക്കളെ? സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് സ്പീഡ് ആൻഡ് എനർജി റിമൈൻസ് സെയിം ഫോർ എ മൂവിങ് ചാർജ്ഡ് പാർട്ടിക്കിൾ. അതെ, കാര്യം അത് ചെയ്യുന്ന വർക്ക് 0 ആണ് അല്ലേ? മാഗ്നറ്റിക് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് 0 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0 ആണ്. അപ്പോൾ സ്പീഡ് ചേഞ്ച് ചെയ്യത്തില്ല, കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ സ്പീഡും എനർജി റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ അസർഷൻ എന്ന് പറയുന്നത് ശരിയാണ്. മൂവിങ് ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് എ മാഗ്നറ്റിക് ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ. അത് തന്നെയാണ് റീസൺ. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അവന് വർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ പ്രൊവൈഡ് ചെയ്യുന്ന പവർ 0 ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0 ആണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എന്താ മക്കളെ? അപ്പോൾ എക്സ്പ്ലനേഷനും ആണ് അല്ലേ? അസർഷനും റീസണും കറക്റ്റ് ആണ്. ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. മക്കളെ, നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഈസ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് ബ്രിഡ്ജസ്. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ആൻഡ് ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ് ഈസ് ഹൈ. ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ് അല്ലേ? അപ്പോൾ ആൻസർ എന്ത് വരും മക്കളെ? ആൻസർ ഓപ്ഷൻ 4 വരും. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് RMS വെലോസിറ്റി ഓഫ് എ ഗ്യാസ് ട്രിപ്പിൾ ഇറ്റ്സ് വാല്യൂ അറ്റ് STP. കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് ട്രിപ്പിൾ അറ്റ് ഇറ്റ്സ് വാല്യൂ അറ്റ് STP. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, VRMS എന്ന് പറയുന്നത് √3RT/m ആണ്, അല്ലെങ്കിൽ VRMS പ്രൊപ്പോർഷണൽ ടു √T എന്ന് പറയാം. മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും VRMS1/VRMS2 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും VRMS1/VRMS2 എന്ന് പറയാം അല്ലേ? അപ്പോൾ VRMS1/VRMS2 എന്ന് പറയാം. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് പറയാം മക്കളെ? √T1/T2 എന്ന് പറയാം. അപ്പോൾ ഇനിഷ്യലി VRMS V എന്ന് എടുക്കാം. അടുത്ത സമയത്ത് എത്ര? 3V ആയി അല്ലേ? അപ്പോൾ √T/T1/T2, T1 ഇട്ട് കൊടുക്കുക, T2 കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? കാര്യം എന്താ? RMS വെലോസിറ്റി എത്ര ആയി എന്ന് പറഞ്ഞിട്ടില്ലേ? ട്രിപ്പിൾ ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനിഷ്യലി RMS വെലോസിറ്റി നമ്മൾ V എന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ STPയിൽ RMS വെലോസിറ്റി V എന്ന് എടുക്കുന്നു അല്ലേ? ഇനി RMS വെലോസിറ്റി ട്രിപ്പിൾ ആയി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ എത്ര ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3V ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിയും എന്ത് ചെയ്യും മക്കളെ? ക്യാൻസൽ ആയി പോകും. ആണോ? അപ്പോൾ വിയും നോക്കുവാണെങ്കിൽ വിയും എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്ത് പറ്റും? T1/T2 കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ T1/T2 = 1/9 എന്ന് കിട്ടും. അപ്പോൾ T2 = എത്ര എന്ന് കിട്ടും മക്കളെ? 9T1 എന്ന് കിട്ടും. അപ്പോൾ 273 Kelvin T1 അല്ലേ? ഇട്ട് കൊടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ഫ്രിക്ഷൻലെസ് ടണൽ ഈസ് ഡഗ് അലോങ് എ കോഡ് ഓഫ് എർത്ത് അറ്റ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് r/2 ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. An object is released from one end of the tunnel. The correct graph showing the variation of acceleration of particle with its distance r from the center of the tunnel. A frictionless tunnel is dug along a chord of earth at a perpendicular distance r/2 from the center of the earth. An object is released from one end of the tunnel. The correct graph showing the variation of acceleration of particle with the distance r from the center of the tunnel എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആരെന്ന് പറയുന്നത് മക്കളെ? ഇതാണ് നമ്മുടെ എർത്ത് എന്ന് പറയും. അപ്പോൾ എർത്തിൻ്റെ ഒരു കോഡ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ കോഡിൽ കൂടെ അവരൊരു ടണൽ ഡഗ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ടണൽ എർത്തിൻ്റെ സെൻട്രലിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ് മക്കളെ? ആ ടണൽ നോക്കുവാണെങ്കിൽ ആ ടണൽ എന്ന് പറയുന്നത് എർത്തിൻ്റെ സെൻട്രലിൽ നിന്ന് r/2 ഡിസ്റ്റൻസ് അകലെയാണ്. ആ ടണൽ നോക്കുവാണെങ്കിൽ ആ ടണൽ എർത്തിൻ്റെ സെൻട്രലിൽ നിന്ന് r/2 ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ ഇവിടെ ഒരുത്തം നിൽക്കുന്നതെന്ന് വെച്ച് കൊടുക്കുക. സെൻട്രയിൽ നിന്ന് അവനിലേക്കുള്ള ദൂരമാണ് ആരെന്ന് പറയുന്നത്? സെൻട്രലിൽ നിന്ന് അവനിലേക്കുള്ള ദൂരമാണ് സ്മോൾ ആർ എന്ന് പറയുന്നത്. സെൻട്രലിൽ നിന്ന് അവനിലേക്കുള്ള ദൂരമാണ് ആരെന്ന് പറയുന്നത്? സ്മോൾ ആർ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രയിൽ നിന്ന് അവനിലേക്കുള്ള ദൂരമാണ് സ്മോൾ ആർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ പറഞ്ഞേ പിള്ളേരെ. അവിടുത്തെ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് GMR/R³ എന്നാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ GMR/R³ എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ സ്മോളം മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ സ്മോളം മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്
GM/r/r³ എന്നാണ്. അവൻ്റെ മാസം അവിടെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അവൻ്റെ മാസം അവിടെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ് മക്കളെ? ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ടുവാർഡ്സ് ദ സെൻറ്റർ ആയിരിക്കും. എർത്ത് അവൻ്റെ സെൻറ്ററിലേക്ക് ഇവൻ അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫോഴ്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ടുവാർഡ്സ് ദ സെൻറ്ററാണ് കേട്ടോ. അപ്പോൾ ഈ ഫോഴ്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ടുവാർഡ്സ് ദ സെൻറ്ററാണ്. ഇനി അവന് ആക്സലേഷൻ കൊടുക്കുന്ന ഫോഴ്സ് ആരെന്ന് ചോദിച്ചാൽ അവൻ ആക്സലേഷൻ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്. സോ ദാറ്റ് ആംഗിൾ ക്യാൻ ബി ടേക്കൺ ആസ് തീറ്റ. അപ്പോൾ അവൻ ആക്സലേറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റയാണ്. അപ്പോൾ അവൻ ആക്സലേറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എം എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എം എന്ന് വരും. കാര്യം എന്താ? അവൻ ആക്സലേറ്റ് ചെയ്യുന്ന ആ ഗ്യാപ്പിൽ കൂടെ അവൻ ആക്സലേറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റയാണ്. അപ്പോൾ അവൻ്റെ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എം എന്ന് വരും. അപ്പോൾ എഫ് ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞാൽ GMR/r³ ആണ്. എഫ് ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞാൽ GMR/r³ ആണ് അല്ലേ. അപ്പോൾ എഫ് ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞാൽ GMR/r³ ആണ്. ഓക്കെ, ഇനി കോസ് തീറ്റയ്ക്ക് എന്ത് കൊടുക്കാം മക്കളെ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് r² ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും മക്കളെ? ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് കിട്ടും. അപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും മക്കളെ? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഈ രീതിക്കാണ് അത് പോകുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ മക്കളെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന സ്മോൾ ആർ എന്ന് പറയുന്നത് ടണലിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ദൂരമാണ് സ്മോൾ ആർ എന്ന് പറയും. അപ്പോൾ അവരുദ്ദേശിക്കുന്ന സ്മോൾ ആർ എന്ന് പറയുന്ന ടണലിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ദൂരമാണ് അവർ സ്മോൾ ആർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ദൂരം അല്ല സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നു എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ദൂരം എക്സ് ആണെന്ന് അസ്യൂം ചെയ്യും. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ദൂരം എക്സ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ GMR/r³ എന്ന് പറഞ്ഞാൽ GMX/r³ എന്ന് വരും. ആണോ? ഇവിടെ എന്ത് വരും മക്കളെ? GMX/r³ എന്ന് വരും. ഇനി അവൻ ആക്സലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ആരാ പിള്ളേരെ? അവൻ ആക്സലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റയാണ്. അപ്പോൾ അവൻ ആക്സലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എം ആയിരിക്കും. അവൻ്റെ ആക്സലേഷൻ എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എം ആയിരിക്കും. ആണോ? അപ്പോൾ എഫ് ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞാൽ GMX/r³ എന്ന് വരും. എഫ് ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞാൽ GMX/r³ എന്ന് വരും. ഇനി കോസീറ്റ ഉണ്ട്. കോസീറ്റ എന്ന് പറഞ്ഞാൽ മക്കളെ ഈ ദൂരമാണ് അവർ ആറായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ടണലിൻ്റെ സെൻറ്റർ മുതൽ ഇവിടം വരെയുള്ള ദൂരമാണ് അവരെന്തായിട്ട് എടുത്തിരിക്കുന്നത്? ആറായിട്ട് എടുക്കുന്നത്. അപ്പോൾ ടണലിൻ്റെ സെൻറ്റർ മുതൽ ഇവിടം വരെയുള്ള ദൂരമാണ് അവർ ആറായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോസീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആർ ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന ആരാ പിള്ളേരെ? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ആര് ക്യാൻസൽ ആയി പോകും? എക്സും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ GM/r³ × r എന്ന് വരും. അപ്പോൾ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ GM/r³ × r എന്ന് വരും. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയും ദ റേഷ്യോ ഓഫ് ഓർബിറ്റൽ ഡിസ്റ്റൻസ് ഓഫ് 2 planets d1/d2 = 2. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എക്സ്പീരിയൻസ്ഡ് ബൈ ദീസ് 2 planets? അപ്പോൾ എന്താ മക്കളെ? 2 പ്ലാനറ്റും സണ്ണിൽ നിന്ന് എത്ര ദൂരം അകലെയാണ്? d1 d2 ഡിസ്റ്റൻസ് അകലെയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് GM/ എന്താണ്? d1² ആണ്. അടുത്തടുത്ത ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് GM/d2² ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എടുത്താൽ നമുക്ക് I1 ഡിവൈഡഡ് ബൈ I2ൻ്റെ റേഷ്യോ എടുത്താൽ എത്ര കിട്ടും മക്കളെ? d2/d1² എന്ന് കിട്ടും. അപ്പോൾ I1ൻ്റെ I2ൻ്റെ റേഷ്യോ എടുത്താൽ GM ക്യാൻസൽ ആയി പോകും. അപ്പോൾ d2² അങ്ങ് മുകളിൽ പോകും. അപ്പോൾ എന്തെന്ന് കിട്ടും? d2/d1² എന്ന് കിട്ടും. അപ്പോൾ d2/d1² എന്ന് കിട്ടും. അപ്പോൾ d1/d2 2 ആണ്. അപ്പോൾ d2/d1² എന്ന് പറഞ്ഞാൽ 1/2² എന്ന് വരും. സോ ദ ആൻസർ വിൽ ബി വാട്ട്? ആൻസർ വിൽ ബി 1:4. അങ്ങനെയാണെങ്കിൽ അതിന് ആൻസർ 1:4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റീസ് ഇൻ ആൻ ഇൻ്റർഫറൻസ് പാറ്റേൺ ഈസ് 36:1. അപ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റിയുടെയും മിനിമം ഇൻറ്റൻസിറ്റിയുടെയും റേഷ്യോയുടെ കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ ഐമാക്സിൻ്റെയും ഐമിനിൻ്റെയും കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ ഐമാക്സിൻ്റെയും ഐമിനിൻ്റെയും റേഷ്യോ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് 36:1 എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ 2 ഇൻ്റർഫിയറിംഗ് വേവ്സ്?
വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ടു ഇൻ്റർഫിയറിംഗ് വേവ്സ്. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് എന്തെഴുതാം? ഐമാക്സിന് A1 + A2 ദ ഹോൾ സ്ക്വയർ എന്നും അല്ലേ ഐമിനിന് എന്തെന്ന് എഴുതാം മക്കളെ? A1 - A2 ദ ഹോൾ സ്ക്വയർ എന്നും എഴുതാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? സോ ദാറ്റ്സ് ഈക്വൽ ടു 36/1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ A1 + A2 ഡിവൈഡഡ് ബൈ A1 - A2 A1 + A2 ഡിവൈഡഡ് ബൈ A1 - A2 എന്ന് പറയുന്നത് 6:1 എന്ന് വരും. ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ A1 + A2 ഈസ് ഈക്വൽ ടു A1 + A2 ഈസ് ഈക്വൽ ടു 6A1 - 6A2 എന്ന് കിട്ടും. 6A1 - 6A2 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? 7A2 ഈസ് ഈക്വൽ ടു 5A1 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവർ A1:A2 ആയിരിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അല്ലേ? അപ്പോൾ A1:A2 എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? A1:A2 എന്ന് പറയുന്നത് 7:5 എന്ന് കിട്ടും. അടുത്ത ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്ത് പറ്റും? ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ഷൻ കൂടും അല്ലേ? സെമി കണ്ടക്ടറിൻ്റെ കേസാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടും മക്കളെ? ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ഷൻ കൂടും. അപ്പോൾ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്താ ചെയ്യുന്നത്? കുറയുക ചെയ്യുന്നത്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിൻ്റെ ഗ്രാഫാണ് എടുക്കേണ്ടത് കേട്ടോ. റോയും ടീം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവുന്ന ഗ്രാഫാണ് എടുക്കേണ്ടത്. അത് പക്ക ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അതൊരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ വന്നാലും നമുക്ക് ഇതിൽ നിന്ന് ഒരു ഗ്രാഫേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ലീനിയർലി അല്ല വേരി ചെയ്യുന്നത്, ലീനിയർലി ഡിക്രീസ് ചെയ്ത് വരുമല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാം, എന്നാലും അതൊരു എക്സ്പൊണൻഷ്യലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഡിക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റിയ ഏറ്റവും സ്യൂട്ടബിൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ലോജിക് ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ദ ഗിവൺ സർക്യൂട്ട്. മക്കളെ, അപ്പോൾ ഞാനിത് A0 ആണെന്ന് അസ്യൂം ചെയ്യുന്നു, B0 ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ A0 B0, അപ്പോൾ ഇതെന്ത് വരും? 0 1 ആകും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് അല്ലാതെ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഇത് A ആണെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ? ഇത് A ആണെങ്കിൽ ഇത് A കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഇത് B ആണെങ്കിൽ ഇതെന്താണ്? B കോംപ്ലിമെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെയും വന്നിരിക്കുന്നത് എന്താണ്? A കോംപ്ലിമെൻ്റ് ആണ്. ഇവിടെയും വന്നിരിക്കുന്നത് എന്താണ്? B കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നാൻഡ് ആണ്. അപ്പോൾ ആൻഡ് ആയിരുന്നെങ്കിൽ A കോംപ്ലിമെൻറ്റ് ഇൻറ്റു B കോംപ്ലിമെൻ്റ് എന്ന് വന്നാനേ ദ ഹോൾ കോംപ്ലിമെൻറ്റ് വരും. സോ ദാറ്റ് ഈസ് വൈ അല്ലേ? അപ്പോൾ ഇത് A കോംപ്ലിമെൻറ്റ് ഇൻറ്റു B കോംപ്ലിമെൻറ്റ് ആണോ? ദ ഹോൾ കോംപ്ലിമെൻറ്റ് വന്നേനെ. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇതിനെന്തെഴുതാം? A + B ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. അപ്പോൾ A + B ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ A + B എന്ന് വരും. അപ്പോൾ A + B എന്ന് പറഞ്ഞാൽ ആ ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഓറാണ് അല്ലേ? അപ്പോൾ A + B എന്ന് പറഞ്ഞാൽ ആ ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഓറാണ്. അടുത്ത ക്വസ്റ്റ്യൻ. A simple telescope consisting of an objective of focal length 30 cm and a single eye lens of focal length 5 cm focused on a distant object in a such a way that parallel rays emerges from the eye lens. എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐലൻസിൽ നിന്ന് പാരലൽ റേസ് വരണമെങ്കിൽ എന്താ മക്കളെ ഉദ്ദേശിക്കുന്നത്? ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. മറ്റേതാണ് ആരെന്ന് പറയുന്നത്? ഐ പീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരുന്നു മക്കളെ? ഇൻഫിനിറ്റിയിൽ നിന്ന് ലൈറ്റ് റേ വരുന്നു. അപ്പോൾ ഞാൻ വരയ്ക്കുന്നു ഇൻഫിനിറ്റിയിൽ നിന്ന് ലൈറ്റ് റേ വരുന്നു. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നതിന് യാതൊരുവിധ ഡീവിയേഷൻസിനും കാണത്തില്ല. പറവക്കളെ ഇവന് ചെറിയൊരു ഡീവിയേഷൻ കാണും. അപ്പോൾ അവന്മാരുടെ ഇമേജ് എവിടെ ഫോം ചെയ്യും മക്കളെ? FOയിൽ ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് ഇമേജ് എന്ന് പറയുന്നത്. ഈ ഇമേജ് എന്ന് പറയുന്നത് എവിടെ ഫോം ചെയ്യും മക്കളെ? ഈ ഇമേജ് എന്ന് പറയുന്നത് FOയിൽ ഫോം ചെയ്യും. ഒബ്ജക്റ്റീവിൻ്റെ ഇമേജ്. അപ്പോൾ ഒബ്ജക്റ്റീവിൻ്റെ ഇമേജ് എന്ന് പറയുന്ന FOയിൽ ഫോം ചെയ്യും. ഇനി ഇവിടെ നിന്ന് വേറെ റൈസ് നമ്മൾ വരയ്ക്കാം. നമ്മൾ വേറെ റൈസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ വേറെ റൈസ് വരയ്ക്കുവാണെങ്കിൽ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ നിന്ന് പാരലായിട്ട് പോകുന്നതായിട്ടാണ് അവർ വരച്ചിരിക്കുന്നത് ആണോ? അപ്പോൾ വേറെ റൈസ് പാരലായിട്ട് പോകുന്നു എന്നാണ് വരച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ആകണമെങ്കിൽ ഈ ഇൻ്റർമീഡിയറ്റ് ഇമേജ് ഇവൻ്റെ എന്തിലായിരിക്കണം മക്കളെ? ഫോക്കസിലായിരിക്കും ആണോ? അപ്പോൾ ഫൈനൽ ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ആകണമെങ്കിൽ ഇവൻ അവൻ്റെ എവിടെ ആയിരിക്കണം മക്കളെ? ഫോക്കസിലായിരിക്കും. അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? സിമ്പിൾ ടെലസ്കോപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത് 30 ആണോ? ഫോക്കൽ ലെങ്ത് 5 cm, FE 5 cm ആണ്. FO എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അപ്പോൾ FOൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ FO എന്ന് പറയുന്നത് 30 ആണ്. FEൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ FEൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഒബ്ജക്റ്റ് എത്ര ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് മക്കളെ? ഒബ്ജക്റ്റ് 2 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 2 ഡിഗ്രിയാണ്.
അറ്റ് ദ ഒബ്ജക്റ്റീവ് ദെൻ ആംഗുലർ വിഡ്ത്ത് ഓഫ് ദ ഇമേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ദ ആംഗുലർ വിഡ്ത്ത് ഓഫ് ദ ഇമേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? അപ്പോൾ ഇത് 2 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര ഡിഗ്രി ആയിരിക്കും മക്കളെ? 2 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഫൈനൽ ഇമേജ്. അതിനെ നമുക്ക് വല്ല ബീറ്റ എന്ന് വല്ലതും കൊടുക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ tan 2 എന്ന് പറഞ്ഞേടാ. tan 2 എന്ന് പറഞ്ഞാൽ tan 2 ഈസ് ഈക്വൽ ടു ഇത് ഇൻ്റർമീഡിയറ്റ് ഇമേജ് ആണല്ലോ. അവൻ്റെ ഹൈറ്റ് എന്ന് പറയും നമുക്ക് HI ഡാഷ് എന്ന് വല്ലതും കൊടുക്കാം. അപ്പോൾ tan 2 എന്ന് പറഞ്ഞാൽ എന്തെന്ന് വരും? HI ഡാഷ് ബൈ 30 എന്ന് വരും. അപ്പോൾ tan 2 എന്ന് പറയുന്നത് HI ഡാഷ് ബൈ 30 എന്ന് വരും. അപ്പോൾ 2 വളരെ ചെറിയ ആംഗിളായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ 2 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? HI ഡാഷ് ബൈ 30 എന്ന് കിട്ടും. കാര്യം റേഡിയനിലോട്ട് വരുമ്പോൾ വെരി സ്മോൾ ആംഗിളാണ്. അതേ കണക്ക് ടാൻ ബീറ്റ പറഞ്ഞേ മക്കളെ. അതേ കണക്ക് ടാൻ ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ടാൻ ബീറ്റ, അപ്പോൾ ബീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടാൻ ബീറ്റ എന്ന് പറയുന്നത് HI ഡാഷ് ബൈ എന്തെന്ന് കിട്ടും? HI ഡാഷ് ബൈ FE എന്ന് പറയുന്നത് കിട്ടും. ടാൻ ബീറ്റ എന്ന് പറയും. അപ്പോൾ ടാൻ ബീറ്റ നിയർലി ഈക്വൽ ടു ബീറ്റയാണ്. അപ്പോൾ ടാൻ ബീറ്റ നിയർലി ഈക്വൽ ടു ബീറ്റയാണ്. അപ്പോൾ HI ഡാഷ് ബൈ FE എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? FE എന്ന് പറയുന്നത് 5 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, ഇനി HI ഡാഷിൽ എന്തെഴുതാം? HI ഡാഷ് എന്ന് പറഞ്ഞാൽ 30 × 2 60 ആണ്. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ആംഗുലർ വിഡ്ത്ത് ഓഫ് ദ ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് 12 ഡിഗ്രി ആയിരിക്കും. അടുത്തത്, ഇഫ് ദ പോളറൈസിങ് ആംഗിൾ ഫോർ എ മെറ്റീരിയൽ ഈസ് 60 ഡിഗ്രി. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ പോളറൈസിങ് ആംഗിൾ അഥവാ IP എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് മക്കളെ? 60 ഡിഗ്രിയാണ്. ദെൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ നമുക്കറിയാം IP-യുടെ ഫോർമുല എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് മ്യൂ എന്നാണ്. അപ്പോൾ നമുക്കറിയാം IP-യുടെ ഫോർമുല എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് മ്യൂ എന്നാണ്. അപ്പോൾ ടാൻ ഇപ്പുറത്തേക്ക് വന്നാൽ ടാൻ IP എന്ന് വരും. അപ്പോൾ ടാൻ IP ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? ടാൻ IP ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ മ്യൂ എന്ന് പറയുന്നത് ടാൻ IP ആണ്. സോ ടാൻ എന്തെന്ന് കിട്ടും മക്കളെ? 60 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ടാൻ 60 എന്ന് പറയുന്ന √3 ആണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മ്യൂ എന്ന് ചോദിച്ചാൽ മ്യൂ ഈസ് ഈക്വൽ ടു √3 എന്ന് കിട്ടും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മ്യൂ എന്ന് ചോദിച്ചാൽ മ്യൂ ഈസ് ഈക്വൽ ടു √3 എന്ന് പറയുന്നത് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ 19th ക്വസ്റ്റ്യൻ ആണ്. വോൾട്ടേജ് റീഡിംഗ് ഓൺ ദ വോൾട്ട് മീറ്റർ ഇൻ ദ സർക്യൂട്ട് ഷോൺ ബിലോ. മക്കളെ ഇത് 300 150 വോൾട്ട് ആണ്. ഇതും 150 വോൾട്ട് ആണ് അല്ലേ? അപ്പോൾ എന്താ ഈ സർക്യൂട്ട് റെസൊണൻസിലാണ്. അപ്പോൾ ഫുൾ വോൾട്ടേജ് ആർക്ക് അക്രോസ് കിട്ടും മക്കളെ? റെസിസ്റ്ററിന് അക്രോസ് കിട്ടും. കാര്യം നെറ്റ് വോൾട്ടേജിൻ്റെ ഫോർമുല √VR² പ്ലസ് VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ VL-ഉം VC-യും ഈക്വൽ ആയിപ്പോയി. അപ്പോൾ നെറ്റ് വോൾട്ടേജ് ഈക്വൽ ടു VR ആണ്. അപ്പോൾ ഈ 300 വോൾട്ട് ഫുള്ള് ആർക്ക് അക്രോസ് കിട്ടും? റെസിസ്റ്റൻസിന് അക്രോസ് കിട്ടും. അപ്പോൾ വോൾട്ട് മീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് എത്ര വോൾട്ടാണ് മക്കളെ? 300 വോൾട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ കോയിൽ ഹാവിംഗ് ആൻ ഏരിയ A0 പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ചേഞ്ചസ് ഫ്രം B0 to 4B0 ഇൻ എ ടൈം ഇൻ്റർവൽ T. EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. EMF-ന്റെ ഫോർമുല എന്ന് പറയുന്നത് EMF-ന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ EMF-ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ∆φ/T ആണ്. ചേഞ്ച് ഇൻ ഫ്ലക്സ് ബൈ ടൈം ആണ് ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ. ഇൻസ്റ്റന്റേനിയസ് ആണെങ്കിലാണ് ഫോർമുല dφ/dt എടുക്കുന്നത്. അപ്പോൾ ആവറേജ് ആണെങ്കിൽ ∆φ/∆t എന്ന് എഴുതാം. ആണോ? ഫൈനൽ ഫ്ലക്സ് പറഞ്ഞേ. ഫൈനൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ B × A cos θ എന്നാണ്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് തീറ്റ എന്തെന്ന് എടുക്കാം മക്കളെ? 0 എന്ന് എടുക്കാം. അപ്പോൾ ഫൈനലി മാഗ്നറ്റിക് ഫീൽഡ് 4B0 ആണ്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് 4B0, ഏരിയയുടെ സ്ഥാനത്ത് A0, cos θയുടെ സ്ഥാനത്ത് cos 0 ഇട്ട് കൊടുക്കും. ഇതാണ് ഫൈനൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇനിഷ്യൽ ഫ്ലക്സ്? ഇനിഷ്യലി മാഗ്നറ്റിക് ഫീൽഡ് B0 ആയിരുന്നു. അപ്പോൾ ഇനിഷ്യൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ B0 A0 എന്ന് കിട്ടും. അപ്പോൾ ഇനിഷ്യൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ B0 A0 എന്ന് പറയുന്നത് കിട്ടും. ഡിവൈഡഡ് ബൈ എത്ര ടൈമിലാണ് പിള്ളേരെ? T ടൈമിലാണ്. സോ ദ ആൻസർ വിൽ ബി 3B0 A0/T എന്ന് കിട്ടും. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് 3B0 A0/T എന്ന് പറയുന്നത് കിട്ടും. കേട്ടോ? അപ്പോൾ ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF-ന്റെ ഫോർമുല എന്ന് പറയും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫ്രം എ ബൾബ് ഇൻസിഡന്റ് ഓൺ സർഫസ് ഈസ് 0.22 Watt/m². ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദിസ് ലൈറ്റ് വേവ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം എനർജി ഡെൻസിറ്റി. നിങ്ങൾക്കറിയാം എനർജി ഡെൻസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് 12 × ε0 × E0² എന്നാണ് അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു I/C എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് E0 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. E0 എത്രയാണെന്ന് കിട്ടും? 2 മുകളിൽ പോവും, I വരും, 2I/C എന്ന് വരും. 2I/C അല്ലേ? 2I/C താഴെ ആരും കൂടെ വരും മക്കളെ? ε0 കൂടെ വരും. അതിൻ്റെ എന്തും കൂടെ വരും മക്കളെ? സ്ക്വയർ റൂട്ടും കൂടെ വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ E0 കിട്ടും. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? E0 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? C × B0 എന്ന് എഴുതാം. ആണോ? അങ്ങനെയാണെങ്കിൽ B0 എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? B0 എന്ന് പറഞ്ഞാൽ E0 ഡിവൈഡഡ് ബൈ എന്തെന്ന് കൊടുത്താൽ മതി? E0 ഡിവൈഡഡ് ബൈ C എന്ന് പറയുന്നത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസറിലോട്ട് ഈസി ആയിട്ട് എത്താൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ബോഡി ഈസ് പെർഫോമിങ് simple harmonic motion with an amplitude 20 cm. The velocity of the body was tripled by air jet when it is at a
5 centimeter from the mean position. The new amplitude of vibration is. അപ്പോൾ ഒരു പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് അവൻ്റെ ഏത് പൊസിഷൻ എന്ന് പറയുന്ന പിള്ളേരെ? ഇതാണ് അവൻ്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. അവൻ്റെ ആംപ്ലിറ്റ്യൂഡ് 20 സെൻറ്റിമീറ്റർ ആയിരുന്നു. അവൻ മീൻ പൊസിഷനിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ അകലെയായി പിള്ളേരെ? 5 സെൻറ്റിമീറ്റർ അകലെ. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അവൻ്റെ വെലോസിറ്റി എത്രയാണ്? അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അവൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 20 സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറയുന്ന 5 ആണ്. 5 സ്ക്വയർ എന്ന് കിട്ടും. ഇനി അവൻ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഈ സമയം അവൻ്റെ വെലോസിറ്റി എത്ര ചെയ്തു? ട്രിപ്പിൾ ആക്കി. അപ്പം അവൻ്റെ പുതിയ വെലോസിറ്റി എന്ന് പറയുന്നത് 3 ടൈംസ് എന്താക്കി മക്കളെ? വി ആക്കി. അപ്പോൾ അവൻ്റെ പുതിയ വെലോസിറ്റി എന്ന് പറയുന്നത് 3 ടൈംസ് വി ആക്കി. അങ്ങനെയാണെങ്കിൽ ന്യൂ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വി ഡാഷിന് നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? വി ഡാഷിന് നമുക്ക് ഒമേഗ ഇൻറ്റു ഫ്രീക്വൻസിക്ക് മാറ്റമില്ലെന്ന് അസ്യൂം ചെയ്യാം. ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണല്ലോ. പുതിയ ആംപ്ലിറ്റ്യൂഡ് എ ഡാഷ് എന്ന് കൊടുക്കാം. അപ്പോൾ എ ഡാഷ് സ്ക്വയർ മൈനസ് എക്സ് എത്ര തന്നെയാണ് മക്കളെ? എക്സ് ഇപ്പോഴും 5 തന്നെയാണ്, ആണോ? സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 3 ഇൻറ്റു വി എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 20 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 400 മൈനസ് 25 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ റൂട്ട് ഓഫ് 375 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ എല്ലാത്തിൽ നിന്നും ആര് ക്യാൻസൽ ആയി പോകും മക്കളെ? എല്ലാത്തിൽ നിന്നും ഒമേഗ ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ചെയ്യാം. അപ്പോൾ സ്ക്വയർ ചെയ്താൽ എ ഡാഷ് സ്ക്വയർ മൈനസ് 25 ഈസ് ഈക്വൽ ടു ഇവിടെ എത്രയാണെന്ന് കിട്ടും മക്കളെ? 9 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 9 ഇൻറ്റു 375 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എ ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എ ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഈസ് അലൗഡ് ടു ഫോൾ ഓൺ എ ട്രാൻസ്പെറൻറ്റ് സ്പെറിക്കൽ ഗ്ലോബ് ഓഫ് ഡയമീറ്റർ 20 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ 20 സെൻറ്റിമീറ്റർ ആകുമ്പം റേഡിയസ് എത്ര ആവും മക്കളെ? ഡയമീറ്റർ 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്റർ 20 സെൻറ്റിമീറ്റർ ആണ്, വിച്ച് മീൻസ് ദാറ്റ് റേഡിയസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പാരലൽ ബീം ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, ഒപ്പം തന്നെ ഇവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഇവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ് നമുക്കേ തന്നിരിക്കുന്നത്? ഇവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.5 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നിട്ടുണ്ട്. അവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 എന്നാണ് തന്നിരിക്കുന്നത്. ഇനി ആരാ വന്ന് വീഴുന്നത്? ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് ആണ് വന്ന് വീഴുന്നത്. അപ്പോൾ അവിടേക്ക് വന്ന് വീഴുന്നതെന്ന് പറയുന്നത് പാരലൽ ബീം ഓഫ് ലൈറ്റ് ആണ് വന്ന് വീഴുന്നത്. അപ്പോൾ അവന്മാർ ലൈറ്റിനെ കടത്തി വിടും. അപ്പോൾ പാരലൽ ബീം ഓഫ് ലൈറ്റ് ആണ് വന്ന് വീഴുന്നത്. അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഗ്ലോബ് അറ്റ് വിച്ച് ബീം ഓഫ് ലൈറ്റ് ക്യാൻ കൺവേർജ്. അങ്ങനെയാണെങ്കിൽ ഇവന്മാർ എവിടെ കൺവേർജ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ആ കൺവേർജിങ് പോയിന്റ് ഞാൻ ഇവിടെയാണ് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് അവിടേക്കുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഗ്ലോബ് അറ്റ് വിച്ച് ബീം ഓഫ് ലൈറ്റ് കൺവേർജ്. സെൻറ്റർ ഓഫ് ദ ഗ്ലോബിൽ നിന്ന് കൺവേർജ് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ദൂരമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ മക്കളെ അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ റിഫ്രാക്ഷൻ അറ്റ് സ്പെറിക്കൽ സർഫസിൻ്റെ ഫോമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അവിടുത്തെ ഫോമുല എന്ന് പറയുന്നത് N2/V മൈനസ് N1/U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ R എന്നാണ്. N2/V മൈനസ് N1/U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1/R എന്നാണ്. അപ്പോൾ ലൈറ്റ് റേ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ N2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 ആണ്. വി എനിക്കറിയത്തില്ല, വി എന്ന് തന്നെ ഇട്ടിരിക്കാം. N1 എയറിൽ നിന്നാണ് വന്നത് 1 ആണ്. പക്ഷേ ഇത് ഒബ്ജക്റ്റ് എന്താ മക്കളെ? പാരലൈൻസ് ആണെങ്കിൽ മീൻ ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ നിന്നാണ് മീൻ ചെയ്യുന്നത്. അടുത്ത എഗെയിൻ നോക്കുവാണെങ്കിൽ N2 എന്ന് പറയുന്ന 1.5 ആണ്, മൈനസ് N1 എന്ന് പറയുന്ന 1 ആണ്, ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത് കിട്ടും. R എന്ന് പറയുന്നത് എത്ര മക്കളെ? റേഡിയസ് ഓഫ് കർവേച്ചർ 10 ആണ്. കാര്യം ഡയമീറ്റർ ആണ് 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 10 ആണ്. ഇങ്ങോട്ടായതുകൊണ്ട് റേഡിയസ് ഇങ്ങോട്ടായതുകൊണ്ട് അല്ലേ? അപ്പോൾ അതെന്ത് തന്നെയാണ്? +10 തന്നെ. അപ്പോൾ 1.5 നമുക്ക് 3/2 എന്ന് എഴുതാം.
അപ്പോൾ ഇത് 3/2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇത് 3/2 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? 1/20 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇത് 2 10 വെട്ടിയാൽ 2 20 വെട്ടിയാൽ 10 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ v ഈക്വൽ ടു എത്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും? 30 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അപ്പോൾ ഇവിടെയല്ല ആക്ച്വലി കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെയല്ല ആക്ച്വലി കൺവേർജ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. കാര്യം ഇത് മൊത്തത്തിൽ എത്ര സെൻറ്റിമീറ്ററേ ഉള്ളൂ? 20 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അപ്പോൾ അവൻ 30 സെൻറ്റിമീറ്റർ അകലെ കൺവേർജ് ചെയ്യും. അപ്പോൾ കൺവേർജ് ചെയ്യാൻ പോകുമ്പോൾ എന്ത് പറ്റും? കൺവേർജ് ചെയ്യാൻ പോകുമ്പം അപ്പോൾ ഈ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാൻ പോകുമ്പം വീണ്ടും എന്ത് സംഭവിക്കും മക്കളെ? റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ ഈ സർഫസ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവൻ ഇവിടെ പോയി കൺവേർജ് ചെയ്താൽ, ഈ സർഫസ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവൻ ഇവിടെ പോയി കൺവേർജ് ചെയ്താനെ എത്ര ദൂരം അകലെ? ഈ സർഫസിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലെ. അപ്പോൾ ഇതെത്ര? ഇത് 20 ആണ്. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ അകലെ പോയി കൺവേർജ് ചെയ്യേണ്ടതായിരുന്നു? എത്ര സെൻറ്റിമീറ്റർ അകലെ പോയി കൺവേർജ് ചെയ്യേണ്ടതായിരുന്നു? ഇവിടെ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ അകലെയും കൂടെ പോയി കൺവേർജ് ചെയ്യണം. എന്നാലേ മൊത്തം ദൂരം 30 ആവത്തുള്ളൂ. കാര്യം ഇത് 20 ആണ്. 20 + 10 30 ആണ്. പക്ഷേ എന്താ മക്കളെ? അപ്പോൾ അവിടെ വീണ്ടും എന്ത് സംഭവിക്കും? അവിടെ വീണ്ടും റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ അവിടെ വീണ്ടും റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ ഇവിടെ വന്ന് കൺവേർജ് ചെയ്യുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ അവിടെ വീണ്ടും റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ അവ ഇവിടെയാണ് വന്ന് കൺവേർജ് ചെയ്യുന്നതെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ അവ ഇവിടെയാണ് വന്ന് കൺവേർജ് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഈ സർഫസിൽ സെയിം ഫോർമുല അപ്ലൈ ചെയ്യണം. നമ്മൾ ഈ സർഫസിൽ സെയിം ഫോർമുല അപ്ലൈ ചെയ്യണം. എന്താ ഫോർമുല എന്ന് പറഞ്ഞാൽ N2/v - N1/u ഈസ് ഈക്വൽ ടു N2 - N1 ഡിവൈഡഡ് ബൈ R എന്നാണ്. അടുത്ത പറ പിള്ളേർ, N2 പറ. ഇവിടെ ലൈറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ N2 എന്ന് പറയുന്ന 1 ആണ്. അപ്പോൾ v എനിക്ക് അറിയത്തില്ല. മൈനസ് N1 എന്ന് പറയുന്നത് എത്ര മക്കളെ? N1 എന്ന് പറയുന്നത് ആ സ്പിയറിൽ നിന്നാണ് വരുന്നത്. അവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. യു എന്താ മക്കളെ? അവൻ്റെ വിർച്വൽ ഒബ്ജക്റ്റ് ആണ്. വിർച്വൽ ഒബ്ജക്റ്റ് 10 സെൻറ്റിമീറ്റർ അകലെയാണ്. അപ്പോൾ യു എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ വരും? +10 എന്ന് വരും. കാര്യം വിർച്വൽ ഒബ്ജക്റ്റിൻ്റെ യു പോസിറ്റീവാണ്. ഇവിടെ വിർച്വൽ ഒബ്ജക്റ്റിൻ്റെ യു പോസിറ്റീവാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു N2 എന്ന് പറയുന്ന 1 ആണ്. N1 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. റേഡിയസ് എത്ര മക്കളെ? റേഡിയസ് 10 ആണ്. അപ്പോൾ റേഡിയസ് ഇങ്ങോട്ടല്ലേ മെഷർ ചെയ്യുന്നത്? റേഡിയസ് അപ്പോൾ എന്തായിട്ട് എടുക്കണം? -10 ആയിട്ട് എടുക്കണം. അപ്പോൾ റേഡിയസ് -10 ആയിട്ട്. അങ്ങനെയാണെങ്കിൽ 1/v ഇത് എത്ര വരും? 3/2 വരും. അപ്പോൾ ഇത് 3/20 വരും. 3/20 വരും. ഇത് എത്രയാണെന്ന് വരും? 1 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. കാര്യം 0.5/10 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. അപ്പോൾ 1/v ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? 4 ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. അപ്പോൾ എവിടെയാണ് ആക്ച്വലി കൺവേർജ് ചെയ്യുന്നത്? 5 സെൻറ്റിമീറ്റർ ആണോ? സെൻറ്ററിൽ നിന്ന് എത്ര ദൂരം അകലെയാണ് കൺവേർജ് ചെയ്യുന്നത്? സെൻറ്ററിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ അകലെയാണ് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് എത്ര ദൂരം അകലെയാണ് കൺവേർജ് ചെയ്യുന്നത്? 15 സെൻറ്റിമീറ്റർ അകലെയാണ് കൺവേർജ് ചെയ്യുന്നത്. മില്ലിമീറ്ററിലാണ് ആൻസർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ ആക്കിയാൽ 150 മില്ലിമീറ്റർ എന്ന് വരും. 15 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. അത് മില്ലിമീറ്ററിലാക്കിയാൽ 150 മില്ലിമീറ്റർ എന്ന് വരും. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ദ നെറ്റ്വർക്ക് ഷോൺ ബിലോ വാല്യൂ ഓഫ് VB - VA ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിലെ കറണ്ട് എത്ര വരും മക്കളെ? ഈ സർക്യൂട്ടിലെ കറണ്ട് നമുക്ക് ആദ്യം ഒന്ന് മെഷർ ചെയ്യാം. അപ്പോൾ ഈ സർക്യൂട്ടിലെ കറണ്ട് ഒന്ന് മെഷർ ചെയ്യുവാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എത്രയുണ്ടാ? ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 15 ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയുണ്ട്? 4 ohms 1 ohm ഉണ്ട്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ohm ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് എത്രയാണ് പിള്ളേരെ? ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 3 ആമ്പിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് 3 ആമ്പിയർ. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നാണ് കറണ്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്ര ആമ്പിയർ പിള്ളേരെ? 3 ആമ്പിയർ. അപ്പോൾ ഇങ്ങോട്ടേക്കും എത്ര ആമ്പിയർ ആണ്? 3 ആമ്പിയർ ആണ്. അപ്പോൾ ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? VB - VA ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒന്ന് നടന്നു നോക്കുക. അപ്പോൾ ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് നടക്കുന്നു. ഞാൻ എന്താ ഈ പാത്ത് എടുത്താൽ എനിക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് നടക്കും അല്ലേ? ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് നടക്കുന്നു. അപ്പോൾ ഞാൻ എയിൽ യാത്ര തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കൊടുക്കാം പിള്ളേരെ? VA എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ ഞാൻ എയിലാണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ VA. ഇവിടെ ഒന്നുമില്ല. ഇവിടെ എത്ര വരും മക്കളെ? നമ്മൾ നടക്കുന്നതിന് ഓപ്പോസിറ്റാണ് കറണ്ട്. അപ്പോൾ ആ ഡ്രോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കണം. വോൾട്ടേജ് ഡ്രോപ്പ് I/R ആണ്. അപ്പോൾ 3/4 ആണ് ആണോ? സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു VB എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ. സോ 3/4 എന്ന് പറയുന്നത് എത്രയാണ്? 3/4 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ VB - VA എന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ VB - VA എന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ. അപ്പോൾ VB - VA എന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ തേർഡ് ഹാർമോണിക് ഓഫ് എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ഈസ് ഈക്വൽ ടു ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഓപ്പൺ ഓർഗൻ പൈപ്പ്, compute the length of open organ pipe if the length of closed organ pipe is 30 centimeter. പറയല്ലേ, തേർഡ് ഹാർമോണിക് ഓഫ് എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഫണ്ടമെന്റൽ ഹാർമോണിക് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നത് V/4L ആണ്. തേർഡ് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ 3V/4L ആണ്.
ആണോ? അപ്പോൾ തേർഡ് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ 3v/4 അല്ല. അപ്പം ഒരു ക്ലോസ്ഡ് പൈപ്പിൻ്റെ തേർഡ് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ 3v/4 ആണ്. ആണോ? എല്ല് ക്ലോസ്ഡ് പൈപ്പിൻ്റെ എല്ലാം എടുക്കാം. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഓപ്പൺ ഓർഗൻ പൈപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു v/2 അല്ല. സോ ദാറ്റ്സ് ഈക്വൽ ടു v/2 ആണ്. ഓപ്പൺ പൈപ്പിൻ്റെ ലെങ്ത് എല്ലോ എന്ന് എടുക്കാം. ആര് ക്യാൻസലായി പോകും പിള്ളേരെ? രണ്ടിൽ നിന്നും v ക്യാൻസലായി പോകും. ഒരു 2ഉം 4ഉം വെട്ടിയാൽ ഇവിടെ എത്ര വരും പിള്ളേരെ? 2ഉം 4ഉം വെട്ടിയാൽ ഇവിടെ 2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് എല്ലോ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് എല്ലോ ആണ് വേണ്ടത്. സോ എല്ലോ ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? എല്ലോ ഈസ് ഈക്വൽ ടു 2LC ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ എല്ലോ എന്ന് പറയുന്നത് 2LC ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു LC. LC എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ക്ലോസ്ഡ് പൈപ്പാണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ എത്ര എന്ന് കിട്ടും? 3 എന്ന് പറയുന്നത് കിട്ടും. സോ ലെങ്ത് ഓഫ് ഓപ്പൺ പൈപ്പ് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ ലെങ്ത് ഓഫ് ഓപ്പൺ പൈപ്പ് എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ഓപ്പൺ പൈപ്പ് എന്ന് ചോദിച്ചാൽ ലെങ്ത് ഓഫ് ഓപ്പൺ പൈപ്പ് അപ്പോൾ ലെങ്ത് ഓഫ് ഓപ്പൺ പൈപ്പ് എന്ന് ചോദിച്ചാൽ ലെങ്ത് ഓഫ് ഓപ്പൺ പൈപ്പ് 20 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്ത നമ്മുടെ 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ റോഡ് ഈസ് ക്ലാംപ്ഡ് അറ്റ് ബോത്ത് ഓഫ് ഇറ്റ്സ് എൻഡ് ആൻഡ് സ്റ്റേഷനറി ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. In first experiment, rod has a total of 4 nodes with the amplitude of each antinode to be 1 mm. In other experiment, rod has a total 6 node with the amplitude of each antinode to be 2 mm. The energy of vibration in the two cases is E1 and E2 respectively. If the value of E1 by E2 is x by 100, then value of x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് സ്റ്റാൻഡിങ് വേവിൻ്റെ എനർജിയുടെ ഇക്വേഷൻ വേണം. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഒരു സ്റ്റാൻഡിങ് വേവ് ഒരു സ്ട്രിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റാൻഡിങ് വേവ് ആണെന്ന് വെച്ചോളുക. അപ്പോൾ ഇതൊരു സ്ട്രിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റാൻഡിങ് വേവ് ആണെന്ന് വെച്ചോളുക. അപ്പോൾ ഇവിടെ ഒരു ലൂപ്പേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ലൂപ്പല്ല, ഒന്നിലധികം ലൂപ്പുണ്ട്, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ എനർജിയാണ് ഞാൻ തൽക്കാലം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാൻഡിങ് വേവിൻ്റെ ഒരു ലൂപ്പിൻ്റെ എനർജിയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2a ഇൻറ്റു സൈൻ kx ഇൻറ്റു കോസ് ഒമേഗ ടി, അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി, ഇഷ്ടമുള്ള എടുക്കാം. 2a സൈൻ kx സൈൻ ഒമേഗ ടിയോ 2a സൈൻ kx കോസ് ഒമേഗ ടിയോ, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാമല്ലോ. അപ്പോൾ ഞാനൊരു സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2a സൈൻ kx സൈൻ ഒമേഗ ടി. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇതിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ടിക്കിൾ വെലോസിറ്റി എന്തെന്ന് വെച്ചാൽ ∂y/dt എന്ന് എടുക്കാം, അല്ലെങ്കിൽ dy/dt എന്ന് എഴുതിയാലും മതി. വിത്ത് റെസ്പെക്ട് ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2a സൈൻ kx നമ്മൾ മാറ്റിയിട്ടേക്കും. ഓക്കെ, അപ്പോൾ 2a സൈൻ kx നമ്മൾ മാറ്റിയിട്ടേക്കുന്നു. സൈൻ ഒമേഗ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും. കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ, പാർട്ടിക്കിൾ വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ പറോക്കളെ. അപ്പോൾ വി പി മാക്സിമം ആണെങ്കിൽ കോസ് ഒമേഗ ടിയുടെ വാല്യൂ 1 ആവണം. ടൈമിനനുസരിച്ച് വേരിയേഷൻ ആണ്. അപ്പം ടിയുടെ വേരിയേഷൻ നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ വി പി മാക്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 2a ഒമേഗ സൈൻ kx എന്ന് കിട്ടും. അപ്പോൾ പാർട്ടിക്കിൾ വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 2a ഒമേഗ സൈൻ kx എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സ്ട്രിങ്ങിലെ ഒരു ചെറിയ എലമെൻ്റ് എടുക്കും. ചെറിയ എലമെൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് dx ആണ്. അപ്പോൾ അവിടെ ഞാനൊരു ചെറിയ എലമെൻ്റ് എടുക്കുന്നു. ചെറിയ എലമെൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് dx ആണ്. അങ്ങനെയാണെങ്കിൽ ആ ചെറിയ എലമെൻ്റ് മാസ് എത്ര വരും മക്കളെ? അങ്ങനെയാണെങ്കിൽ ആ ചെറിയ എലമെൻ്റ് മാസ് എന്ന് പറയുന്നത് mu ഇൻറ്റു dx എന്ന് വരും. mu എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആ ചെറിയ എലമെൻ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? SHM-ലാണ്, സ്റ്റാൻഡിങ് വേവ്സിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ചെറിയ എലമെൻ്റ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു dm ഇൻറ്റു അവൻ്റെ വെലോസിറ്റി പാർട്ടിക്കിൾ വെലോസിറ്റിയാണ്. അപ്പോൾ vp² എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആ ചെറിയ എലമെൻ്റ് മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു, അല്ലേ, dmന് എന്ത് കൊടുക്കാം മക്കളെ? dmന്
മ്യൂ ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ വി പിക്ക് എന്തെന്ന് കൊടുക്കേണ്ടി വരും? വി പി മാക്സ് എന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ വി പിക്ക് എന്തെന്ന് കൊടുക്കേണ്ടി വരും മക്കളെ? വി പി മാക്സ് എന്ന് കൊടുക്കേണ്ടി വരും. ആരും കൈനറ്റിക് എനർജി മാക്സിമം ആണെങ്കിൽ വി പി എന്താവണം? മാക്സിമം ആവണം. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആണെങ്കിൽ വി പി എന്താവണം മക്കളെ? മാക്സിമം ആകണം. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആണെങ്കിൽ വി പി എന്ന് പറയുന്നത് മാക്സിമം ആണ്. അങ്ങനെയാണെങ്കിൽ ഡി കെ മാക്സ് എന്ന് പറയുന്നത് പറയല്ലേ, അപ്പോൾ ഡി കെ മാക്സ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എന്തെന്ന് കിട്ടും? മ്യൂ ഇൻറ്റു എന്തെന്ന് കിട്ടും? ഡി എക്സ് ഇൻറ്റു വി പി മാക്സിൻ്റെ സ്ക്വയർ. വി പി മാക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി പി മാക്സ് ഇതാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു 4 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ കെ എക്സ് എന്നാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ കെ എക്സ് എന്നാണ്. അപ്പോൾ 4 ഇൻറ്റു വെട്ടിയാൽ എന്തെന്ന് കിട്ടും മക്കളെ? 2 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ ആണ് അല്ലേ? അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ആ ചെറിയ എലമെൻറ്റിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം എസ് എച്ച് എമ്മിൽ എനർജി എന്താ മക്കളെ? ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനർജി പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകും. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് കൈനറ്റിക് എനർജി ഓർ മാക്സിമം ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഡി യു എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം മക്കളെ? ഡി കെ മാക്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഡി യു ഈസ് ഈക്വൽ ടു ഡി കെ മാക്സ് അല്ലേ? ഡി കെ മാക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടും? 2 ഇൻറ്റു മ്യൂ ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ കെ എക്സ് എന്ന് കിട്ടും. മക്കളെ അപ്പം ഒരു ലൂപ്പിൻ്റെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ ഇതിന് എന്ത് ചെയ്യേണ്ടി വരും? ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ ഇതൊരു ചെറിയ സെഗ്മെൻ്റ് എനർജിയാണ്. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ ഇതിന് എന്ത് ചെയ്യേണ്ടി വരും മക്കളെ? ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആരൊക്കെ പുറത്തു പോകും? 2 ഇൻറ്റു മ്യൂ ഇൻറ്റു എ സ്ക്വയർ ഒമേഗ സ്ക്വയർ പുറത്തു പോകും. അപ്പോൾ 2 ഇൻറ്റു മ്യൂ ഇൻറ്റു എ സ്ക്വയർ ഒമേഗ സ്ക്വയർ പുറത്തു പോകും. ബാക്കി ആരുണ്ട്? സൈൻ സ്ക്വയർ കെ എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് എന്തെന്ന് വരും മക്കളെ? ഇൻ്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ കെ എക്സ് എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ കെ എക്സ് എന്ന് വരും. ഓക്കെ, സൈൻ സ്ക്വയർ കെ എക്സ്, അയ്യോ ഇവിടെ ഒരു ഡി എക്സും കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഒരു ഡി എക്സും കൂടെ ഉണ്ടായിരുന്നു, നമ്മൾ എഴുതാൻ വിട്ടുപോയതാണ്. മ്യൂ കഴിഞ്ഞിട്ട് എന്തും കൂടെ ഉണ്ട്? ഡി എക്സ് ഉണ്ട്. അപ്പോൾ ഡി എക്സ് ഇപ്പുറം എഴുതിയാൽ മതി. കണ്ടോ, മ്യൂ കഴിഞ്ഞൊരു ഡി എക്സും കൂടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ സൈൻ സ്ക്വയർ കെ എക്സ് ഡി എക്സ് എന്നങ്ങ് എഴുതിയാൽ മതി. അപ്പം സൈൻ സ്ക്വയർ കെ എക്സ് എന്തുണ്ട് മക്കളെ? ഡി എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലൂപ്പിലല്ലേ വേണ്ടത്? ഒരു ലൂപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് λ/2 ആണ്. അപ്പോൾ ഇറ്റ് വേരീസ് ഫ്രം വെയർ ടു വെയർ? ഇറ്റ് വേരീസ് ഫ്രം 0 to λ/2. സോ യു ഈസിക്വൽ ടു എത്ര കിട്ടും മക്കളെ? ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, ഇൻ്റഗ്രേഷനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 2 ഇൻറ്റു മ്യൂ ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ. അപ്പോൾ അതിനെ 1 മൈനസ് കോസ് 2 θ/2 എന്നൊക്കെ എഴുതാം. അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു λ/2 എന്നാണ്. സംശയമുള്ളവർക്ക് ചെയ്ത് നോക്കാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനർജി ഇൻ 1 ലൂപ്പ് കിട്ടി. ഒരു സ്റ്റാൻഡിംഗ് വേവിൻ്റെ എനർജി ഇൻ 1 ലൂപ്പ് കിട്ടി. അപ്പോൾ ഒരു സ്റ്റാൻഡിംഗ് വേവിന് എനർജി ഇൻ 1 ലൂപ്പ് കിട്ടി. എത്രയാണെന്ന് കിട്ടും പിള്ളേരെ? ഹാഫ് ഇൻറ്റു മ്യൂ ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു ലാംഡ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എനർജി ഇൻ 1 ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റാൻഡിംഗ് വേവിൻ്റെ എനർജി ഇൻ 1 ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ആദ്യത്തെ കേസിൽ എന്താ മക്കളെ? ആദ്യത്തെ കേസിൽ 4 നോഡുകളാണുള്ളത്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഈച്ച് ആൻറ്റി നോഡ് എന്ന് പറയുന്ന 1 mm ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ 4 ആൻറ്റി നോഡുകളാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇതാണ് നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ 4 നോഡുകളാണുള്ളത്. അപ്പോൾ ഇതൊരു നോഡാണ്, അപ്പോൾ ഇതൊരു നോഡാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട് മക്കളെ? നോഡുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട് മക്കളെ? നോഡുണ്ട് ആണോ? അപ്പോൾ 4 നോഡുകളാണുള്ളത്. 4 നോഡുകൾ ഉണ്ടെങ്കിൽ അതിൽ എത്ര ലൂപ്പുണ്ട് മക്കളെ? 3 ലൂപ്പുണ്ട്. അപ്പോൾ 4 നോഡുണ്ടെങ്കിൽ അവിടെ എത്ര ലൂപ്പുണ്ട് മക്കളെ? 3 ലൂപ്പുണ്ട്. ഒരു ലൂപ്പിൻ്റെ എനർജിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ 3 ലൂപ്പിൻ്റെ എനർജി എത്ര വരും മക്കളെ? ഒരു ലൂപ്പിൻ്റെ എനർജിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം 3 ലൂപ്പിൻ്റെ എനർജി എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 3 ഇൻറ്റു 1/2 ഇൻറ്റു മ്യൂ ഇൻറ്റു എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ലാംഡ എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ E1 ഈസിക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? E1 ഈസിക്വൽ ടു 3 ഇൻറ്റു 1/2 ഇൻറ്റു മ്യൂ കോൺസ്റ്റൻ്റ് ആണല്ലോ, മ്യൂ കോൺസ്റ്റൻ്റ് ആണ്. പറയല്ലേ, ആദ്യത്തെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ആൻറ്റിനോഡ് എന്ന് പറയുന്നത് 2a ആണ്. ഞാൻ എടുത്തനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ആൻറ്റിനോഡ് എന്ന് പറയുന്നത് 2a ആണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഈച്ച് ആൻറ്റിനോഡ് ടു ബി 1 mm എന്നാണ് തന്നിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഈച്ച് ആൻറ്റിനോഡ് ടു ബി 1 mm എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് 1 എന്നാണ് തന്നിരിക്കുന്നത് ആണോ? അല്ലെങ്കിൽ നോക്ക്, അല്ല പോട്ടെ, അടുത്ത കേസിൽ രണ്ടാമത്തെ കേസിൽ എത്രയുണ്ട് മക്കളെ?
ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ കേസിൽ 6 നോഡ് ഉണ്ടെന്നാണ് പറയും. രണ്ടാമത്തെ കേസിൽ എത്ര നോഡുണ്ട് മക്കളെ? 6 നോഡുണ്ടെന്നാണ് പറയും. അപ്പം 1 2 3 4 5 6. അപ്പോൾ രണ്ടാമത്തെ കേസിൽ എത്ര നോഡുണ്ടെന്നാണ് പറയുന്നത്? 6 നോഡുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 6 നോഡുണ്ടെങ്കിൽ എത്ര ലൂപ്പ് കാണും മക്കളെ? 5 ലൂപ്പ് കാണും. അപ്പോൾ 6 നോഡുണ്ടെങ്കിൽ 5 ലൂപ്പ് കാണും. അപ്പോൾ ഈ കേസിലെ ആംപ്ലിറ്റ്യൂഡ് ഞാൻ A1 എന്ന് എടുക്കുന്നു. ഈ കേസിലെ ഫ്രീക്വൻസി ω1 എന്ന് എടുക്കുന്നു. ഈ കേസിലെ ലാംഡ എന്ന് പറയുന്ന ലാംഡ1 എന്ന് എടുക്കുന്നു. അപ്പോൾ മ്യൂന് മാത്രം മാറ്റം കാണത്തില്ല. അപ്പോൾ ഇവിടെ എത്ര ലൂപ്പ് ഉണ്ട് മക്കളെ? രണ്ടാമത്തെ കേസിൽ 5 ലൂപ്പ് ഉണ്ട്. അപ്പോൾ ഒരു ലൂപ്പിലെ എനർജിയാണ് ഹാഫ് ഇൻറ്റു മ്യൂ ഇൻറ്റു എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ലാംഡ എന്ന് പറയുന്നത്. അപ്പോൾ 5 ലൂപ്പിലെ എനർജി എന്ന് പറയുന്നത് 5 ഇൻറ്റു ഹാഫ് ഇൻറ്റു മ്യൂ ഇൻറ്റു എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ലാംഡയാണ്. എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ലാംഡയാണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടാമത്തെ കേസ് ആയതുകൊണ്ട് ഇത് A2 എന്ന് കൊടുക്കാം, ഇത് ω2 എന്ന് കൊടുക്കാം, ഇത് ലാംഡ2 എന്നും കൊടുക്കാം. A2 എന്ന് കൊടുക്കാം, ω2 എന്ന് കൊടുക്കാം, മറ്റതെന്തെന്ന് കൊടുക്കാം മക്കളെ? ലാംഡ2 എന്നും കൊടുക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് E1 ഡിവൈഡഡ് ബൈ E2 ആണ് വേണ്ടത്. അപ്പോൾ E1 ഡിവൈഡഡ് ബൈ E2 എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ? 3 ഡിവൈഡഡ് ബൈ 5 വരും. പിന്നെ ഹാഫ് ക്യാൻസൽ ആയി പോവും, മ്യൂ ക്യാൻസൽ ആയി പോവും. പിന്നെ എന്ത് വരും? A1 ബൈ A2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. A1 ബൈ A2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. പിന്നെ എന്ത് വരും? ω1 ബൈ ω2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ω1 ബൈ ω2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. പിന്നെ എന്തും വരും? ലാംഡ1 ഡിവൈഡഡ് ബൈ ലാംഡ2 എന്ന് വരും. ലാംഡ1 ഡിവൈഡഡ് ബൈ ലാംഡ2 എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 3/5 ടൈംസ് ഇൻറ്റു 3/5 ടൈംസ് ഇൻറ്റു ആദ്യത്തെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് എത്ര മക്കളെ? ആദ്യത്തെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ 2a ആണ് 1. അപ്പോൾ a 1/2 എന്ന് വരും. അടുത്ത കേസിൽ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 2 ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ അപ്പോൾ 2a1 എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത കേസിൽ 2a2 ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ആൻറ്റിനോഡ് 2a2 ആണ്. സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് 2. അപ്പോൾ A1 എത്രയാണെന്ന് കിട്ടും മക്കളെ? 1/2 എന്ന് കിട്ടും. A2 എത്രയാണെന്ന് കിട്ടും മക്കളെ? 1 എന്ന് കിട്ടും. അപ്പോൾ A1 എന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ A2 എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 1 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ A1/A2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടും. ഇനി മക്കളെ ആദ്യത്തെ കേസിൽ എത്ര ലൂപ്പേ ഉള്ളൂ? 3 ലൂപ്പേ ഉള്ളൂ. അപ്പോൾ 3 ലൂപ്പിൻ്റെ ഫ്രീക്വൻസി ω1/ω2ന് നമുക്ക് F1/F2 എന്ന് എഴുതാമല്ലോ. ω1/ω2ന് നമുക്ക് എന്തെന്ന് എഴുതാം? F1/F2 എന്ന് എഴുതാം. അപ്പോൾ F1ന് എന്തെഴുതാം? ആദ്യത്തെ കേസിൽ 3 ലൂപ്പേ ഉള്ളൂ. 3 ലൂപ്പിൻ്റെ ഫ്രീക്വൻസി അപ്പോൾ തേർഡ് ഹാർമോണിക് 3v/2 അല്ല ആണോ? അടുത്ത കേസിൽ 5 ലൂപ്പ് ഉണ്ട്. അപ്പോൾ 5 ലൂപ്പിൻ്റെ ഫ്രീക്വൻസി 5v/2 അല്ല ആണോ? അപ്പോൾ v/12 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ω1/ω2 3/5 എന്ന് വരും. അപ്പോൾ ω1/ω2 എന്ന് പറഞ്ഞാൽ 3/5 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ω1/ω2 എന്ന് പറയുന്നത് 3/5 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ. അപ്പോൾ ω1/ω2 എന്ന് പറയുന്നത് 3/5 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി എന്തും കൂടെ ഉണ്ട് മക്കളെ? ഇനി λ1/λ2 കൂടെ ഉണ്ട് അല്ലേ? അപ്പം ഇവിടെ എത്ര ലൂപ്പുണ്ട്? ഇവിടെ 3 ലൂപ്പുണ്ട്. അപ്പോൾ 3 ലൂപ്പിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3λ1/2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു L. അപ്പോൾ λ1 എന്ന് പറയുന്നത് 2L/3 എന്ന് വരും. അപ്പോൾ λ1 എന്ന് പറയുന്നത് എന്തെന്ന് വരും മക്കളെ? 2L/3 എന്ന് വരും. അപ്പോൾ λ1 2L/3 എന്ന് വരും അല്ലേ? അതേ കണക്ക് ഇവിടെ എത്ര ലൂപ്പുണ്ട്? 5 ലൂപ്പുണ്ട്. ഒരു ലൂപ്പിൻ്റെ ലെങ്ത് λ2/2 ആണ്. അപ്പോൾ 5 ലൂപ്പിൻ്റെ ലെങ്ത് 5 ഇൻറ്റു λ2/2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു L ആണ്. അങ്ങനെയാണെങ്കിൽ λ2 എന്ന് പറയുന്നത് 2L ഡിവൈഡഡ് ബൈ 5 ആണ്. അപ്പോൾ λ2 എന്ന് പറഞ്ഞാൽ 2L ഡിവൈഡഡ് ബൈ 5 ആണ്. അങ്ങനെയാണെങ്കിൽ λ1/λ2 എടുത്താൽ λ1 ഡിവൈഡഡ് ബൈ λ2 എടുത്താൽ 2L ക്യാൻസൽ ആയി പോവും. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. λ1 ഡിവൈഡ് ബൈ λ2 എടുത്താൽ 5 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ ഒരു 3/5 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 5/3 ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്താൽ ഒരു 3/5 അങ്ങ് ക്യാൻസൽ ആയി പോകും അല്ലേ? അപ്പോൾ ആൻസർ എത്ര കിട്ടും? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 3/5 ഇൻറ്റു 1/2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഇനി 3/5 എന്ന് കിട്ടും ആണോ? സോ ദ ആൻസർ വിൽ ബി വാട്ട്? ആൻസർ വിൽ ബി 9/100. അവർ എക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സോ എക്സ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത് ലേശം ലെങ്തി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പം ആ സ്റ്റാൻഡിംഗ് വേവിൻ്റെ ലൂപ്പിൻ്റെ എനർജി അറിയാമെങ്കിലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡിംഗ് വേവിൻ്റെ ലൂപ്പിൻ്റെ എനർജി അറിയാമെങ്കിലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പിടികിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടെമ്പറേച്ചർ RMS വെലോസിറ്റി ഓഫ് എ ഹൈഡ്രജൻ മോളിക്യൂൾ ഈക്വൽ ടു ദാറ്റ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ അറ്റ് 47 ഡിഗ്രി സെൽഷ്യസ്. അതായത് RMS വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ, അതായത് ഏത് ടെമ്പറേച്ചർ? അപ്പോൾ 3RT ഡിവൈഡഡ് ബൈ M ആണ് RMS വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 3RT ഡിവൈഡഡ് ബൈ M, ഹൈഡ്രജൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ മക്കളെ? 3R ഇൻറ്റു
ഓക്സിജൻ്റെ ഏത് ടെമ്പറേച്ചറിലെ 47 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 273 + 47 കൊടുക്കേണ്ടി വരും. അപ്പോൾ 273 + 47 കൊടുത്താൽ 320 എന്ന് പറയുന്നത് കിട്ടും. ഡിവൈഡഡ് ബൈ ഓക്സിജൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ ഓക്സിജൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് T കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓഫ് two concentric half rings of radii R1 and R2 having same linear charge density lambda is lambda by x epsilon 0 then the value of x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം അപ്പർ ലൂപ്പ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ പറയാം. അപ്പർ ലൂപ്പ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് k എന്ന് പറഞ്ഞാൽ 1/4πε0 ആണ്. അപ്പർ ലൂപ്പ് അല്ലെങ്കിൽ മുകളിലുള്ള സാധനം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 1/4πε0 Q/R അല്ലേ. മൊത്തം എത്ര ചാർജ് ഉണ്ട്? യൂണിറ്റ് ലെങ്തിൽ ലാംഡ ചാർജ് ഉണ്ട്. യൂണിറ്റ് ലെങ്തിൽ ലാംഡ ചാർജ് ഉണ്ട്. ഇവിടെ എത്ര ലെങ്ത് ഉണ്ട് പിള്ളേരെ? πr2 ലെങ്ത് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ലാംഡ × πr2 ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും മക്കളെ? R2 എന്ന് പറയുന്നത് കിട്ടും. കാര്യം ഇവിടെ നിന്ന് സെൻറ്ററിലേക്കുള്ള ദൂരം R2 ആണ്. ഇനി അതേ പോയിന്റിൽ അതേ സെൻറ്ററിൽ അല്ലേ അകത്തുള്ള സെമി സർക്കുലർ റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അതിൻ്റെയും ഫോർമുല 1/4πε0 Q/R ആണ്. യൂണിറ്റ് ലെങ്തിൽ എത്രയുണ്ട് പിള്ളേരെ? ലാംഡയുണ്ട്. അവിടെ എത്ര ലെങ്ത് ഉണ്ട് പിള്ളേരെ? πr1 ലെങ്ത് ഉണ്ട്. അവിടെ എത്ര ലെങ്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ πr1 ലെങ്ത് ഉണ്ട്. ഡിവൈഡഡ് ബൈ സെൻറ്റർ മുതൽ അവിടെ വരെയുള്ള ദൂരം R1 ആണ്. അപ്പോൾ R1 എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. അതാണെങ്കിൽ ഇവിടെ R2 എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. π എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. അതാണെങ്കിൽ ഇവിടെയും π എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും മക്കളെ? ഇവിടെ λ/4ε0 പ്ലസ് എന്തെന്ന് കിട്ടും? λ/4ε0 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് λ/2ε0 ആണ്. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് λ/2ε0 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ ആറ്റം on an excited state having energy -0.544 electron volt. Maximum number of allowed transmission to lower energy level എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം -13.6/n² ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് അല്ലേ. -13.6/n² ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. അപ്പോൾ ഇവിടെ എനർജി എത്രയാണെന്ന് തന്നിട്ടുണ്ട് മക്കളെ? ഇവിടെ എനർജി എന്ന് പറയുന്നത് -0.544 എന്ന് തന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് ഈക്വൽ ടു -13.6 ഡിവൈഡഡ് ബൈ n² എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് n കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രാൻസിഷൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് n × n-1/2. അപ്പോൾ ട്രാൻസിഷൻ എന്ന് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് n × n-1/2 ആണ് കേട്ടോ. n × n-1/2. അപ്പോൾ ഇതാണ് 29ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കും. ഇത് 25 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ n² 5 എന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 5 × 5 - 1/2 അപ്പോൾ 20/2. അപ്പോൾ ആൻസർ 10 എന്ന് പറയുന്നത്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ഫിഗർ ടോട്ടൽ ചാർജ് സ്റ്റോർഡ് ഇൻ ദ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഈസ് 200 മൈക്രോകൂളം. ദെൻ ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ് ചോദിച്ചത്. ദെൻ ദ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എത്ര വോൾട്ടേജ് വരും മക്കളെ? ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് 20 വോൾട്ട് തന്നെ വരും. കാര്യം ഇതെല്ലാം ഏത് കണക്ഷനാണ്? പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് 20 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജും 20 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജും എത്ര തന്നെയാണ് മക്കളെ? 20 വോൾട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എത്ര ചാർജ് ഉണ്ട്? Q = CV ആണ്. അപ്പോൾ ഇവിടുത്തെ ചാർജ് 40 മൈക്രോകൂളംബ്. അതാണെങ്കിൽ ഇവിടുത്തെ ചാർജ് എത്രയുണ്ട്? ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് 3 × 20. അപ്പോൾ എത്ര ചാർജ് ഉണ്ട്? 60 മൈക്രോകൂളം ചാർജ്. അപ്പോൾ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് 20 × x ആണ്, അല്ലെങ്കിൽ x × 20 ആണ്. ആണോ? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടണം? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 200 കിട്ടണം അല്ലേ. കാര്യം ടോട്ടൽ ചാർജ് 200 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് മക്കളെ? 40 മൈക്രോകൂളംബ് പ്ലസ് അല്ലേ 40 മൈക്രോകൂളംബ് പ്ലസ് 20x മൈക്രോകൂളംബ് പ്ലസ് എത്ര മക്കളെ? 60 മൈക്രോകൂളംബ് ഈസ് ഈക്വൽ ടു അവരെത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 200 മൈക്രോകൂളം. കാര്യം എല്ലാ കപ്പാസിറ്ററും കൂടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് മൈക്രോകൂളം റേഞ്ചിലാണ്. അങ്ങനെയാണെങ്കിൽ 20x = എന്തെന്ന് കിട്ടും മക്കളെ? 20x = 100 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 20x = 100 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ x = എത്രയാണെന്നാണ് കിട്ടുന്നത്? x = 5 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ x = 5 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആൻസർ 5 മൈക്രോഫാരഡ്. x മൈക്രോഫാരഡ്, എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. സോ ദ ആൻസർ ഈസ് 5. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.
ഹായ് ഹലോ മൈ നെയിം ഇസ് സജേഷ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മളുടെ JEE മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഞാൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് മീൻസ് JEE മെയിൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഫ്രം ദി ചാപ്റ്റർ ബയോമോളിക്കുളാണ്. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ചാപ്റ്ററാണ്, പക്ഷേ നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. ആദ്യം ഗ്ലൂക്കോസ് ട്രീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അണ്ടർ ഹീറ്റ് നോ റിയാക്ഷൻ. നിങ്ങൾ NCERT കൊടുത്തിട്ടുണ്ട്. ഗ്ലൂക്കോസിൻ്റെ ഓപ്പൺ സ്ട്രക്ചറുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ റിംഗ് സ്ട്രക്ചർ എന്തുകൊണ്ട് വന്നു, അതിനുള്ള റീസൺ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റുമായിട്ട് ഒരു അഡീഷൻ പ്രൊഡക്റ്റ് ആൽഡിഹൈഡുകൾ തരേണ്ടതാണ്. ഗ്ലൂക്കോസ് ഒരു ആൽഡോ ഹെക്സോസ് ആണ്. സോ ഡെഫിനറ്റ്ലി ഇയാൾ ആ റിയാക്ഷൻ തരണം, പക്ഷെ തരുന്നില്ല. മനസ്സിലായോ? അപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ CHO ഗ്രൂപ്പ് അത്ര ഫ്രീ അല്ല, അതൊരു റിംഗ് ഫോർമേഷനിൽ പങ്കെടുത്തു. സോ ദാറ്റ്സ് വൈ ഈ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റുമായിട്ട് ഇയാൾക്കുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് നോ റിയാക്ഷൻ ആണ്. സോ എയുടെ കോഡ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ ആയി. അടുത്ത നോക്കാം. B HNO3 നൈട്രിക് ആസിഡ് വിച്ച് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ബ്രോമിൻ ഈസ് ഓൾസോ ആൻ ഓക്സിഡൈസിങ് ഏജന്റ്, ബട്ട് ദിസ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് വൺ. അങ്ങനെ വരുമ്പം ഗ്ലൂക്കോസിന്റെ മുകളിലുള്ള CHOയും താഴെയുള്ള CH2OH ഓക്സിഡൈസ് ചെയ്ത് സാക്കറിക് ആസിഡ് ആയിട്ട് മാറും. സോ ബിയുടെ കോഡ് എന്ന് പറയുന്നത് 4 ആണ്. പക്ഷേ ഡിയുടെ കോഡ് എന്ന് പറയുന്നത് ഗ്ലൂക്കോണിക് ആസിഡ് ആണ്. ഡിയുടെ കോഡ് 1 ആണ്. പിന്നെയുള്ളത് ഗ്ലൂക്കോസ് ബാർ HI ആണ്. എന്തിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് നോർമൽ ഹെക്സൈൻ കിട്ടും. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഗ്ലൂക്കോസിൻ്റെ 6 കാർബൺ ആറ്റങ്ങൾ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ഫാഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ സിയുടെ കോഡ് എന്ന് പറയുന്നത് എത്രയാ 2 3 ആണ് അല്ലേ. അപ്പം A2 ഓക്കെ, A2 ദെൻ B4 ദെൻ B4 സാക്കറിക് ആസിഡ്, C3 ആണ്, C ഗ്ലൂക്കോസ് ഓക്കെ നോർമൽ ഹെക്സൈൻ, ആൻഡ് D1 ആണ് ഓക്കെ ഗ്ലൂക്കോണിക് ആസിഡ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 2 വരും. ഓക്കെ, നെക്സ്റ്റ് വൺ. Given below are two statements. One is labeled as assertion and the other is reason. Assertion: melting point of boron 2453 Kelvin is unusually high in group 13 element. So group 13 element, it is very high, yeah, because boron has a very strong crystalline lattice which is made up of B12 icosahedral unit, and the reason given solid boron has very strong crystalline lattice. Both are correct, and reason is the correct explanation of assertion. So answer is option 2, and this is from the chapter first year P block. Then assertion again. The first ionization energy of beryllium is greater than that of boron. നിങ്ങൾക്കറിയാം this is beryllium group 2 and boron is group 13. സോ അങ്ങോട്ട് പോകുമ്പം ഓട്ടോമാറ്റിക്കലി സൈസ് കുറയുകയും അയണൈസേഷൻ എന്താൽപ്പി കൂടുകയും വേണം. സോ ദി എക്സ്പെക്റ്റഡ് ട്രെൻഡ് വിൽ ബി ബെർലിയം ലെസ് ദാൻ ബോറോൺ, വിച്ച് ഈസ് റോങ്, ബട്ട് ബെർലിയം ഗ്രേറ്റർ ദാൻ ബോറോൺ, യു നോ ദാറ്റ് വൺ അല്ലേ. അതൊരു എക്സെപ്ഷണൽ ബിഹേവിയർ ആണ്. കാരണം ബെർലിയത്തിൻ്റെ അല്ലെങ്കിൽ ബോറോണിൻ്റെ 2p ഓർബിറ്റൽ എന്ന് പറയുന്നത് മോർ ഷീൽഡഡ് ഫ്രം ദി ന്യൂക്ലിയസ് ആണ്. സോ മോർ ഷീൽഡ് എന്ന് വെച്ചാൽ നന്നായിട്ട് ഈ ഇലക്ട്രോണുകൾ 2p ഉന്തി വിടും. അപ്പോൾ 2p എന്ന് പറഞ്ഞ ഇലക്ട്രോൺ അട്രാക്ഷൻ, ന്യൂക്ലിയർ അട്രാക്ഷൻ നിന്ന് ഫ്രീ ആവുകയും പെട്ടെന്ന് അയണൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബോറോന്റെ അയണൈസേഷൻ എന്തായാലും ബെർലിയത്തിനേക്കാൾ കുറഞ്ഞതായിട്ടാണ് കാണപ്പെടുന്നത്. സോ അതൊരു എക്സെപ്ഷണൽ ബിഹേവിയർ ആണ്. സോ ദിസ് ഇസ് കറക്റ്റ് സ്റ്റേറ്റ് അസർഷൻ. Then 2p orbital is more penetrating power than 2s orbital. Never, because s ഓർബിറ്റലിനാണ് പെനട്രേറ്റിംഗ് പവർ ഏറ്റവും കൂടുതൽ. പെനട്രേറ്റിംഗ് പവർ ഇസ് എ ടെൻഡൻസി ഓഫ് ഇലക്ട്രോൺ ടു മൂവ് ടുവേഴ്സ് ദി ന്യൂക്ലിയസ് ആണ്. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ന്യൂക്ലിയസിന്റെ അടുത്തുള്ള ആളുകൾക്ക് തന്നെയാണ്. സോ SPDF is the order. So this is wrong. So assertion is true but reason is false. Answer is option 3. Next one, and this is from classification of elements. Next one. Choose the correct answer. Given below are two statements. Okay, para-nitrophenol is more acidic than meta-nitrophenol and ortho-nitrophenol. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉള്ളി അല്ലേ. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം നൈട്രോ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫിനോൾ വരയ്ക്കുന്നു. ദിസ് ഇസ് OH, ദർ ഇസ് എ ലോൺ പെയർ, ആൻഡ് പാരാ പൊസിഷൻ നൈട്രോ ഗ്രൂപ്പ് ഇസ് ദെയർ. ഓക്കെ, നമ്മൾ ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം ഇത് ആദ്യം ഇവിടെ വരും. അപ്പോൾ ഇത് ഇങ്ങോട്ട് കയറുമ്പം ഇത് തിരിച്ച് ഇവിടെ വരികയും ഇവിടെ വന്നാൽ ഇതിൻ്റെ -R and -I എഫക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുകയും സ്റ്റെബിലിറ്റി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും ആരുടെ ഫിനോക്സൈഡിൻ്റെ. ആൻഡ് ദാറ്റ്സ് വൈ ദി റിമൂവൽ ഓഫ് H+ ഈസ് വെരി ഫാസ്റ്റ്.
അല്ലേ? അപ്പം നിങ്ങൾ NO2 ഗ്രൂപ്പ് എന്താ ചെയ്ത് നമ്മളുടെ നെഗറ്റീവ് ചാർജിനെ, അതായത് കാർബണിൻ്റെ അകത്തുള്ള നെഗറ്റീവ് ചാർജിനെ ഡീലോക്കലൈസേഷനെ സപ്പോർട്ട് ചെയ്തു. സോ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്തു ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ഇസ് ഹൈലി അസിഡിക്. ഇനി ഓർത്തോയിൽ വരുമ്പോഴും കുഴപ്പമില്ല. ഓർത്തോയിൽ വരുമ്പോഴും N ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O ആണ്. ഇവിടെയും ആ നെഗറ്റീവ് ചാർജ് വരുന്നുണ്ട് അല്ലേ? നെഗറ്റീവ് ചാർജ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റെബിലിറ്റി നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അപ്പോൾ ഇയാളും നല്ല അസിഡിക്കാണ്. പക്ഷേ മെറ്റ എന്ന് പറയുമ്പോൾ മെറ്റാല് നൈട്രോ ഗ്രൂപ്പ് അത്ര കാര്യമായിട്ട് വരത്തില്ല. മീൻസ് -R എഫക്ട് ഓപ്പറേറ്റ് ചെയ്യത്തില്ല. ഒള്ളി -I ആണ്. ഇപ്പം ഇവിടെ -R -I ഉണ്ട്. ഓർത്തോയിലും -R -I ഉണ്ട്. രണ്ട് എഫക്റ്റുകളും നല്ല രീതിയിലുണ്ട്. അതിൽ പാരാ ഐസോമറാണ് കുറച്ചുകൂടി എന്താ പറയുക നല്ല രീതിയിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുക. ഓർത്തോ പൊസിഷനിലും -R -I ഉണ്ട്. ഓർത്തോ നൈട്രോഫിനോളും ഹൈലി അസിഡിക് ആണ്. അതിനേക്കാൾ കുറച്ചുകൂടി അസിഡിറ്റി കൂടുതൽ പാരാ നൈട്രോ ഫിനോളിനാണ്. സോ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. Then ethanol will give immediate turbidity with Lucas reagent, which is wrong. അല്ലെ, ethanol ഒരു primary alcohol ആണ്. Will not give turbidity with Lucas reagent is concentrated HCl plus anhydrous zinc chloride ആണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ നമ്മളുടെ പ്രൈമറി ആൽക്കഹോൾ ടെർബിഡിറ്റി തരത്തേ ഇല്ല. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റും സെക്കൻഡ് 1 ഫോൾസും ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. ഓക്കെ, നെക്സ്റ്റ് വൺ. Anomalous behavior of oxygen is due to its small size and high electronegativity. So answer is option 4, small size and high electronegativity. Next one, which one of the following statement is correct? Acidic nature of oxide of nitrogen is N2O greater than N2O4, which is wrong, because as the oxidation number increases, acidic nature also increases. Acidic nature directly proportional to oxidation state. Here nitrogen +5, +3, +2 and this is +1. So തിരിച്ചുപോയി അല്ലേ? നമ്മുടെ ഓർഡർ ശരിക്കും തിരിഞ്ഞാൽ വരേണ്ട, തെറ്റാണ്. Tendency to exhibit inert pair effect, that is also തിരിഞ്ഞുപോയി അല്ലേ? ലെഡ് താലിയത്തിനാണ് കുറച്ചുകൂടി നല്ല എന്താ പറയുക ഇനേർട്ട് പെയർ എഫക്റ്റ് കൂടുതൽ കാണപ്പെടുന്നത്. അങ്ങോട്ടേക്ക് പോകുന്തോറും ആ ടെൻഡൻസി കുറയുക ചെയ്യാം. താലിയത്തിനേക്കാൾ കപ്പാസിറ്റി കൂടുതലാണ് ലെഡിനെന്ന് പറയുന്നു. ലെഡിനേക്കാൾ കൂടുതലാണ് ബിസ്മത്തിനെന്ന് പറയുന്നു. ബിസ്മത്തിനേക്കാൾ കൂടുതൽ ഇൻഡിയം. അങ്ങനെയല്ല, അങ്ങോട്ട് പോകുന്തോറും ആ ടെൻഡൻസി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് താലിയത്തിലാണ്. കാരണം താലിയത്തിലാണ് ആദ്യമായിട്ട് ഒരു 6Fന്റെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓപ്പറേറ്റ് ചെയ്തതും. സോ ദിസ് ഇസ് ഓൾസോ റോങ്. Then standard reduction potential for lithium is the highest while fluorine is the least. That is also wrong. Standard reduction potential of lithium is -3.05, which is least, and fluorine +2.87, which is most. ഇങ്ങനെയാണ്. Then tendency to exhibit back bonding is BF3, BCl3, BBr3, BI, and this is the correct option. അല്ലേ? നിങ്ങൾക്കറിയാം സെക്കൻഡ് പീരീഡ് ആണ് ഏറ്റവും നല്ല ബാക്ക് ബോണ്ടിങ്. പിന്നെ സെക്കൻഡ് പീരീഡ് തേർഡ് പീരീഡ് ആണ്. പിന്നെ അതിനുശേഷം പ്രാക്ടിക്കലി നമ്മൾ ഇല്ല എന്നാണ് പറയാം. പക്ഷെ ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ BR3 BI3 കൂടുതലാണെന്ന് പറയാം. അപ്പോൾ ഏറ്റവും നല്ല ബാക്ക് ബോണ്ടിങ് നടക്കുന്ന സെക്കൻഡ് പീരീഡ് മെമ്പേഴ്സിനാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് BF3. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. 37. An aqueous solution containing a cation, yes, gives a white precipitate with a dilute HCl. Okay, ഒരു aqueous solution containing a cation ആണ്. White precipitate with a dilute HCl means definitely it is group 1. Group 1 ആരാളുള്ളത്? Pb2+, അല്ലേ? തന്നെ നമുക്ക് ആൻസർ ആയി Pb2+. Then and the precipitate is soluble in hot water. SpBCl2 will be soluble in hot water. Then H2S is passed and hot acidic solution gives a black precipitate of PBS. Like black precipitate PBS ആണ്. Then they asked about the cation is Pb2+. Answer is option 1. The correct statement regarding nucleophilic substitution reaction in a chiral alkyl halide. Nucleophilic substitution reaction is actually SN1 and SN2 chiral, which is optically active. Retention occurs in SN1 reaction and inversion occurs in SN2 reaction. Yes, but SN1 ശരിക്കും റിട്ടൻഷൻ മാത്രമല്ല, റിട്ടൻഷനും ഇൻവേർഷനും ഉണ്ടായിട്ട് ഒരു റെസമിക് മിക്സ്ചറാണ് കിട്ടുക. കംപ്ലീറ്റ് റെസമിക് മിക്സ്ചർ ആയിരിക്കില്ല, പാർഷ്യൽ റെസമൈസേഷൻ. സോ ഇത് നമുക്ക് ശരിയാണെന്ന് പറയാൻ വരട്ടെ. റെസമൈസേഷൻ occurs in both SN1 and SN2. അത് തെറ്റാണ്. റെസമൈസേഷൻ SN1 SN2 ഉണ്ടാവില്ല. Then റെസമൈസേഷൻ occurs in SN1 reaction. Yes, inversion occurs in SN2 reaction. കറക്റ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് തെറ്റാന്ന് എഴുതാം, സിംഗിൾ കറക്റ്റ് ആയതുകൊണ്ട് കേട്ടോ. Then റെസമൈസേഷൻ occurs in SN1 reaction and retention occurs in SN2 reaction. Resemization occurs in SN1 reaction and retention occurs in SN2, which is wrong. So answer is option 3. 39.
Given below are two statements. Statement 1, IUPAC name of OHCH2 CH2 tri-CH2 COCH3 is 7-hydroxyheptane 2-on. Okay, this is your functional group. This is also another functional group. Principal functional group is ketonic. So 1, 2, 3, 4, 5, 6, 7. So this is 7-hydroxyheptane 2-on. So the statement 1 is correct. Then 2-oxoheptane 7-ol. 2-oxoheptane 7-ol is the correct IUPAC name of the above compound, which is wrong. So statement 1 is correct and statement 2 is incorrect. Option 1. Question number 40. Cyclohexene is dash type of an organic compound. Acyclic? No, it is cyclic. Benzenoid? No, there is not benzenoid. Benzenoid? No. And this is alicyclic? Yes. Answer is option 3. Aromatic allata cyclic, alicyclic. 41. The major product of the following reaction, and you can see this is vicinal dibromide, and we are treating with the alcoholic KOH. So 1 bromine and 1 H will go, and there is a double bond. NaNH2 and 1 bromine and 1 H will go, there is a triple bond. So that product is RC triple bond CH. Okay, now palladium, barium sulfate, quinoline, that is actually poison, and this is like Lindlar's catalyst. Lindlar's catalyst. Palladium activity നമ്മൾ കുറച്ച് ക്യാൻസൽ ചെയ്തു. അപ്പം പലേഡിയം നിങ്ങൾ പഠിച്ചിരുന്ന Lindlar's catalyst palladium bar C carbon. C for cis എന്ന് ഓർത്താൽ മതി. So the corresponding alkene obtained will be cis form. Answer is option 1. ഇനി ഇവിടെ നമ്മൾ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ആണെങ്കിൽ ആൻസർ ഇസ് ഓപ്ഷൻ 2 ട്രാൻസ് എന്ന് കിട്ടിയാണ് കേട്ടോ. Okay, answer option 1. Then it is observed that characteristic X-ray spectra of elements show regularity when frequency to the power n, that is nu raised to n, of the X-ray is emitted is plotted against atomic number Z. Following graph is obtained. Value of n is 1/2. That is, root of nu will be directly proportional to Z minus B, or root of nu is equal to A into Z minus B. So root of nu is equal to AZ minus AB. So we are plotting root nu against y axis and Z against x axis. So this is y is equal to mx minus c. So y root of nu ആണ്, nu raised to n ആണ്, n is actually 1/2. Answer is option 4. Next one, element not showing variable oxidation state in its compound compared to these three, the answer will be option 4. Only -1 state, -1 oxidation state is possible for fluorine. So answer is option 4. 44. The graph which represents the following reaction. This is a tertiary alkyl halide, OH minus in the case of pyridine, C6H5 tri-COH. ഇവിടെ തന്നിരിക്കുന്ന OH ഗ്രൂപ്പാണ്, CL മാറി അവിടെ OH കയറുക ചെയ്ത്. സോ ഇതൊരു SN റിയാക്ഷൻ ആണെന്ന് മനസ്സിലായി. SN1 or SN2 അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. യൂഷ്വലി ടെർഷറി ആകുമ്പോൾ നിങ്ങൾക്കറിയാം ദിസ് SN ഈസ് ഡെഫിനറ്റ്ലി SN1 ആണ്. സോ SN1 റിയാക്ഷൻ്റെ പ്രത്യേകത, റേറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ടു ദി പവർ 1 only. Does not depends upon the concentration of OH minus and concentration of solvent. So rate and OH minus, no, we cannot say that because OH minus in the concentration rate affect ചെയ്യല. ടെർഷറി ആൽക്കൈൽ ഹാലൈഡിന്റെ റേറ്റും ഇതും ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കറക്റ്റ് ആണ്. പിരിഡിന്റെ കോൺസെൻട്രേഷൻ തെറ്റാണ്. ഇത് റേറ്റ് അനക്കമില്ല, തെറ്റാണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ 2, SN1 mechanism. Then 45. Identify A and B in the following reaction. Bromine sequence. ഇത് ആക്ച്വലി നിങ്ങളുടെ 2024 JEE മെയിൻസിൻ്റെ ഏതോ ഒരു സെക്ഷനിലുള്ള ക്വസ്റ്റൻ ആണ്. ആക്ച്വൽ ആൻസർ ഇതിനകത്തില്ല, നിങ്ങൾ കമ്പയർ ചെയ്തെടുക്കലേ നടക്കുള്ളൂ കേട്ടോ. ഇത് ബ്രോമിൻ ആണ് ആൻഡ് ബ്രോമിൻ ഈസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ബട്ട് ആക്ച്വലി ദിസ് ഇസ് റിംഗ് ഡീആക്ടിവേറ്റർ ആണ് അല്ലേ. ബ്രോമിൻ എന്ന് പറഞ്ഞാൽ റിംഗ് ഡീആക്ടിവേറ്ററാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോ നൈട്രോയും പാരാ നൈട്രോയും കിട്ടണം. ഓർത്തോ നൈട്രോ പാരാ നൈട്രോ ബ്രോമോ ബെൻസിൻ കിട്ടണം. അതിൽ തന്നെ പാരാ നൈട്രോ ആണ് ഏറ്റവും സ്റ്റേബിൾ ഉള്ളതിൽ സ്റ്റേബിൾ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പാരാ നൈട്രോ കിട്ടും. പിന്നെ നൈട്രോ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് മാത്രം അവിടുത്തെ ബ്രോമിൻ നമുക്കറിയാം ബെൻസൈൻ മെക്കാനിസം, അഡീഷൻ എലിമിനേഷൻ അല്ലെങ്കിൽ എലിമിനേഷൻ അഡീഷൻ മെക്കാനിസം വഴി ഈ OH അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് പാരാ നൈട്രോ ഫിനോൾ കിട്ടുക ചെയ്യുക. അപ്പോൾ ഇവിടെ പാരാ നൈട്രോ ബെൻസോയ് ഇത് അതുണ്ട്, പാരാ നൈട്രോ അല്ലേ, ഓപ്ഷൻ 4-ലില്ല. അപ്പോൾ പാരാ നൈട്രോ എ എന്ന് പറയുന്നത് ഇതുമായിട്ട് മാച്ചിങ് ആയി, പക്ഷെ ബി ഇതുമായിട്ട് മാച്ച് ആവുന്നില്ല.
ബ്രോമിൻ അവിടെ ഇരുന്നുകൊണ്ട് OH കയറുകയല്ല ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഓപ്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചത് കട്ടായിപ്പോയി. പിന്നെ ബ്രോമിൻ അവിടെ വെച്ചുകൊണ്ട് ഇവിടെയും വന്നു, ഇവിടെ അങ്ങനെ കൊടുക്കാം വേണമെങ്കിൽ 2 നൈട്രോ, പിന്നെ ഇവിടെ കൊടുത്തേക്കുന്ന നൈട്രോ തന്നെയാണ്, BR മാറി അങ്ങനെയല്ല. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് കോൺസെൻട്രേറ്റഡ് HNO3 ആണല്ലോ. അപ്പോൾ കോൺസെൻട്രേറ്റഡ് HNO3 വരുന്ന സമയത്ത് ആ ഫിനോൾ ട്രീറ്റ് ചെയ്തപോലെ അവർ ട്രീറ്റ് ചെയ്തേക്കുന്നത്. അതായത് 3 പൊസിഷനിൽ NO2 വരികയും വളരെ ഈസി ആയിട്ട് BR മാറി OH വരികയും ചെയ്യും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 എന്ന് എഴുതാൻ പാടുള്ളൂ. സോ അതൊരു കമ്പാരിസൺ മെത്തേഡാണ്, ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതും എഴുതാൻ നിൽക്കണ്ട, ഓപ്ഷൻ 3 എഴുതാൻ നിൽക്കണ്ട. കാരണം കോൺസെൻട്രേറ്റഡ് HNO3 എന്ന് പറഞ്ഞ് തരുമ്പം ഇത് നല്ല രീതിയിൽ ആക്ടിവേറ്റിംഗ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ചെയ്യുക. പക്ഷേ ആക്ച്വലി ദിസ് ഇസ് കോൺസെപ്ച്വലി റോങ് ആണ്. പക്ഷേ ആൻസർ ഈസ് ഓപ്ഷൻ 1. Then 46. In Carrier's method of estimation of halogen, 0.172 gram of an organic compound showed the presence of 0.08 gram of bromine. Which of these is the correct structure of the compound? നമ്മൾ മോളാർ മാസ് എടുത്താൽ മതി അല്ലേ. ഇവിടെ 80, ബ്രോമിൻ 80 ആണ്, കാർബൺ 2 24, 5 ഹൈഡ്രജൻ 5, 5 4 9, 8 2 10, 109 ഗ്രാം കണ്ടെയ്ൻ 80 ഗ്രാം ബ്രോമിൻ ആണ് അല്ലേ. 109 ഗ്രാം കോമ്പൗണ്ടിൽ 80 ഗ്രാം. അപ്പോൾ 0.08 വരുമ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ അല്ല. ഇതിന്റെ മോളാർ മാസ് എടുക്കുമ്പോൾ ബെൻസിന്റെ മോളാർ മാസ് 78 ആയിരുന്നു, 2 സ്ഥലത്ത് ഹൈഡ്രജൻ പോകുമ്പോൾ 76 വരും. അതിന്റെ കൂടെ ബ്രോമിന്റെ ഒരു 80ഉം NH2ന്റെ ഒരു 12ഉം 14ഉം 2ഉം 16ഉം കൂടെ കൂട്ടണം. സോ 6 6 12, റിമൈൻഡർ 1, 8 2 10, 172. അപ്പോൾ കണ്ടോ കറക്റ്റായി. 172 ഗ്രാമിൽ നിന്ന് 80 ഗ്രാം കിട്ടും. അങ്ങനെയാണെങ്കിൽ 0.08 എന്ന് പറയുമ്പോൾ ബൈ 1000 ആണ്. അപ്പോൾ 0.172 ഗ്രാം ആണ്. അപ്പോൾ ഈ ഡാറ്റ ഇതുമായിട്ടാണ് മാച്ചിങ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. സിമ്പിളായിട്ട് ചെയ്യാം. Then 47. Which of the following reaction is disproportionation reaction? നിങ്ങൾക്കറിയാം ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് യൂഷ്വലി മിഡിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കൂടുകയും കുറയുകയും ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ. സോ എ ആൻസർ ആണ്. ദെൻ MnO4 2 മാംഗനീസ് +6 ആണ്, ഇവിടെ വന്നപ്പോൾ കൂടി ഇവിടെ വന്നപ്പോൾ കുറഞ്ഞു. സോ ഡിസ്പ്രൊപ്പോർഷനേഷൻ ആണ്. ഇവിടെ മാംഗനീസ് +7 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ചെക്ക് ചെയ്യേ വേണ്ട, കാരണം മാംഗനീസ് +7 ആണ്, അത് അയാളുടെ മാക്സിമം, അത് കുറയേ ഉള്ളൂ, പിന്നെ കൂടത്തില്ല. ഇനി MnO4- ആൻഡ് ഹിയർ ഓൾസോ +7, ഇത് രണ്ടും നിങ്ങൾ നോക്കുക വേണ്ട. സോ ആൻസർ എയും ബിയും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ, half life of a first order reaction A gives 2B is 40 minutes at 27 degrees Celsius and 20 minutes at 37 degrees Celsius. The activation energy of reaction is, നിങ്ങൾക്കറിയാം ആദ്യം അവർ തന്നിരിക്കുന്ന T half of അല്ലേ ഇൻ ഫസ്റ്റ് കണ്ടീഷൻ വിച്ച് ഈസ് ഇക്വൽ ടു 40 മിനിറ്റ് ആണ്, വിച്ച് ഈസ് ഇക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ K ആണ്. സോ K is equal to, that is K1 is equal to at a temperature 27 degrees Celsius, that is 300 Kelvin. So K1 is equal to 0.693 divided by 40 എന്ന് എഴുതാം. അപ്പോൾ K2 എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എഴുതാം, 0.693 divided by 20 എന്ന് എഴുതാം. ഇനി you need to find out the activation energy. So the equation is log K2 by K1 which is equal to EA divided by 2.303 R into T2 minus T1 divided by T1 T2 എന്നാണ്. സോ ലോഗ് K2 by K1 നമുക്ക് ലോഗ് ഇതുണ്ടോ K2 ഡിവൈഡ് ബൈ K1 വരുമ്പോൾ ഇത് ബൈ ഇൻറ്റു 40 ബൈ, സോ ദാറ്റ് ഈസ് ആക്ച്വലി 2 ലോഗ് 2 വിച്ച് ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ 2.303. ആൻസർ ജൂളിലല്ല കാലറിയിലാണ്. ആറിൻ്റെ വാല്യൂ 2 ആണ്. ആൻഡ് T2 മൈനസ് T1 ഇസ് 10 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 310 ആണ്. സോ EA നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന 13020 കാലറീസ് പെർ മോള് കിട്ടും. എനിക്കൊന്ന് 13,020ക്ക് പകരം എനിക്ക് തോന്നുന്നത് 12,998 ആ റേഞ്ചിലാണ് കിട്ടുക. അപ്പോൾ ഉള്ളതിൽ കറക്റ്റുള്ള ആൻസർ എന്ന് പറയുന്നത് 2 അനുസരിച്ച് വരും. സോ ദിസ് ഇസ് ഓപ്ഷൻ 2. നെക്സ്റ്റ് വൺ, ദി കറക്റ്റ് സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് ഫോർ ദി വാലൻസ് ഇലക്ട്രോൺ ഓഫ് റുബീഡിയം. സോ റുബീഡിയം ഇസ് ആക്ച്വലി എന്താ പറയുക ആൽക്കലി മെറ്റലാണ്. ലിത്തിയം സെക്കൻഡ് പീരീഡ് ആണ് അല്ലേ, സെക്കൻഡ് പീരീഡ് എലമെന്റ് ആണ് ലിത്തിയം. സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം. സോ റുബീഡിയം ഈസ് ദി 5th പീരീഡ് ആണ്. റുബീഡിയം 5th പീരീഡ് ആണ്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഇരിക്കുന്ന 5s ആൽക്കലി മെറ്റൽ ആയതുകൊണ്ട് 5s1 ആണ്. സോ n ഈക്വൽ ടു 5 ആണ്. L ഈക്വൽ ടു 0 ബിക്കോസ് ദിസ് ഇസ് S. L 0 ആണെങ്കിൽ ML 0 ആണ്. MS ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഹാഫ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കാം. സോ 500 പ്ലസ് ഹാഫ് ഈസ് ദെയർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1.
49, 50. Given below are two statements. The NH2 group in aniline is ortho-para-directing and a powerful activating group. Yes, correct statement. Then aniline does not undergo Friedel-Crafts reaction, alkylation and acylation. That is also correct. Why? Because of in aniline, nitrogen carry a lone pair of electron, and in Friedel-Crafts alkylation or acylation, the catalyst used is anhydrous AlCl3, and which is a Lewis acid. So it will suddenly attack this lone pair of electrons on nitrogen, and you will get a salt formation. So acylation and alkylation will be prevented. So that's why aniline and the Friedel-Crafts reaction la pangedukkilla. So this is also correct. Both statements 1 and 2 are correct. Answer 1. Then integer type aanu. Among the following, total number of meta directing groups, that is actually minus R group. We are going to check minus R group. So this is plus R, nitro minus R, cyanide minus R, CH3 plus hyperconjugation, then NH2 plus R, COR minus R, OH plus R, COH minus R, Cl is also plus R. Okay, so how many minus R group is there? 1, അല്ലേ 2, then 3, here it is 4. So answer is 4. Then A gives B. The above reaction is of 0 order. Then half-life of the reaction is 50 minutes. The time taken for the concentration of A to reduce 1/4 of its initial value is dash minute. 0 order ആണ് പറഞ്ഞിട്ടുണ്ട്. ഹാഫ് ലൈഫ് 0 ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് R0 ഡിവൈഡഡ് ബൈ 2k ആണ് ഇക്വേഷൻ അല്ലേ. നിങ്ങൾക്ക് വേണ്ടത് ടൈം റിക്വയർഡ് ഫോർ, സോ T is equal to ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻ R0 മൈനസ് R ഡിവൈഡഡ് ബൈ k ആണ്. ബട്ട് വി നീഡ് R0, R അറിയാം, k വേണം. k ഇവിടുന്ന് കിട്ടും. സോ k is equal to, we can write this is R0 divided by 2t half, so which is equal to R0 divided by 2t half is 50, so which is equal to R0 divided by 100. So you can keep this one as such. ഇനി നമ്മൾ ടൈം, therefore time is equal to R0 എന്താണ്? R0 തന്നെ അല്ലേ. ഇപ്പം എത്രയുണ്ട്? R0യുടെ 1/4. അതെവിടെ നിന്ന് കിട്ടി? അവർ പറഞ്ഞിട്ടുണ്ടല്ലേ, the time required for the concentration of A to reduce to 1/4. ഇപ്പോൾ ഉള്ളത് 1/4 എന്ന് വെച്ചാൽ മീനിങ് എന്താ? 3/4 പോയി. റെഡ്യൂസസ് ബൈ 1/4 ആണെങ്കിൽ മക്കളെ ഇപ്പോൾ ഉള്ളത് 3/4 ആണ്. പക്ഷെ അവർ പറഞ്ഞേക്കുന്നത് 1/4 റെഡ്യൂസ് ആയി. ഡിവൈഡഡ് ബൈ k നമുക്ക് എന്ത് എഴുതാം? R0 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതെന്ത് വരും? 4 - 1, 3/4 ഇൻറ്റു R0 ആൻഡ് ഡിവൈഡഡ് ബൈ R0 ബൈ 100 എന്നുള്ള ഇൻറ്റു 100 മേളി വരും, കട്ടായി. സോ ഇത് രണ്ടും കട്ടായി, 25 വരും. 25 4 100. സോ ദിസ് ഇസ് 75 minutes. സോ ആൻസർ ഈസ് 75. ഓക്കെ, നെക്സ്റ്റ് വൺ. A constant current was passed through a solution of AuCl4 minus ion, and gold is in +3 oxidation state, between gold electrodes. After a period of 10 minutes, the increase in mass of cathode was 1.314. So weight deposited of gold at the cathode will be 1.314 gram. The total charge passed through the solution is actually 1 equivalent എന്ന് പറയുന്നതിന് 1 ഫാരഡേ ആണ് അല്ലേ, 1 ഫാരഡേ ആണ്. അപ്പോൾ നമ്മളിവിടെ എത്ര ഇക്വലൻ്റ് ഉണ്ട് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഇക്വലൻസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ ഇക്വലന്റ് മാസ് ആണ്. ഗിവൺ മാസ് ഈസ് 1.314. ഇക്വലന്റ് മാസ് ഈസ് അറ്റോമിക് മാസ് ബൈ വാലൻസി വിച്ച് ഇസ് 3. സോ 1.314 ഡിവൈഡഡ് ബൈ 197 ഇൻറ്റു 3 വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മളിത് സോൾവ് ചെയ്യുന്ന സമയത്ത് 3 4 10 7 17, ഓക്കെ, 2 റിമൈൻഡർ 1 3 4 9 ആൻഡ് ദിസ് ഇസ് 3.942 ഡിവൈഡഡ് ബൈ 197 ആണ്. നമുക്കിതിനെ 394.2 ബൈ 197 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. സോ 3942 ഡിവൈഡഡ് ബൈ 197 ചെയ്യാം. അപ്പം 197 ചെയ്യുമ്പോൾ 2 ടൈംസ് എടുത്താൽ 4 394 വരും. സോ ദിസ് ഇസ് 2 ആണല്ലേ. നമ്മൾ 0 ഇട്ടു പറ്റൂല, 0 ഇട്ടു 1 ടൈം. സോ ദിസ് ഇസ്
20.01 into 10 raised to minus 3, that is 0.02. സോ ഇത്രയും ഇക്വലൻസ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഒരു ഇക്വലൻറ്റിന് 1 ഫാരഡേ ആണെങ്കിൽ 0.02 ഇക്വലൻറ്റിന് 0.02 ഫാരഡേ ആണ്. ആൻഡ് ദേ സെറ്റ് ഡാഷ് ഇൻറ്റു 10 raised to minus 2 ഫാരഡേ. That dash is actually 2. So the answer is 2. Number of equivalents. Next one, number of optical isomers possible for 2-chlorobutane is 2. കാരണം 2-chlorobutane എന്ന് പറയുമ്പോൾ ഇതാണ് 2-chlorobutane, only one chiral carbon, and this molecule is asymmetric. Asymmetric means എന്താണ് 2 raised to n ആണ് ഫോർമുല. സോ 2 raised to 1 which is equal to 2. നമുക്ക് അതിനൊരു ഈ ഒപ്റ്റിക്കൽ ഐസോമർസത്തിന് ഒരു ചെറിയ എന്താ പറയുക ഒരു ടേബിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അറിയായിരിക്കും എന്നാലും ചുമ്മാ പറയുവാണേ. ഇതിപ്പോൾ നിങ്ങളുടെ എന്താ പറയുക കണ്ടീഷനാണ് അല്ലേ, condition, and this is optical isomers, this is mesoforms, and this is actually total. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടീഷൻ ആയിട്ട് നമ്മൾ അൺസിമെട്രിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ആക്റ്റീവ് ഐസോമേഴ്സ് കണ്ടുപിടിക്കാൻ 2 raised to n is equal to number of chiral carbon. This is number of chiral carbon. Mesoforms 0 ആണ്. സോ ദിസ് ഇസ് 2 raised to n. ഇനി സിമ്മട്രിക്കൽ എഴുതി കഴിയുമ്പോൾ തന്നെ 2 സെറ്റ് ഉണ്ട്. അതിൽ ആദ്യത്തത് ഓടും ഉണ്ട്, രണ്ടാമത്തത് ഈവനും ഉണ്ട്. അതായത് ഓഡ് നമ്പർ ഓഫ് കൈറൽ കാർബണും ഈവൻ നമ്പറും. ഓഡിൻ്റെ ടോട്ടൽ 2 raised to n minus 1ഉം ഈവൻ്റെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് 2 raised to n minus 1ഉം ആണ്. ഇനി നിങ്ങൾക്ക് 2 ഫോമുല ഓർത്ത് വയ്ക്കാം. 2 raised to n/2 minus 1ഉം 2 raised to n minus 1/2. ഇപ്പം ഇതിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ഓഡിന് മാച്ച് ആവുന്നതെന്ന് നോക്കി. ഇപ്പം നമ്മൾ ഇവിടെ ഓട് കൊടുത്തേ, ഇപ്പോൾ ഓട് ചുമ്മാ 1 അല്ലെങ്കിൽ 3/2 1.5 minus 1.5 2 raised to 0.5 ഫ്രാക്ഷൻ വരും. ഫ്രാക്ഷൻ വരാത്ത രീതിയിൽ കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഓടിന് കൊടുക്കണ്ട. ഈവൻ കൊടുത്തേ, അപ്പോൾ 4/2 2 minus 1 1. ഓക്കെ, അപ്പം ഇത് നമുക്ക് ആർക്കാണ് സെറ്റ്? ഈവൻ ആണ് സെറ്റ്. അതൊരു ലോജിക്ക് മതി. ഇനി ഇത് ഈവന് സെറ്റ് ആവില്ല. നോക്കിയാൽ 4 minus 1 3/2 1.5 ഫ്രാക്ഷൻ വരും. 3 minus 1 2/2 1. അപ്പോൾ ഇത് നമ്മൾ ഓടിന് കൊടുക്കാൻ പോവാണേ. അപ്പോൾ നോക്കണം, ഇത് എന്താ പറയുക ഓടിൻ്റെ ടോട്ടലാണ്. ഇത് എന്ന് പറയുന്ന ഈ ഒരു നമ്പർ നമ്മൾ 2 raised to n/2 minus 1 ഈവനെ കൊടുക്കാവുള്ളൂ. അപ്പം ഞാൻ ഇത് ഈവൻ്റെ മീസോയ്ക്ക് കൊടുക്കുവാണ്. 2 raised to n/2 minus 1 കൊടുത്തു. അപ്പോൾ ടോട്ടൽ എത്രയാ? 2 raised to n minus 1 plus 2 raised to n/2 minus 1 വരും. ഇനി ഇത് നമുക്ക് ഏതാ ഓടിനാ കൊടുക്കേണ്ടത്? n minus 1/2. പക്ഷെ ടോട്ടൽ നിങ്ങൾക്കറിയാം 2 raised to n minus 1 ആണ്. അങ്ങനെ വരുമ്പം ഇത് 2 raised to n minus 1/2 ആണ് മീസോ. ഇതാണ് ടോട്ടൽ എങ്കിൽ ഉറപ്പായിട്ടും ഇത് 2 raised to n minus 1 minus 2 raised to n minus 1/2 ആയിരിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴേ അത് കിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വേണമെങ്കിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോമുല വെച്ച് ചെയ്യാൻ പറ്റും. സോ നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ഐസോമേഴ്സ് ഇസ് ആക്ച്വലി 2. Next one. Assume that radius of the first Bohr orbit of hydrogen atom, that is A0, is equal to 0.6 angstrom. The radius of the third orbit of helium plus is എന്ന് പറഞ്ഞ് നിർത്തരുത്. അത്രയും പൈക്കോമീറ്റർ ആണ്, തെറ്റിക്കരുത്. അപ്പം ഞാനിതിനെ 0.6 into 10 raised to minus 10 മീറ്റർ ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കിതിനെ 10 raised to minus 12 മീറ്റർ ആക്കിയാലേ പൈക്കോ ആക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇതിനൊരു 10 raised to 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് 60 into 10 raised to minus 12 മീറ്റർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് 60 പൈക്കോമീറ്റർ എന്ന് എഴുതി ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്കറിയാം Rn is equal to A0 into n square divided by Z ആണ്. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് R3, തേർഡ് ബോർ ഓർബിറ്റ് ആണ്. സോ A0 എന്ന് പറയുന്നത് ശരിക്കും 60 ആണ് അല്ലേ, 60 ആണ്. സോ 60 പൈക്കോമീറ്റർ ഇൻറ്റു എൻ സ്ക്വയർ, തേർഡ് ഓർബിറ്റ് ആകുമ്പോൾ 3 square ഡിവൈഡഡ് ബൈ Z അറ്റോമിക് നമ്പർ ഓഫ് ഹീലിയം 2 ആണ്. സോ ഇത് ക്യാൻസൽ ആയി പോയിട്ട് 30 വരും. സോ 9 വരും. അപ്പോൾ 3 9 270 പൈക്കോമീറ്റർ. സോ ആൻസർ വിൽ ബി 270. Okay. Next one. Among the following oxide of p block elements, number of oxides having amphoteric nature. Cl2O7 is acidic, CO is neutral, PbO is amphoteric. Oxides of lead and tin are always amphoteric. Then N2O acidic, NO neutral, aluminum oxide definitely it is amphoteric, silica acidic, N2O5 is also acidic,
SnO2 is amphoteric. Oxides of lead and tin are always amphoteric. So 1, 2 and 3. So how many amphoteric oxides? 3. 57. The difference between delta H and delta U for a chemical reaction at 27 degree Celsius is 5 kilojoule per mole. That is delta H minus delta U, which is equal to 5 kilojoule per mole. Then what is the value of delta N for the reaction, which is equal to delta Ng into RT. So this is 5 kilojoule means into 1000, 5000 equal to delta N, we don't know, 8.314 into temperature is 300 only. This is 5000 equal to delta N. This is approximately 2500. So delta N value will be 2. So answer is 2. Okay. The following concentration were observed at 500 Kelvin for the formation of ammonia from nitrogen and hydrogen. At equilibrium, concentration of N2, H2 and NH3 are given. Equilibrium constant for this reaction Kc equal to concentration of NH3 the whole square divided by concentration of N2 into concentration of H2 the whole cube. So concentration of NH3 is 1.5 into 10 raised to minus 2 the whole square divided by N2, 2 into 10 raised to minus 2. Hydrogen is 3 into 10 raised to minus 2 the whole cube equal to 1.5 നമുക്ക് 3 by 2 എഴുതാം. So 3 into 3 into 10 raised to minus 4 by 2 into 2 already ഉണ്ട് into 2 into 3 into 3 into 3 into the minus 6 minus 2 10 raised to minus 8. So നമുക്ക് ഇവിടെ 3 3 3 3 കട്ടായിപ്പോൾ ഇത് മേളിൽ ചെല്ലുമ്പോൾ 10 raised to 4 divided by 2 into 2 into 2 into 3 വരും. So നമുക്കിതിനെ 10 into 10 into 10 into 10 divided by 2 into 2 into 2 into 3 എന്ന് എഴുതാം. ഇത് മൂന്നും കട്ടാകുമ്പോൾ 5 into 5 into 5 വരും. So this is 125. So 1250 divided by 3 വരും. 4 3 12 1 4 പിന്നെ 20 6 3 28 വീണ്ടും 6 3 20 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ദിസ് ഇസ് 417. So answer 417. Okay. 59. 5 gram of NaOH was dissolved in deionized water to prepare a 450 ml stock solution. What volume in ml of the solution would be required to prepare 500 ml of 0.1 molar solution? Okay, so molarity is equal to W2 into 1000 divided by M2 into V ആണ് അല്ലേ. അപ്പോൾ അവർ ചോദിച്ചേക്കുന്ന ഏത് വോളിയം അപ്പോൾ ആദ്യം മൊളാരിറ്റി കണ്ടുപിടിക്കണം. ഏത് വോളിയം എടുത്താലാണ് ഈ സ്റ്റോക്ക് സൊല്യൂഷനിൽ ഇത്രയും കിട്ടാൻ പറ്റുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഡൈല്യൂഷൻ ആണ്. എങ്ങനെ ഡൈല്യൂട്ട് ചെയ്താൽ ഇത് കിട്ടും. സോ ഡൈല്യൂഷൻ ഫോർമുല M1V1 ഈക്വൽ ടു M2V2 ആണ്. സോ M1 നമുക്കറിയില്ല, ഏത് വോളിയം എന്നറിയില്ല. M2V2 എന്ന് പറയുന്നത് ഇതാണ്, അതെ 0.1500 ml കിട്ടാൻ എത്ര എടുക്കണം. പക്ഷേ അതിന് നമുക്ക് ആദ്യം M1 വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി മൊളാരിറ്റി എടുത്തു. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഓഫ് 5 gram into 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് NaOH 40 into 450 ആണ് അല്ലേ. ഫുള്ള് സോൾവ് ചെയ്യണമെന്നില്ല, 2 വെട്ടിക്കളഞ്ഞു. എന്നിട്ട് നമുക്ക് 5 ഇവിടെ 9 ഇടാം, ഇവിടെ നമുക്ക് 2ഉം 5ഉം ഇടാം. സോ 5 divided by 18 മോളാർ ഇങ്ങനെ ഇട്ടാൽ മതി, നമുക്കത് ഫുള്ള് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവിടെ 5 divided by 18 മോളാർ ഇൻറ്റു V1 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 5ഉം 500ഉം കൂടെ 100 ആയി. പിന്നെ V1 is equal to 0.1 into 100 into 18. So that is 10 into 18, 180 ml എടുത്താൽ നിങ്ങൾക്ക് ഈ ഡൈല്യൂഷൻ പക്ക കിട്ടും. സോ ഡാഷ് ml എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, ഇൻ ml. സോ ആൻസർ ഈസ് 180. And the last question. Standard enthalpy of vaporization of CCl4 is 30.5 kilojoule per mole. Heat required for the vaporization of 284 gram of CCl4 at constant temperature is. അതായത് ഇവർ തന്നിരിക്കുന്ന ഒരു മോൾ CCl4 ആണ് എന്ന് വെച്ചാൽ 12 + 4 × 35.5 which is equal to 12 + 142 which is equal to 154. ഓക്കെ 142 154 ഗ്രാം. ഇതിനാണ് എത്ര
30.5 കിലോ ജൂൾ അവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമിന് എത്രയായിരിക്കും? 1 ഗ്രാം CCl4 എന്ന് പറയുമ്പം 30.5 ഡിവൈഡഡ് ബൈ 154 ദാറ്റ് മച്ച് കിലോ ജൂളാണ്. ഇനി അവർ ചോദിച്ചിരിക്കുന്ന 284 ഗ്രാം CCl4 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 30.5 ബൈ 154 ഇൻറ്റു 284 കിലോ ജൂൾ വരും. സോ ദിസ് മസ്റ്റ് ബി യുവർ ആൻസർ. ഇത് നമ്മളിനി സോൾവ് ചെയ്തെടുത്താൽ മതി. സോൾവ് ചെയ്യുന്ന സമയത്ത് ഇത് 77 ഇത് 142 അല്ലേ? പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ വല്ല മാർക്കുണ്ടോ? ഇല്ല. അപ്പം 30.5 ഇൻറ്റു 142 എന്ന് പറയുമ്പം 0 റിമൈൻഡർ 1 1 6 0 റിമൈൻഡർ 2 2 and 12 5 0 3 this is 0 1 8 3 and this is 4. സോ നമുക്ക് ഒരു ഡെസിമൽ പോയിന്റ് കിട്ടി 4331.0 ഡിവൈഡഡ് ബൈ 77 കിട്ടി. സോ 4331 ഡിവൈഡഡ് ബൈ 77. സോ 7 4 7 5 7 6 പറ്റില്ലായിരിക്കും, 5 ആയിരിക്കും അല്ലേ? 5 റിമൈൻഡർ 3 38. സോ ദിസ് ഇസ് 13 9 8 5 സോ ഇവിടെ 2 വരും, 12 8 4 വരും. സോ 1 പോയി 48 ഉള്ളൂ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. 1 ആൻഡ് ദിസ് ഇസ് 6. സോ 2 റിമൈൻഡർ 4 46 വരും. സോ ദിസ് ഇസ് 9 ദിസ് ഇസ് 1 19 വരും 0. സോ 77.2 സംതിങ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു അപ്രോക്സിമേറ്റ്ലി 56 എന്ന് എഴുതാം. സോ ആൻസർ ഈസ് 56. ഓക്കെ, സോ ദിസ് വാസ് യുവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നിട്ടുണ്ട്. മൊത്തം 30 ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. സോ ഇനി അതിലൊരു ഡിസ്കഷനായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.